യെസ്. ഓക്കെ. സോ നമ്മൾ ചെയ്യുന്ന ബിസിനസ് ഏതാണ്? നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ അടുത്ത തലത്തിലോട്ടൊക്കെ കൊണ്ടുപോകണോ നമ്മൾ ആഗ്രഹിക്കുന്ന ബിസിനസ് എന്ന് പറയുന്നത് ട്രേഡിംഗ് ആണ്. ഈ ട്രേഡിംഗ് എന്ന് പറയുന്ന ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഷിയാസ് ബ്രോ, ഗോഡിം ബ്രോ, നമ്മൾ ചെയ്യുന്ന ബിസിനസ്, ഇപ്പം ഗോഡിം ബ്രോ ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്, ബ്രോയ്ക്ക് അതിനകത്ത് ടെൻഷൻസ് അറിയാം, പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, അത്യാവശ്യം നല്ല പൈസ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ അതിൽ ക്ലയൻസിനെ മാനേജ് ചെയ്യണം, സ്റ്റാഫുകളെ, എംപ്ലോയീസിനെ മാനേജ് ചെയ്യണം, പല പല കാര്യങ്ങൾ. ഗോഡിം ബ്രോയുടെ മാത്രം കയ്യിലുള്ള കാര്യമല്ല ബ്രോ റൺ ചെയ്യുന്ന ബിസിനസ്. ഷിയാസ് ബ്രോ നാളെ ഒരു ബിസിനസ് തുടങ്ങുവാണെങ്കിലും ഈ പറയുന്ന ഏത് ബിസിനസ് ആണെങ്കിലും നമ്മുടെ മാത്രം എഫേർട്ടിന്റെ ബലത്തിലായിരിക്കത്തില്ല ആ ബിസിനസ് റൺ ചെയ്യുന്നത്. നമുക്ക് ക്ലയൻസിന്റെ കാര്യം നോക്കണം, നമുക്ക് സെയിൽസ് നോക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ നമ്മുടെ എംപ്ലോയീസിന്റെ കാര്യങ്ങൾ നോക്കണം, ബാക്കി കാര്യങ്ങൾ നോക്കണം, ഒരുപാട് ടെൻഷൻസ് ഒക്കെ ഉണ്ട് അല്ലെ? പക്ഷെ നിങ്ങൾ സെലക്ട് ചെയ്തേക്കുന്ന ഈ ട്രേഡിംഗ് എന്ന് പറയുന്ന ബിസിനസ്സിനകത്ത് ഒരൊറ്റ ഫാക്ടറേ ഉള്ളൂ. നിങ്ങളുടെ സക്സസും തോൽവിയും എല്ലാം തീരുമാനിക്കുന്നത് ഒരൊറ്റ ഒരാളേ ഉള്ളൂ, അത് നിങ്ങളാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് സെയിൽസ് കൊണ്ടുവരാൻ ആള് വേണ്ട, അല്ലെങ്കിൽ മറ്റൊരാളുടെയും ബുദ്ധിമുട്ടില്ല. നമുക്കൊരു ലാപ്ടോപ്പും ഒരു ഇന്റർനെറ്റും ഉണ്ടെങ്കിൽ ലോകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും നമ്മുടെ സ്കിൽ ഉപയോഗിച്ച് പണം ഉണ്ടാക്കാൻ പറ്റുന്ന എന്റെ അറിവിൽ ഈ ഒരു ഒറ്റ ഫീൽഡാണ്. നമ്മുടെ വേറൊരാളുടെ ഇത് നമുക്ക് വേണം, നമ്മുടെ പ്രൊഡക്റ്റ് വേറൊരാൾ വാങ്ങണമെന്നില്ല, ഒന്നും വേണ്ട. നമുക്ക് നമ്മുടെ പീസ് ഓഫ് മൈൻഡിലും ലോകത്ത് എവിടെ വേണേലും ഇരുന്ന് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന, ഹൈ ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സ്കില്ലാണ് ട്രേഡിംഗ്. അതാണ് നിങ്ങൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. അപ്പം ഈ ട്രേഡിങ്ങിന്റെ, ഹലോ, ഓക്കെ ആണല്ലോ? ഓക്കെ. സോ ഈ ട്രേഡിങ്ങിന്റെ നിങ്ങളുടെ വിജയവും സക്സസും തോൽവിയും ഒക്കെ തീരുമാനിക്കുന്നത് ഒറ്റൊരാളാണ്. ആരാണ്? നിങ്ങളെന്ന് പറയുന്ന വ്യക്തി. ഈ ട്രേഡിങ്ങിന്റെ ഏറ്റവും നല്ലൊരു ഡെഫിനിഷൻ, ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു ഡെഫിനിഷൻ ഉണ്ട്, നിങ്ങൾ അത് ഒന്ന് എഴുതി തന്നെ തുടങ്ങിക്കോ. ട്രേഡിങ്ങിൽ ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഡെഫിനിഷൻ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡെഫിനിഷൻസ് നിങ്ങൾ ട്രേഡിങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് അസറ്റ്, ഇതൊന്നുമല്ല. ട്രേഡിങ്ങിനെ പറ്റിയിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്: ട്രേഡിംഗ് ഈസ് ദ ഹാർഡസ്റ്റ് വേ ടു മേക്ക് ഈസി മണി. അതായത് ഏറ്റവും എളുപ്പമായിട്ടുള്ള പണം ഉണ്ടാക്കാനുള്ള ഏറ്റവും ഹാർഡസ്റ്റ് വേ ആണ് ട്രേഡിംഗ്. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വാക്ക് ഞാൻ കേട്ടിട്ടില്ല. അതായത് ട്രേഡിംഗ് പൈസ ഉണ്ടാക്കുന്നത് പ്രിൻസിപ്പൽ ബ്രോ വളരെ എളുപ്പമാണ്. ഒരു പ്രോപ്പർ ബൈ എടുക്കുക, ഒരു പ്രോപ്പർ സെൽ എടുക്കുക, പ്രോപ്പർ എൻട്രി പോയിന്റ് എടുക്കുക, വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ വിത്തിൻ മിനിറ്റ്സ് ആയിരങ്ങള് ലക്ഷങ്ങളൊക്കെ ഉണ്ടാക്കാം. പക്ഷേ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഹാർഡസ്റ്റ് വേ ആണ്, എന്നാൽ ഏറ്റവും ഈസി ആയിട്ടുള്ള മണിയാണ്, അല്ലെ? നമ്മൾ ഈ പറയുന്ന പോലെ രാവിലെ എണീറ്റ്, ഇപ്പം നിങ്ങൾക്കറിയാം ഇപ്പൊ എന്തോരം ആൾക്കാർ, ഇപ്പൊ ഇവിടെ ഹൈവേയുടെ പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കാണാം എന്തോരം ആൾക്കാരാണ് അതിനു വേണ്ടി കഷ്ടപ്പെടുന്നത്. ഞാനൊക്കെ ആലോചിക്കുമ്പോ എത്ര വെയിറ്റ് താങ്ങി ഉച്ചയ്ക്ക് വെയിലത്ത് എത്ര ആൾക്കാരാണ്, അല്ലെ? നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ കംഫർട്ട് സ്പേസിൽ ഇരുന്ന്, നമ്മുടെ വീട്ടിലിരുന്ന്, നമ്മുടെ ബെഡ്റൂമിൽ ഇരുന്ന്, അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടൊക്കെ ചെയ്യുന്ന ഏറ്റവും ഹൈ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് നമ്മുടെ കയ്യിലുള്ളത്. സോ ഇതിനെ നമ്മൾ എപ്പോഴും റെസ്പെക്ട് ചെയ്യണം, ഇതിന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കണം. ട്രേഡിംഗ് is the hardest way to make easy money, but once you learn the skill, you can and will change your life. നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്, വൺസ് നമ്മളത് പഠിച്ച് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം. സോ ട്രേഡിംഗ് ഇസ് ദ ഹാർഡസ്റ്റ് വേ ടു മേക്ക് ഈസി മണി. യെസ്. സോ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഇത്രയും ഹൈ ഇൻകം സ്കില്ലായിട്ടുള്ള ട്രേഡിംഗിൽ ഒറ്റൊരാളുടെ ബ്രോ ഡെഫിനിഷൻ വേണോ? Yes, bro. But once you learn the skill, you can and you will change your life. നമ്മുടെ ജീവിതം തന്നെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റും. അപ്പൊ ഈ ട്രേഡിംഗിൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ വന്ന സമയം തൊട്ട് ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആവശ്യമുള്ള ടെക്നിക്കൽ സ്കിൽസ് മാത്രമേ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള ടെക്നിക്കൽ സ്കിൽസ് ആദ്യം പഠിപ്പിച്ചു, അതിനുശേഷം വിജയോന്മുക്തി വന്നപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സെറ്റപ്പ്, ഒരു A++ സെറ്റപ്പ്, അതിൽ നിന്ന് ഒരു A+ അല്ലെങ്കിൽ ഒരു A കാറ്റഗറി സെറ്റപ്സ് ഒക്കെ ബിൽഡ് ചെയ്യാൻ പഠിപ്പിച്ചു. പക്ഷെ ഇതൊക്കെ എന്ന് പറയുന്ന കൂടി ഇമ്പ്രൂവ് ഒരു 50% മാത്രമേ ഉള്ളൂ. നമ്മൾ എത്ര ടെക്നിക്കലി ബ്രില്യന്റ് ആണെങ്കിലും, ലോകത്തുള്ള ഏറ്റവും മികച്ച സ്ട്രാറ്റജി നമുക്ക് കിട്ടിയാൽ പോലും അത് 50% മാത്രമേ നമുക്ക് അത് അത്രേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നും. ഏത് സ്ട്രാറ്റജി ആണെങ്കിലും നമ്മുടെ ട്രേഡിംഗ് സക്സസ് തീരുമാനിക്കുന്നതിനകത്ത് അതിന് 50% മാത്രമേ പങ്കുള്ളൂ. ബാക്കി 50% പങ്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ട്രേഡിംഗ് മറ്റൊരാളുടെ കൺട്രോളിലല്ല, നമ്മളാണ് നമ്മുടെ സക്സസും തോൽവിയൊക്കെ തീരുമാനിക്കുന്നത്. സോ നമ്മളെന്ന് പറയുന്ന വ്യക്തിയാണ് നിങ്ങളുടെ പ്രജ്വൽ ബ്രോയുടെ ഏറ്റവും വലിയ ട്രേഡിംഗിലെ മിത്രവും ശത്രുവും എന്ന് പറയുന്നത് ബ്രോ തന്നെയാണ്. വധു ബ്രോയുടെ ട്രേഡിംഗിലെ മിത്രവും ശത്രു എന്ന് പറയുന്നത് ബ്രോ തന്നെയാണ്. സനീഫ് ബ്രോയുടെ ട്രേഡിംഗ് ജേർണിയുടെ ഏറ്റവും നല്ല ഫ്രണ്ടും ഏറ്റവും നല്ല എനിമി എന്ന് പറയുന്നതും
സനീഫ് ബ്രോ തന്നെയാണ്. സോ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം നമ്മൾ നമ്മളെ പറ്റി മനസ്സിലാക്കുക, നമ്മുടെ ഉള്ളിലോട്ട് നോക്കുക, നമ്മുടെ ഇന്നർ സെൽഫിലോട്ട് നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ നമ്മളെ പറ്റി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവിടെ ആര് വന്ന് കളിക്കും, ഇമോഷൻസ് വന്ന് കളിക്കും, നമുക്ക് ഒരിക്കലും ഗ്രോത്ത് വരുന്നില്ല. സോ നമ്മുടെയൊക്കെ ഉള്ളില് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെയൊക്കെ ഇന്നർ സെൽഫ്, നമ്മുടെ ഉള്ളില് രണ്ട് ആൾക്കാരാണുള്ളത്. ആരൊക്കെയാണ് ഷരുൺ ബ്രോ, ഓർമ്മയുണ്ടോ? യെസ്, വെരി ഗുഡ്. നമ്മുടെയൊക്കെ ഉള്ളില് ഇപ്പം ഏത് വ്യക്തി എടുത്താലും, ഞാൻ എടുത്താലും, സനീഫ് ബ്രോ എടുത്താലും, ആമിഷ് എടുത്താലും, നദീർ ബ്രോ എടുത്താലും, നമ്മുടെ എല്ലാവരുടെ ഉള്ളില് ഒരു ലോവർ സെൽഫും ഉണ്ട്, ഒരു ഹയർ സെൽഫും ഉണ്ട്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ രണ്ട് സെൽഫുകളാണ് ഉള്ളത്, ഒരു ലോവർ സെൽഫും ഒരു ഹയർ സെൽഫും. നമുക്കിതിനെ മറ്റ് പേരുകൾ ഇട്ട് വിളിക്കാം. ഒന്ന് ലോവർ സെൽഫിനെ നെഗറ്റിവിറ്റി എന്നും വിളിക്കാൻ പറ്റും, മറ്റ് ഹയർ സെൽഫിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, പോസിറ്റിവിറ്റി എന്നും വിളിക്കാൻ പറ്റും. കുറച്ചുകൂടെ നമുക്കൊന്ന് മലയാളത്തിൽ പറയാനാണെങ്കിൽ ലോവർ സെൽഫിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചാത്തൻ, ഹയർ സെൽഫിനെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് ദൈവം. ഓക്കെ, അതായത് ലോവർ സെൽഫിനെ നമുക്ക് ചാത്തൻ എന്ന് വിളിക്കാം, നമ്മുടെ ഉള്ളിലുള്ള ഹയർ സെൽഫ് അല്ലെങ്കിൽ പോസിറ്റിവിറ്റിനെ നമുക്ക് ദൈവം എന്ന് വിളിക്കാം. സോ ഇതിൽ നമ്മൾ മനസ്സിലാക്കണം, ഇപ്പൊ ഞാൻ ഈ സർക്കിൾ വരച്ച സമയത്ത് പകുതി കൂടുതൽ സ്പേസ് ലോവർ സെൽഫിനാണ് കൊടുത്തേക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഉള്ളില് പോസിറ്റിവിറ്റിനെക്കാട്ടിലും കൂടുതൽ ഭീകരൻ ഈ പറയുന്ന ചാത്തനാണ്, അല്ലെങ്കിൽ ലോവർ സെൽഫാണ്. നമ്മുടെയൊക്കെ ഒരു ദിവസത്തില് നമ്മൾ പോസിറ്റീവ് ആയിട്ട് ഇരിക്കാനുള്ള ചാൻസിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ ഈ ഒരു ചാത്തന്റെ, ഒരു ലോവർ സെൽഫിന്റെ പിടിയിൽ ആവാനായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹയർ സെൽഫിനെക്കാട്ടിലും മോർ പവർഫുൾ ഈ പറയുന്ന ലോവർ സെൽഫ് ആയിരിക്കും. നമ്മളത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഷിയാസ് ബ്രോ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചാത്തന്റെ പിടിയിലായിരിക്കും. നമുക്ക് ഒരിക്കലും ഈ പറയുന്ന ചാത്തൻ, ഇപ്പൊ ഞാൻ അന്ന് പണ്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് പഠിച്ചതാണ്, അന്ന് പറഞ്ഞ പോലെ ചാത്തനിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇപ്പം ഈ സെഷൻ കഴിയുമ്പോഴത്തേന് രാഹുൽ ബ്രോ വിചാരിക്കുവാണ്, ഇനി ഞാൻ ഒരു കാരണവശാലും ലോവർ സെൽഫ് പറയുന്നത് കേൾക്കത്തില്ല, ഞാൻ ഇനി ഒരു കാരണവശാലും ഞാൻ ഈ ലോവർ സെൻസിങ് ആയിട്ട് എന്റെ സമയം കളയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്റെ ലൈഫിനെ താഴോട്ട് കൊണ്ടുവന്ന് ഒന്നും ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കത്തില്ല. നമുക്ക് ഒരിക്കലും, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒരിക്കലും ഈ ലോവർ സെൽഫിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഒരിക്കലും ഈ ലോവർ സെൽഫിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒറ്റ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, എന്തായിരിക്കും? റെഡ്യൂസ് ചെയ്യാൻ. നമുക്ക് ഈ ലോവർ സെൽഫിനെ എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരിക്കലും എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. നമ്മളിപ്പം ഈ ലോവർ സെൽഫ്, ഹയർ സെൽഫ്, ചാത്തൻ, ദൈവം നമ്മുടെ ലൈഫിനെ ബാഡ് ആയിട്ട്, ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് നിങ്ങൾ സമയം കളയുന്നത്, നിങ്ങളെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ഗ്രോത്ത് ഇല്ലാതാക്കുന്നത്. പ്രജ്വൽ ബ്രോ വ്യക്തമായിട്ട് അറിയാലോ ബ്രോയുടെ പ്രശ്നം എന്താണ്. ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ എന്തൊക്കെയാ ബ്രോയുടെ പ്രശ്നം? ഈ പറഞ്ഞ ഇമോഷൻസിന്റെ പ്രശ്നം ബ്രോയ്ക്ക് അറിയാത്തൊന്നുമല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ചാത്തനെ കംപ്ലീറ്റ് ആയിട്ട് ഒരിക്കലും ബ്രോയ്ക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. പക്ഷെ ബ്രോയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഈ ചാത്തൻ അല്ലെങ്കിൽ ലോവർ സെൽഫിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പ്രജ്വൽ ബ്രോ ക്ലിയർ ആണല്ലോ? എങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, അതാണ് നമുക്ക് ഇന്ന് നോക്കേണ്ടത്, ആദ്യം നോക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെയൊക്കെ ഉള്ളില്, എന്റെ എല്ലാ ഉള്ളില് രണ്ട് സെൽഫ് ഉണ്ട്. ഒരു ഹയർ സെൽഫ്, ഒരു പോസിറ്റിവിറ്റി ഉണ്ട്, ഒരു ലോവർ സെൽഫ്, ഒരു ചെകുത്താൻ, ഒരു ചാത്തനും ഉണ്ട്. ഈ നെഗറ്റിവിറ്റിനെ നമുക്ക് ഒരിക്കലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെ റെഡ്യൂസ് ചെയ്യാം? ഹൗ ടു റെഡ്യൂസ് ലോവർ സെൽഫ്? ഹൗ ടു റെഡ്യൂസ്? ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത്, നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് തന്നെ വെച്ചോ, കാരണം നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ലിസണിങ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യുന്നതിലൂടെ ആയിരിക്കും. ഒന്നാമത്തെ ഈ ചാത്തനെ റെഡ്യൂസ് ചെയ്യാൻ ഒന്നാമത്തെ മെത്തേഡാണ് നിങ്ങളുടെ ലിസണിങ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യുന്നത്. ലിസണിങ് സ്കിൽ എന്താണ്? ലിസണിങ് സ്കിൽ, ഇപ്പം നിങ്ങൾ ഇവിടെ ഇരുന്ന് സെഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ ജസ്റ്റിൻ ബ്രോ സെഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് പെട്ടെന്ന് ജസ്റ്റിൻ ബ്രോയ്ക്ക് തോന്നി, എന്നാൽ ഞാൻ ഒരു 5 മിനിറ്റ് ക്യാമറ ഒന്ന് ഓഫ് ചെയ്യാം, എന്നിട്ട് ഞാൻ ഒന്ന് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒന്ന് കയറി ഒന്ന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് നോക്കട്ടെ. പെട്ടെന്ന് മനസ്സിൽ തോന്നുവാണ്. തോന്നിപ്പിക്കുന്ന ആരാ? ലോവർ സെൽഫ്. അപ്പം ഇപ്പൊ നമ്മൾ ട്രേഡിംഗ് പെർസ്പെക്റ്റീവിലാണെങ്കിൽ, ഇപ്പം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വന്നിരിക്കുക, പ്രജ്വൽ ബ്രോ ട്രേഡ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ പ്ലാനിനകത്തുള്ള എല്ലാത്തൊരു സെറ്റപ്പ് വന്ന്, അതായത് നമ്മുടെ A++ സെറ്റപ്പിനകത്തല്ലാത്ത, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്നത്തെ ദിവസം, ഇന്ന് നമുക്ക് USD ബാങ്ക് ഹോളിഡേ ആണ്. ഇപ്പൊ നമ്മുടെ പ്ലാൻ അനുസരിച്ച് നമ്മൾ ട്രേഡ് എടുക്കത്തില്ല. നല്ലൊരു സെറ്റപ്പ് ആണെന്നുള്ള തോന്നൽ വന്ന് പെട്ടെന്ന് ട്രേഡ് എടുക്കാനുള്ള ഒരു ഇമോഷൻ വന്ന്, അല്ലെ? നമുക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നി. ആ തോന്നുന്ന സമയത്ത് നമുക്ക് രണ്ട് രീതിയിൽ അതിനെ ലിസൺ ചെയ്യാം. അതായത് നമുക്ക് നമ്മുടെ ഒരു മെസ്സേജ് നമ്മുടെ ബ്രെയിനിലോട്ട് വരുന്ന സമയത്ത്, ഒന്നെങ്കിൽ അതൊരു ലോവർ സെൽഫ് ആയിരിക്കും പറയുന്നത്, ഇല്ലെങ്കിൽ അതൊരു ഹയർ സെൽഫ് ആയിരിക്കും. ഈ ലോവർ സെൽഫ് പറയുന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യണം? കേട്ടിട്ട് അതേപോലെ വിടണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ജസ്റ്റിൻ ബ്രോ, ഞാൻ നേരത്തെ പറഞ്ഞത്, ജസ്റ്റിൻ ബ്രോയുടെ മനസ്സിലോട്ട് വരുവാണ്, പെട്ടെന്ന് ക്യാമറ ഓഫ് ചെയ്ത് ഒന്ന് ഇൻസ്റ്റാഗ്രാം കയറണം.
പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്നൊന്ന് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഫോൺ എടുക്കണം. അത് തോന്നിപ്പിക്കുന്നത് ലോവർ സെൽഫും. ആ ലോവർ സെൽഫ് പറയുന്ന കാര്യങ്ങൾ കേൾക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ഇതിനകത്ത് ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്കൊരു പ്ലാൻ കാണും, ഒരു ട്രേഡിംഗ് പ്ലാൻ കാണും. ആ ട്രേഡിംഗ് പ്ലാൻ ഇല്ലാത്ത എന്തെങ്കിലും സാധനം എനിക്ക് തോന്നും, എല്ലാവർക്കും തോന്നും. നമുക്ക് ചിലപ്പോൾ ഒരാളെ കുത്തിക്കൊല്ലാൻ തോന്നും, നമ്മൾ ചെയ്യുവോ? ഇല്ല. അതെന്തുകൊണ്ടാ തോന്നുന്നത്? ഈ പറയുന്ന ചാത്തൻ നമ്മുടെ ഉള്ളിൽ ഇരുന്ന് ചിലപ്പോൾ പറയും, പക്ഷെ അത് വേണോ വേണ്ടോ എന്ന് വെക്കുന്നത് നമ്മളാണ്. അപ്പൊ രാഹുൽ ബ്രോ നാളെ മുതൽ ഇൻസ്റ്റാഗ്രാം എടുക്കുന്ന സമയത്ത് എപ്പോഴും ഇൻസ്റ്റാഗ്രാം എടുക്കാനുള്ള തോന്നല് വരുന്നത് ഈ പറയുന്ന ചാത്തൻ തോന്നിപ്പിക്കുന്നതാണ്. പക്ഷെ അത് വേണോ വേണ്ടയോ എന്ന് വെക്കുന്നത്, ആ ലിസണിങ് സ്കില്ല് ബ്രോയ്ക്ക് ഡിസൈഡ് ചെയ്യാം. രാവിലെ നാളെ തൊട്ട് ജിമ്മിൽ പോകണമെന്നൊക്കെ തീരുമാനിച്ചു രാഹുൽ ബ്രോ. രാവിലെ എണീറ്റപ്പത്തേന് നാളെ പ്രതികാരം ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുന്ന പോലെ, എന്നാ പിന്നെ നാളെ പോവാന്ന് പറഞ്ഞ് പുറച്ചുകൂടി കിടക്കാൻ നേരത്താ തോന്നുന്നതൊക്കെയാണ്. പക്ഷെ തോന്നുന്ന സമയത്ത് അത് തോന്നിപ്പിച്ചത് നെഗറ്റിവിറ്റി ആണോ എന്റെ അടുത്ത് ഇത് പറയുന്നത്, അതോ ഈ പറഞ്ഞ ഹയർ സെൽഫ് ആണോ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. ലോവർ സെൽഫ് ആണ് പറയുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 3, 2, 1 ടക്കേന്നും പറഞ്ഞ് എഴുതിയേക്കാം. ലോവർ സെൽഫ് ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. രാവിലെ എണീക്കണം. ഈ പറയുന്ന ലോവർ സെൽഫ് എന്താണോ പറയുന്നത് അതിന് ഓപ്പോസിറ്റ് ചെയ്യുക. ലോവർ സെൽഫ് പറയാ, എടാ മോനെ രാഹുലെ ട്രേഡ് എടുക്ക്, നിന്റെ സെറ്റപ്പ് അല്ലെങ്കിൽ പോലും ട്രേഡ് എടുക്ക്, കിട്ടിയതുകൊണ്ട് 1000 അല്ലെങ്കിൽ $100 പ്രോഫിറ്റാ. ലോവർ സെൽഫ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ചെയ്യരുത്. അപ്പൊ എന്താ രാഹുൽ നമ്മൾ പഠിച്ചെന്താ? ഈ ലോവർ സെൽഫ് നമ്മുടെ അടുത്ത് പല കാര്യങ്ങളും പറയും. ആ ചാത്തം പറയുന്നതിന് നമ്മൾ ലിസണിങ് സ്കില്ല് കൂടിയിട്ട് നമ്മുടെ ലിസണിങ് സ്കിൽ ഇംപ്രൂവ് ചെയ്തിട്ട് ഈ ഒരു കാര്യം പറയുന്നത് ചാത്തനാണോ ദൈവമാണോ, ഹയർ സെൽഫ് ആണോ ലോവർ സെൽഫ് ആണോ എന്ന് കേട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലോവർ സെൽഫ് ആണെങ്കിൽ അവിടെ വെച്ച് അതിനെ കട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു ചേഞ്ച് അവർ ലിസണിങ് സ്കിൽ. ഇപ്പൊ നമ്മുടെ ഒരു ദിവസം, സനീഫ് ബ്രോയുടെ ഒരു ദിവസമാണ് 24 hours ആണ്. ഈ 24 hours ഇപ്പൊ രാവിലെ എണീക്കുമ്പോൾ മുതൽ വൈകിട്ട് കിടന്നുറങ്ങുന്നത് വരെ പല പല ആക്ടിവിറ്റീസ് ബ്രോ ചെയ്യുന്നുണ്ടായിരിക്കും. രാവിലെ എണീറ്റ് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും, ട്രേഡിംഗ് ചെയ്യുന്നുണ്ട്, അതിനിടയ്ക്ക് ജോലി ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ടായിരിക്കും, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ദിവസത്തിൽ 50% കൂടുതൽ, 50% കൂടുതൽ നമ്മളൊരു ഹയർ സെൽഫിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ ലൈഫ് അടിപൊളിയായിരിക്കും. ഒരു ദിവസത്തിൽ ഒരു 50% കൂടുതൽ നമ്മൾ ഹയർ സെൽഫിലാണെങ്കിൽ നമ്മുടെ ലൈഫും നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഭയങ്കരമായിട്ട് ഹൈ ആയിരിക്കും. പക്ഷെ നമ്മൾ ഈ പലരുടെയും ലൈഫിൽ 50% കൂടുതൽ പോലും ഹയർ സെൽഫില്ല, ലോവർ സെൽഫിന്റെ പിടിയിലാണ്. പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യും, പക്ഷെ അതൊന്നും നടക്കത്തില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കേൾക്കുന്നത് ഇപ്പം ഡയറ്റ് എടുക്കുന്ന ആൾക്കാർ, ഞാൻ എന്റെ കേസ് തന്നെ പറയാണ്. ഇപ്പം നമ്മളൊരു പ്രോപ്പർ ഡയറ്റ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹം വന്ന് അപ്പോഴായിരിക്കും നമ്മൾ റീലിനകത്തൊരു ഫുഡ് കാണുന്നത്. പെട്ടെന്ന് എന്നാൽ ഇന്നും കൂടെ ഞാൻ കഴിക്കും, നാളെ തൊട്ട് എന്തൊരു ഡയറ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അത് ചിലപ്പോൾ ഓർഡർ ചെയ്യും, അത് കഴിക്കും. ഇതൊക്കെ ആരുടെ കളിയാണ് ചാവുള്ളൂ? ലോവർ സെൽഫിന്റെ കളിയാണ്. സോ നമ്മുടെ ട്രേഡിംഗ് ജേർണിയിലാണെങ്കിലും നിങ്ങൾക്ക് എല്ലാം നിങ്ങളുടെ പ്രശ്നമാണ് ഇമോഷൻസ്. പ്രോപ്പറായിട്ട് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം നൗഷാദിക്ക് ഇവിടെ ഉണ്ടല്ലോ, നൗഷാദിക്ക് ഇമോഷൻ കൺട്രോളിങ്ങിന്റെ ഒരു പ്രശ്നം കാണും. ഒരു SL വെക്കാൻ ഉള്ള ബുദ്ധിമുട്ട് കാരണം ഒരു ഡ്രാസ്റ്റിക് ആയിട്ട് അക്കൗണ്ട് ലോസ് വന്നു, അക്കൗണ്ട് വാഷ് ഔട്ട് ആയി. സോ ഇതെല്ലാം ഇമോഷൻസ്. യെസ്, ഇമോഷൻസിന്റെ മെയിൻ പ്രശ്നമാണ്. അതായത് നമ്മളൊരു പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ പ്ലാനിൽ നിന്ന് ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാൻ വിട്ടുപോകുന്നത് അതും ഈ പറയുന്ന ലോവർ സെൽഫിന്റെ കളിയാണ്, നമ്മുടെ ഇമോഷൻസ് ആണ്. സോ നിങ്ങളുടെ ജേർണിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ലോവർ സെൽഫിന്റെ മെസ്സേജ്. നിങ്ങളുടെ ലോവർ സെൽഫ് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അത് കേൾക്കുക. അത് ലോവർ സെൽഫ് ആണോ ഹയർ സെൽഫ് ആണോ എന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളുടെ ലൈഫിൽ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അത് പറയുന്നതൊക്കെ ജിമ്മിൽ പോകണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഡിസിഷനാണ്. ആ പോകുന്ന സമയമാകുമ്പോഴത്തേന് ഇന്ന് പോകണ്ട നാളെ പോവാന്ന് പറഞ്ഞ ആരാ? ലോവർ സെൽഫ് ആണ്. നിങ്ങൾ ട്രേഡിംഗിൽ ഒരു പ്ലാൻ സെറ്റ് ചെയ്ത് ആ സെറ്റ് ചെയ്ത പ്ലാനിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഓവർ ട്രേഡ് എടുക്കാം, ഒരു റിവെഞ്ച് ട്രേഡ് എടുക്കാം. ഇന്ന് നോട്ട് ട്രേഡ് ആണെങ്കിലും ഇത് നല്ല സെറ്റപ്പ്, ഞാൻ എടുക്കുവാണ്, നമ്മുടെ എൻട്രി പോയിന്റ് വന്നില്ല, ചാടിക്കേറി എടുക്കുന്നത്. ഇതെല്ലാം നിങ്ങളെ ചാത്തന്റെ കളികളാണ്, അത് മനസ്സിലാക്കുക. അപ്പൊ നാളെ ട്രേഡ് എടുക്കാൻ വരുമ്പോൾ എൻട്രി പോയിന്റ് ഇവിടാണ്, മാർക്കറ്റ് ഇവിടെ എത്തിയപ്പോ തന്നെ കൂടി ബ്രോ ഒരു എൻട്രി എടുക്കാം എന്ന് തോന്നിപ്പിക്കുന്നതും ചാത്താണ്. പ്ലാൻ എന്താണ്? ഇവിടുന്ന് എടുക്കാം, ഇവിടെ വന്നാലേ അത് ബ്രോഡ് എൻട്രി ആവത്തുള്ളൂ. അവിടെ വന്നില്ലെങ്കിൽ നമ്മുടെ എൻട്രി അല്ലാതെ പോയി. സോ ഈ പറയുന്ന ഫോമോ, പെട്ടെന്ന് ചാടിക്കേറി ട്രേഡ് എടുക്കാൻ തോന്നിക്കുന്നത്, ഇതെല്ലാം ചാത്തന്റെ തോന്നലാണ്. എനിക്കും അത് വരും. പക്ഷെ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ തോന്നൽ വരുന്ന സമയത്ത് പെട്ടെന്നൊന്ന് ആലോചിക്കുക, ഇത് പറയുന്നത് ഹയർ സെൽഫ് ആണോ ലോവർ സെൽഫ് ആണോ? ലോവർ സെൽഫ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ 3, 2, 1 അടുത്ത ആക്ഷനിലോട്ട് പോവുക. പിന്നെ ഒരു വഴിയുണ്ട്, ലോവർ സെൽഫ് നിങ്ങളുടെ എന്തെങ്കിലും പറയുമ്പോഴത്തേന് ഞാൻ പണ്ട് പറഞ്ഞ പോലെ തന്നെ കൈയെടുക്കുക, ഒറ്റടി വേദനിക്കണം. പക്ഷെ തലോടെ ഇടരുത്, വേദനിപ്പിക്കണം. ഈ രീതിയിൽ ഈ ലോവർ സെൽഫിന്റെ നിങ്ങളിലോട്ട് ലോവർ സെൽഫ് എന്തെങ്കിലും പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, റെഡ്യൂസ് ചെയ്യാൻ പറ്റും.
സോ രാഹുൽ ബ്രോ, എന്താണ് ലോവർ സെൽഫ്? എങ്ങനെ നമുക്ക് ലോവർ സെൽഫിനെ നമ്മുടെ ഒരു ലൈഫിൽ അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും രാഹുൽ ബ്രോ? ബ്രോ, നമ്മൾക്ക് ആക്ച്വലി ഇത് പറയുന്ന സമയത്ത് നമ്മുടെ ഇതിൽ തന്നെ ഒരു നമുക്ക് ലോവർ സെൽഫും ഉണ്ട്, ഹയർ സെൽഫും ഉണ്ട്. അതായത് നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കുന്ന സമയത്തും നമ്മൾ ആ ഡിസിഷൻസിനെ എഫക്ട് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളായിട്ട് നമുക്ക് ഇതിനെ കൂട്ടാൻ പറ്റും. ഒന്ന് ലോവർ സെൽഫും നമ്മുടെ തന്നെ ലോവർ സെൽഫും നമ്മുടെ തന്നെ ഹയർ സെൽഫും. ലോവർ സെൽഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ഡോപ്പമിൻ, ഒന്ന് ഇതായിട്ട് പറഞ്ഞ സമയത്ത് ഈസി ഡോപ്പമിൻ എന്നൊക്കെ ആണെങ്കിൽ പറയാം. അതല്ലെങ്കിൽ സുഖത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്, കഷ്ടപ്പെടാൻ റെഡി അല്ല. ഹയർ സെൽഫ് ഓഫ് കോഴ്സ് കഷ്ടപ്പെടണം, അല്ലെങ്കിൽ ഒരു ഗോൾ എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ കാണാം. അപ്പൊ എന്ത് കാര്യം വരുന്ന സമയത്തും ലോവർ സെൽഫ് പറയുന്നത് കേൾക്കാണ്ട് ഹയർ സെൽഫ് പറയുന്നത് കേൾക്കണം. അതെങ്ങനെയാന്ന് അച്ചീവ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലിസണിങ് സ്കില്ല് മാറ്റാം, ലിസണിങ് സ്കില്ല് കൂട്ടുക എന്നുള്ള കാര്യമാണ്. അതായത് ഇപ്പോ ഇന്ന് ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്ന സമയത്ത്, ഇപ്പൊ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, അതായത് എൻട്രി പോയിന്റ് ആ ഒരു ഏരിയയിലേക്ക് വന്നാലേ എൻട്രി എടുക്കുള്ളൂ. ഞാൻ ആക്ച്വലി ഇപ്പോ ഇമ്പ്രൂവ് ആയിട്ട് വന്നൊരു സംഭവം. അതായത് എൻട്രി പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എൻട്രി പോയിന്റിലേക്ക് വന്നാലേ ഞാൻ എൻട്രി എടുക്കുള്ളൂ. അതിന് താഴെ ഞാൻ എൻട്രി എടുക്കില്ല. എനിക്ക് ഇനിയും മാറ്റങ്ങൾ വരുത്താറുണ്ട്. ഇപ്പൊ നന്ദുബ്രോ പറഞ്ഞ പോലെ ജിമ്മിന്റെ കാര്യമൊക്കെ ആണെങ്കിലും ഇപ്പോഴും എന്നെ കൺട്രോൾ ചെയ്യുന്ന ലോവർ സെൽഫാണ്. അപ്പൊ അതൊക്കെ ഇനിയും മാറ്റാനുണ്ട്. പക്ഷെ കുറച്ചൊക്കെ മാറി വരുന്നുണ്ട്, മാറ്റാനുണ്ട് ഇനി. വെരി ഗുഡ് ബ്രോ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. സോ നദീർ ബ്രോ, ഈ ലോവർ സെൽഫ് നമ്മൾ എന്താണ്, നമ്മുടെ ഇന്നർ സെൽഫ് ലോവർ ഉണ്ട്, ഹയർ സെൽഫ് ഉണ്ട്, ചാർട്ടൻ അല്ലെങ്കിൽ പോസിറ്റിവിറ്റി ഉണ്ടെന്നൊക്കെ പഠിച്ച് എങ്ങനെ അതിനെ റെഡ്യൂസ് ചെയ്യാന്നുള്ളത് പഠിച്ചു. ഇപ്പൊ നമുക്കൊരു തോന്നൽ വരുവാണ്, നിങ്ങളൊരു ക്രിസ്റ്റൽ ക്ലിയർ പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിനെ താഴോട്ട് കൊണ്ടുപോകുന്ന കാര്യമാണ് ഈ ഒരു ലോവർ സെൽഫ് എന്ന് പറഞ്ഞത്. ഈ ലോവർ സെൽഫ് എന്ന് പറയുന്നത് വളരെ വൃത്തികെട്ട, നമ്മുടെയൊക്കെ ഉള്ളിലുള്ളൊരു, നമ്മുടെ ലൈഫിനെ വളരെ താഴ്ന്നു കൊണ്ടുപോകുന്നു. ഇപ്പൊ നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തെന്ന് പറഞ്ഞാലും ഈ ലോവർ സെൽഫ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും ഗ്രോത്ത് വരത്തില്ല. പ്രജ്വൽ ബ്രോ എത്ര അനലിറ്റിക്കലി ബെറ്റർ ആന്ന് പറഞ്ഞാലും, പ്രജ്വൽ ബ്രോ എത്ര കഴിവുള്ള വ്യക്തിയാന്ന് പറഞ്ഞാലും, ഈ ലോവർ സെൽഫ് നമ്മുടെ ഇമോഷൻസിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഗ്രോത്ത് വരത്തില്ല. ഇവിടെ തന്നെ ഞാൻ ആ വാക്ക് ഉപയോഗിച്ചു. ഈ ലോവർ സെൽഫ് എങ്ങനെയാണ് നമ്മൾ ഉള്ളിലോട്ട് വരുന്നതെന്ന് നമുക്ക് പഠിക്കാം. ഈ ലോവർ സെൽഫ് ഇമോഷൻസിൽ കൂടാണ് നമ്മുടെ ലൈഫിലോട്ട് കയറുന്നത്. ഇമോഷൻ, അവിടാണ് നമ്മൾ ട്രേഡേഴ്സ്, നമ്മളെ പോലുള്ള ട്രേഡേഴ്സ് മനസ്സിലാക്കുന്നത്, ട്രേഡിങ്ങിൽ ഈ ഇമോഷൻ കൺട്രോളിംഗ് ആണ് ഏറ്റവും ഹാർഡസ്റ്റ്. ഈ ലോവർ സെൽഫ് നമ്മുടെയൊക്കെ ലൈഫിലോട്ട് കയറുന്നത് ഇമോഷൻസിൽ കൂടാണ്. അപ്പൊ നമുക്ക് ഇത് ഒന്ന് ഇൻഡെപ്റ്റ് ആയിട്ട് നോക്കാം. 4 തരം ഇമോഷൻസിൽ കൂടാണ്, 4 ടൈപ്സ് ആണ് നമുക്ക് ഈ ലോവർ സെൽഫ് നമ്മുടെ ഉള്ളിലോട്ട് കയറുന്നത്. 4 വിധത്തില്, 4 ശബ്ദങ്ങളിലായിരിക്കും. ഒന്നെന്ന് പറയുന്നത് കൊവാഡ്. എന്താണ് കൊവാഡ്? ഭീരു. ഇപ്പം പല ആൾക്കാർക്കും ഈ പറയുന്ന പോലെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. ഒരു ആഗ്രഹമില്ലാത്ത ആൾക്കാരൊന്നും കാണത്തില്ല അല്ലെ? പക്ഷെ അതൊക്കെ ചെയ്യാൻ ഒരു പേടിയായിരിക്കും. ഇപ്പം പ്രജ്വൽ ബ്രോയ്ക്ക് വീഡിയോസ് ഇടാൻ ഭയങ്കര താല്പര്യമാണ്, ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യണം എന്നൊക്കെ ഭയങ്കര താല്പര്യമാണ്. പക്ഷെ വീഡിയോ ഇടാൻ തോന്നുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ നേരത്തത് ഈ കൊവാഡ് അല്ലെങ്കിൽ ബീരു ബ്രോഡ് ഉള്ളിൽ നിന്ന് പറയും, എടാ നീ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിന്നെ ആൾക്കാർ കളിയാക്കും, നിനക്ക് അതിനുള്ള കഴിവൊന്നുമില്ല, നീ ഇടാനൊന്നും പോണ്ട, വെറുതെ ആൾക്കാർ നിന്നെ കളിയാക്കാനൊക്കെ വരും. അല്ലെങ്കിൽ ആ ഒരു പേടിയിൽ നിന്നായിരിക്കും ഇവൻ കളിക്കുന്നത്. അതായത് നിങ്ങളുടെ ഉള്ളിലിരുന്ന് ഒരു ഭീരുവിനെ പോലെ എന്ത് ആക്ഷൻ എടുക്കണം എന്നുള്ള തീരുമാനം വരുമ്പോഴും നിന്നെ കൊണ്ട് അത് പറ്റത്തില്ല, നിനക്ക് അതിനുള്ള കഴിവില്ല, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ ഇതിനെ കളിയാക്കും, ഇത്തരത്തിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പറയുന്ന ഒരാളാണ് കൊവാഡ് എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളിലോട്ട് നോക്കുക, നിങ്ങളുടെ ഉള്ളിൽ കൊവാഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. രണ്ടാമത്തെയാണ് റിബൽ. അതായത് നിങ്ങൾക്ക് അറിയാലോ, ഈ പറയുന്ന എന്ത് കാര്യത്തിന് റിബലായിട്ട് ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ എന്ത് കാര്യം വന്നാലും അവർക്ക് ഈ പറയുന്ന പോലെ അതിനെ എതിർക്കുക എന്ന് പറയുന്നതാണ് അവർക്ക് ഇഷ്ടം. ഇപ്പം ഒരാൾ നല്ലൊരു കാര്യം പറഞ്ഞു തരുന്നത്, ഇപ്പൊ നമ്മൾ കുട്ടിക്കാലത്ത് മിക്ക ആൾക്കാരും റബലായിട്ട്, ഇപ്പൊ അമ്മ നമ്മുടെ അടുത്ത് നല്ലതായിട്ടൊരു കാര്യം പറയാം, നമ്മൾ എന്താ പറഞ്ഞ ഒന്ന് പോ അമ്മ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിടും. നമ്മൾ വലുതാവുന്ന സമയത്തും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എന്തോരം നെഗറ്റിവിറ്റി ആണ് അല്ലെ? ഇപ്പൊ ഒരാളുടെ പോസ്റ്റിനടിയിൽ എന്തോരം തെറിവിളികളാണ്, എന്തോരം നെഗറ്റിവിറ്റി ആണ് ആൾക്കാർ പറഞ്ഞത്. എന്തുകൊണ്ടാ? അത് ഈ സക്സസ്ഫുൾ ആവാത്ത ഒരു ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അതായത് ഈ സക്സസ്ഫുൾ അല്ലാത്ത, പണം ഉണ്ടാക്കാൻ കഴിവില്ലാത്ത, അതിന് മെനക്കെടാത്ത ആൾക്കാർക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഒരുത്തം പൈസ ഉണ്ടാക്കി അവൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ സോഷ്യൽ മീഡിയയുടെ അടിയിൽ പോയിട്ട് തെറി വിളിക്കുന്നത് കണ്ടിട്ടില്ലേ? അതെന്തുകൊണ്ടാ? അവന്റെ ഉള്ളിൽ ഈ പറഞ്ഞ ലോവർ സെൽഫ് പിടി മുറുക്കിയതുകൊണ്ടാണ്. എനിക്ക് ഉറപ്പാണ് നമ്മുടെ എലൈറ്റബിൾ ഉള്ള ആരുടെ ഉള്ളിൽ ഈ റിബൽ എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഇല്ല. കാരണം നിങ്ങൾ കോച്ചബിൾ ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ടോപ്പിക്ക് പഠിക്കാൻ ഇവിടെ വന്നിരിക്കുന്നതും ഇത്രയും പഠിക്കുന്നതും. ഈ റിബലായിട്ടുള്ള ആൾക്കാർ ഒരിക്കലും പഠിക്കാൻ സമ്മതിക്കത്തില്ല. ഇപ്പൊ ഒന്നാമത്തെയാണ് ഭീരു, കൊവാഡ്. രണ്ടാമത്തെയാണ് റിബൽ. മൂന്നാമത്തെയാണ് സ്കെപ്റ്റിക്. അതായത് നിങ്ങൾ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരിക്കും, എന്തിനോടും അവനൊരു സംശയമാണ്.
നമുക്ക് ലൈഫിൽ ഒരു വിശ്വാസം അല്ലെങ്കിൽ നമുക്കൊരു ആത്മവിശ്വാസം എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്. ഈ സ്കെപ്റ്റിക് എന്ന് പറയുന്ന ചാപ്റ്റർ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് എന്തിനോട് ഒരു അവിശ്വാസമായിരിക്കും. ഓ അത് ശരിയാവൂ, ഇല്ല അതെന്ത് ഉടായിപ്പാണ്, ട്രേഡിങ്ങിനോടൊന്നും പോലെ മോനെ നദീറെ, ട്രേഡിംഗ് ഒന്നും ചെയ്യണ്ട, അതൊക്കെ ഉടായിപ്പാണ്, അത് ചെയ്യാനും നീ പോകരുത് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇത് അവരുടെ ഉള്ളില് എന്താ പറയാ, ഈ ഒരു സ്കെപ്റ്റിക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു അവിശ്വാസി എന്നുള്ള സാധനം ഉള്ളതുകൊണ്ടായിരിക്കും. എല്ലാത്തിനോടും ഒരു അവിശ്വാസം, ഒന്നിനോടും ഒരു വിശ്വാസം ഇല്ല, ഒന്ന് ട്രസ്റ്റ് ഇല്ല, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. സോ ഈ 3 ശബ്ദങ്ങളും പ്രധാനമായിട്ടും 90% ആൾക്കാരിലും കാണുന്നതാണ്. ഈ നോർമൽ ലൈഫ് ജീവിക്കുന്ന 90% ആൾക്കാരിലും കാണുന്നതാണ് ഈ 3 ശബ്ദങ്ങൾ. ഇപ്പം എലൈറ്റ് ക്ലബിൽ ഇരിക്കുന്ന നിങ്ങൾ എന്തായാലും എനിക്ക് ഉറപ്പാണ് ഈ 3 ശബ്ദങ്ങളും നിങ്ങൾ കേൾക്കാറില്ല. നിങ്ങൾക്ക് വലിയ പേടി ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ട്രേഡിങ്ങിലോട്ട് വരത്തില്ല. കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്താ, നിങ്ങളെ പൈസ നഷ്ടപ്പെട്ട് പൈസ കിട്ടുന്ന അത്രയും റിസ്ക് ഉള്ള ഹൈ റിസ്ക് ഗെയിമാണ് ട്രേഡിംഗ്. സോ നദീറിന്റെ ഉള്ളിൽ ഈ പേടി എന്നുള്ളത് വലുതായിട്ട് കാണത്തില്ല. റെബൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, വളരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നല്ലത് കേട്ടാൽ നിങ്ങൾ നല്ലതെന്ന് പറയുന്ന ആൾക്കാരാണ്. സോ നിങ്ങൾ റെബലും അല്ല, നിങ്ങൾ അവിശ്വാസിയല്ല. നിങ്ങൾക്ക് വിശ്വാസങ്ങളുണ്ട്, ഈ പറയുന്ന നിങ്ങൾക്ക് ഒരു ട്രസ്റ്റ് ഉണ്ട്, നിങ്ങളുടെ ലൈഫിനോട് ട്രസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ട്രസ്റ്റ് ഉണ്ട്. സോ നിങ്ങൾ അവിശ്വാസിയല്ല. സോ ഈ മൈൻഡ് സെറ്റ് ഉള്ള ഒരു 10% ആൾക്കാരുടെ ഉള്ളിലാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ചാത്തം കയറുന്നത്. കാരണം അശ്വിൻ ബ്രോയുടെ ഉള്ളിലോട്ട് ചാത്തം വരുന്ന സമയത്ത് ബീരു ആക്കി നോക്കി, പറ്റിയില്ല. റെബലായിട്ട് നിന്ന് അതും പറ്റിയില്ല. സ്കെപ്റ്റിക് ആയിട്ട് നിന്ന് അതും പറ്റിയില്ല. അപ്പോഴാണ് ദ മോസ്റ്റ് ഡേഞ്ചറസ്. ഷിയാസ് ബ്രോ, മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ലോവർ സെൽഫ് ആണ് സ്പൈ എന്ന് പറയുന്നത്. ചാരൻ. എന്താ ചാരൻ എന്ന് പറയുന്നത്? ബാഹുബലി എല്ലാരും കണ്ടിട്ടുണ്ടല്ലോ, ബാഹുബലി. ഗോഡി ബ്രോ, ബാഹുബലിക്കകത്ത് നമ്മുടെ ബാഹുബലി ഫസ്റ്റിന്റെ അവസാനം ഓർമ്മയുണ്ടോ? കട്ടപ്പ പിന്നെ അവിടെ ബാഹുബലിനെ കുത്തുന്ന സീൻ ഓർമ്മയുണ്ടല്ലോ. പിന്നെ ഉറപ്പാണ്. അതല്ല അതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സീൻ. അതെ. സോ നമ്മുടെ കൂടെ നിന്നിട്ട് അവസാനം നമ്മുടെ പിമ്പിൽ നിന്ന് സംഭവമുണ്ട്. സോ ഈ സ്പൈ ചാരൻ എന്ന് പറയുന്നത് ഇതേപോലാണ്. പ്രജ്വൽ ബ്രോ, എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഈ ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന പേര് പ്രജ്വൽ ബ്രോയുടെയാണ്. എനിക്ക് എല്ലാവരോടും കൂടെ ഉള്ളതാണ്, ഞാൻ സ്പെസിഫിക് ആയിട്ട് വിളിക്കുന്നതല്ല, ജനറലൈസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. ഇപ്പൊ പ്രജ്വൽ ബ്രോ ഇന്ന് ട്രെയിൻ എടുക്കാം, ഒരു പ്രോപ്പർ പ്ലാൻ സെറ്റ് ചെയ്ത്, പ്രോപ്പർ ആയിട്ടുള്ള ടെക്നിക്കൽ നോളജ് ഉണ്ട്, ഇതെല്ലാം സെറ്റ് ചെയ്ത് ആ ട്രേഡ് എടുക്കുന്ന മൊമെന്റിൽ പെട്ടെന്ന് ഇമോഷൻ വരുവാണ്. അത് ആരുടെ രൂപത്തിലാണ് വരുന്നത്? സ്പൈ. ചാത്തൻ വരുന്നത് സ്പൈയുടെ രൂപത്തിലായിരിക്കും. ചാരൻ, അതായത് പ്രജ്വൽ ബ്രോയുടെ ആളായിട്ട് അവൻ വരും. അതായത് പ്രജ്വൽ ബ്രോ എടുത്ത് അപ്പം മനസ്സിൽ പറയും, എടാ ഈ ഒരു ഒറ്റ ട്രേഡ് ഞാൻ റിസ്ക് ഇച്ചിരി കൂട്ടിയെടുക്കുവാണ്, ഈ ഒരു ഒറ്റ ട്രേഡ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു റിസ്കും ഇല്ല, നമ്മൾ വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കും. എന്നാൽ ഈ ഒരു ഒറ്റ ട്രേഡും കൂടെ ഞാൻ അങ്ങ് എടുക്കുവാണ്. അപ്പൊ പ്രജ്വൽ ബ്രോ എന്ത് വിചാരിക്കും? ഈ ഒരു ഒറ്റ ട്രേഡ് അല്ലേ, അത് കഴിഞ്ഞാൽ ഡിസിപ്ലിൻഡ് ആണെന്നും പറഞ്ഞ് എന്ത് ചെയ്യും? അവിടെ ബ്രോ എന്ത് ചെയ്യും? ഈ ചാത്തന്റെ വിളിയേക്കും. രാഹുൽ ബ്രോ ആണെങ്കിൽ ജിമ്മിലൊക്കെ പോകണമെന്നും പറഞ്ഞ് സെറ്റ് ചെയ്ത് രാത്രി കിടന്ന് രാവിലെ എണീറ്റപ്പത്തേന് ചാത്തൻ പറയാ, എടാ ഇന്നൊരു ദിവസം നമ്മൾ പോകുന്നില്ല, നാളെ തൊട്ട് നമ്മൾ പോകും. നദീർ ബ്രോ ഒരു 2-3 വീഡിയോസ് ഒക്കെ ഇട്ട് ഇൻസ്റ്റാഗ്രാമിൽ 2-3 വീഡിയോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് അതിന്റെ അടുത്ത വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ചാരൻ പറയുവാണ്, എടാ നദീറെ, നീ 3-4 വീഡിയോസ് ഇട്ട് നീ നല്ല ടയേർഡാണ്, നീ നല്ല ക്ഷീണിച്ചിരിക്കുവാണ്, നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം, അതിനുശേഷം നമുക്ക് അടുത്ത ടോപ്പിക് ചെയ്യാം, അതുവരെ നമുക്കൊന്ന് ബ്രേക്ക് എടുക്കാമെന്ന്. അപ്പൊ എന്ത് ചെയ്യും? നിങ്ങളുടെ അടുത്ത് വേണ്ടാന്ന്, ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ എനിക്ക് ഉറപ്പാണ്, ഇപ്പൊ വധൂത് ബ്രോ എടുത്ത് വന്നിട്ട് പറയണം, വധൂത് ബ്രോ എന്നൊക്കെ വെച്ചാൽ മൈൻഡ് സെറ്റ് വളരണം, ഗ്രോത്ത് ആണ് നിങ്ങളുടെ എല്ലാവരുടെയും ഫസ്റ്റ് ബേസിക് നീഡ്. ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളുടെ അടുത്ത് വന്നിട്ട് ഒരാൾ ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാനായിരിക്കും തോന്നുന്നത്. അപ്പൊ ഇവൻ എന്ത് ചെയ്യും? നിങ്ങളുടെ ആളാവും. ഈ ഒരു വട്ടം നമ്മൾ ചെയ്യുന്നില്ല, അതിനുശേഷം നമ്മൾ പക്കയായിരിക്കും. തോന്നിയിട്ടുണ്ടോ ഈ സംഭവമൊക്കെ? ഉറപ്പായിട്ടും ഇന്ന് നടന്നിട്ടുണ്ട്. നദീർ ബ്രോ, മിഗ്ദാൽ ബ്രോ നമ്മുടെ ഈ ട്രേഡ് പേഴ്സണലിൽ ഫസ്റ്റ് ഫണ്ട് എടുത്താലോ പറഞ്ഞു, പിന്നെ പേഴ്സണലിൽ മാത്രം എടുക്കാന്ന് പറഞ്ഞു, പിന്നെ നമ്മളെല്ലാരും പറഞ്ഞ് ലാസ്റ്റ് ഡെമോല് മതി, ഡിസ്പ്ലിൻഡ് ആയിട്ട് എടുക്കാന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഡെമോല് എടുത്തു. ലാസ്റ്റ് ഉറങ്ങുമായിരുന്നു ആ ടൈമില്. സനീഫ് ബ്രോ, ജസ്റ്റിൻ ബ്രോ, നൗഷാദ് ബ്രോ, അൻഷു ബ്രോ, തോന്നിയിട്ടുണ്ട് ഈ സ്പൈയുടെ രൂപത്തിൽ? ഇപ്പം പലർക്കും പല രീതിയിലായിരിക്കും, പക്ഷെ സ്പൈ വർക്ക് ചെയ്യുന്ന രീതി ഇതാണ്. വേണ്ടാന്ന് പറയത്തില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രോത്തിന് എതിരായിട്ടുള്ള സാധനം വേണ്ടാന്ന് പറയത്തില്ല. ഈ വട്ടവും കൂടെ എന്റെ അടുത്ത് സ്പൈ വരുന്നത് കൂടുതലും ഈ പറയുന്ന ബാക്കിയുള്ള സ്ഥലത്തിലൊന്നും വരത്തില്ല, ചാരനായിട്ടും വരുന്ന മെയിൻ സാധനം ഈ ഗോഡിമുറയ്ക്ക് ഫുഡിന്റെ രൂപത്തിലായിരിക്കും. ഡയറ്റ് ഒക്കെ ചെയ്യാന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും സൊമാറ്റോ പറയുന്നത് പഴംപൊരിയും ബീഫും ഉണ്ടെന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ വരും. അവസ്ഥയുണ്ട്. നോട്ടിഫിക്കേഷൻ ഉണ്ട്. നന്ദു ഒറ്റയ്ക്കാണോ, എന്നാ പിന്നെ ഇത് എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ചാരൻ എന്റെ അടുത്ത് വരും, എടാ നീ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നില്ലേ, നീ പൈസ ഉണ്ടാക്കുന്നില്ലേ,
നീ ഫുഡ് കഴിക്കടാ, നീ അത് ഓർഡർ ചെയ്താൽ കഴിക്കടാ. അവസാനം കഴിച്ച് വർക്കൗട്ട് ഒരു സൈഡ് നടക്കുന്നുണ്ട്, വെയിറ്റ് ഇവിടെ നോക്കുന്ന സമയത്ത് ഒരു ദിവസം കുറയുന്നില്ല. സോ ഇത് എല്ലാവരുടെയും ലൈഫിലുണ്ട്. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ട്രേഡിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളിപ്പം ഇപ്പൊ തന്നെ ആമിഷെ സെഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് നിന്റെ മനസ്സിൽ തോന്നി, എടാ നീ കണ്ട 1 മണിക്കൂറായിട്ട് സെഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, നീ ക്ഷീണിച്ച് കുറച്ചൊന്ന് ഫോണൊക്കെ എടുത്ത് ഒന്ന് ചില്ല് ചെയ്തേ. ആരാ പറയുന്നേ? ലോവർ സെൽഫ് നിങ്ങളുടെ ഉള്ളിൽ. കാരണം ഈ മൈൻഡ് സെറ്റ് ഉള്ള ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരുടെ ഉള്ളിൽ ഈ ലോവർ സെൽഫ് വരുന്ന ആരുടെ രൂപത്തിലായിരിക്കും? സ്പൈയുടെ രൂപത്തിലായിരിക്കും. എഴുതി വെച്ചോ, നാളെ ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന ചിന്തകൾ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇത് നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി പറയുന്നതല്ല. എടാ ഇച്ചിരി റെസ്റ്റ് എടുക്ക്, അല്ലെങ്കിൽ ഇച്ചിരി നീ ഇത് ചെയ്യ് എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല. മറ്റേ കട്ടപ്പ ബാഹുബലിനെ കുത്തുന്ന പോലെ നിങ്ങളെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്ന ചാരനാണ് ഈ പറയുന്ന സ്പൈ എന്ന് പറയുന്നത്. നിങ്ങൾ ഇഞ്ചിഞ്ചായിട്ടായിരിക്കും, ഒറ്റയടിക്ക് കൊല്ലത്തില്ല. വളരെ സ്ലോയിലായിരിക്കും ഈ സ്പൈ നിങ്ങളുടെ ഗ്രോത്ത് കൊല്ലുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വളർച്ചേനെ ഇല്ലാതാക്കി. ഈ ലോവർ സെൽഫിന് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ കംഫർട്ടാണ്. വളരെ മടിയനായിട്ട് വളരെ കംഫർട്ട് സോണിൽ ഇരിക്കുക എന്ന് പറയുന്നതാണ് ലോവർ സെൽഫിന് ഇഷ്ടം. റിസ്ക് എടുക്കാനൊന്നും ലോവർ സെൽഫിന് ഇഷ്ടമല്ല. ഈ ലോവർ സെൽഫ് എന്ന് പറഞ്ഞാൽ വളരെ വൃത്തികെട്ടൊരു ക്രീച്ചറാണ്. ഇപ്പൊ ഈ ലോവർ സെൽഫിന് ഇഷ്ടം നിങ്ങളെ ഏറ്റവും കംഫർട്ട് ആക്കി സുഖിപ്പിച്ച് വെക്കുക എന്നുള്ളതാണ് ലോവർ സെൽഫിന് ഇഷ്ടം. ഗോഡി ബ്രോ ഈ പറയുന്ന രാത്രിയിൽ 16 മണിക്കൂർ ഷിഫ്റ്റും കഴിഞ്ഞ് വീണ്ടും വർക്കൗട്ടും കഴിഞ്ഞ് രാത്രി ട്രേഡിംഗ് ഇരിക്കുന്നത് ആ ലോവർ സെൽഫിനെ ഓവർകം ചെയ്തുകൊണ്ടാണ്. നമുക്ക് മിക്ക ആൾക്കാർക്കും ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്ത് വേണ്ട, എല്ലാവർക്കും കംഫർട്ട് സോണിൽ ഇങ്ങനെ പോയാൽ മതി. അപ്പൊ എന്ത് ചെയ്യും? ഈ പറയുന്ന ബാക്കിയുള്ള ചാത്തന്മാരുടെ ഒക്കെ വിളിയും കേട്ട് അങ്ങനെ ഇരിക്കും. പക്ഷെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരുടെ ഉള്ളിൽ ഈ രൂപത്തിലായിരിക്കും വരുന്നത്, സ്പൈയുടെ രൂപത്തിൽ. റൈറ്റ്. സോ ഇത്രയും കാര്യം, ഈ 4 വോയിസ് നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ ഇതിൽ തന്നെ എനിക്ക് ഉറപ്പാണ് എല്ലാവരുടെയും ഉള്ളിൽ സ്പൈ ചാരന്റെ രൂപത്തിലായിരിക്കും ഈ ലോവർ സെൽഫ് വരുന്നത്. നിങ്ങളിലോട്ട് നോക്കുക. ഈ ലോവർ സെൽഫിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ മാജിക് ഒന്നുമില്ല. ഒറ്റ റീസണേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും, നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം വന്നാലും, നിങ്ങൾ ആദ്യം നിങ്ങളിലോട്ട് നോക്കുക, നിങ്ങളുടെ ഉള്ളിലോട്ട് നോക്കുക, നിങ്ങളുടെ ഇന്നർ സെൽഫിലോട്ട് നോക്കുക. നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടും? ഒരു പാറ്റേൺ കിട്ടും. രാഹുൽ ബ്രോയ്ക്ക് എന്ത് ലൈഫിൽ പ്രശ്നമാണെങ്കിലും, ട്രേഡിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാത്താണെങ്കിലും, എന്താണ് പ്രശ്നം? ഇപ്പൊ എക്സാമ്പിൾ ആണ്, രാഹുൽ ബ്രോ വർക്കൗട്ട് ചെയ്യുന്നില്ല, ഫിസിക്കലി ആക്ടിവിറ്റി എക്സസൈസിലൊന്നും ചെയ്യുന്നില്ല. ബ്രോയിലോട്ട് നോക്കുക. അപ്പൊ ബ്രോയ്ക്ക് ഒരു പാറ്റേൺ കിട്ടും. എന്താണ് ബ്രോയുടെ പ്രശ്നം? വർക്കൗട്ട് ചെയ്യാത്തതിന്റെ റീസൺ എന്താണ്? ഒരു പാറ്റേൺ കിട്ടും. ആ പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ അതിനുള്ളൊരു സൊല്യൂഷൻ കിട്ടും. ആ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക? അതിൽ നിന്ന് ഒരു 3 ഉത്തരങ്ങൾ എടുക്കുക, അടുത്ത ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. വാട്ട് ആൻഡ് റൈറ്റ് പോലെ തന്നെ ഒരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ 3 നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ഈ ഓപ്ഷൻ, രണ്ടാമത്തെ ഓപ്ഷൻ ഇതാണ് ഓപ്ഷൻ, മൂന്നാമത്തെ ഓപ്ഷൻ ഇതാണ്. ഇതിനകത്ത് ഏത് ഞാൻ സെലക്ട് ചെയ്യണം? കിട്ടി, കണ്ടിന്യൂ ചെയ്യുക. ട്രേഡിംഗിൽ ഇമോഷൻ കൺട്രോളിംഗ് ആണ് പ്രജ്വൽ ബ്രോയുടെ പ്രശ്നം. ബ്രോയിലോട്ട് നോക്കുക. അപ്പൊ ബ്രോയ്ക്ക് ഒരു പാറ്റേൺ കിട്ടും. ഏത് മൊമെന്റ്സിലാണ് ഈ പറയുന്ന ഇമോഷൻ കൺട്രോളിംഗ് അല്ലെങ്കിൽ ഈ പ്രശ്നം വരുന്നത്, അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഇതിനൊക്കെ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ള ഗോഡി ബ്രോ, നമ്മളിലോട്ട് നോക്കുക. നമ്മളിലോട്ട് നോക്കുമ്പോൾ നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടിയിരിക്കും. എന്ത് ലൈഫിൽ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളിലോട്ട് നോക്കുക. ഏറ്റവും നല്ല ഉത്തരം നിങ്ങൾക്ക് ഒരു മെന്റർക്കും, ഈവൻ അച്ഛനും അമ്മയ്ക്കും ഒന്നും നിങ്ങൾക്ക് അത്രയും നല്ലൊരു ഉത്തരം കിട്ടരുത്തില്ല. നിങ്ങൾക്ക് ഏറ്റവും നല്ല, ഇപ്പൊ എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഏറ്റവും നല്ല സൊല്യൂഷൻ കിട്ടുന്നത് ഞാൻ എന്നിലോട്ട് നോക്കുമ്പോഴാണ്. അത് ഈ പറഞ്ഞ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കത്തില്ല കിട്ടുന്നത്. നമ്മൾ ജസ്റ്റ് നമ്മൾ മാത്രമായിട്ട് കുറച്ച് സമയം കൊടുത്ത് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഈ 4 വോയിസ് ക്ലിയർ ആണല്ലോ. ഈ ചാത്തന്റെ 4 ലോവർ സെൽഫിന്റെ 4 വോയിസ് ആണ്. ഇതിൽ തന്നെ നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടതാണ് ഈ സ്പൈയുടെ രൂപത്തിൽ നിങ്ങളുടെ ലൈഫിനെ കുളം തോണ്ടാൻ വരുന്ന ഈ സ്പൈ ചാരനെ മനസ്സിലാക്കുക. ആ ചാരന്റെ ശബ്ദം, ആ ലിസണിങ് സ്കില്ല് നിങ്ങൾ കേൾക്കരുത്. ആ ചാരൻ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കരുത്, അതിനെ അവിടെ വിടുക. 2 രീതിയിലായിരിക്കും കേൾക്കുക. ഇപ്പൊ ഒരു തോട്ട് വരുന്ന സമയത്ത് ഒന്നെങ്കിൽ ആക്ഷൻ എടുക്കുക, 3, 2, 1 അവിടുന്ന് ചാടി എണീക്കുക, ഇല്ലെങ്കിൽ 3, 2, 1 ഒരു ഒറ്റ അടി കൊടുക്കുക. മറ്റേ ഹിറ്റ്ലർ സിനിമയ്ക്കകത്ത് ഓർമ്മയുണ്ടല്ലോ, മറ്റേ പുള്ളിയുടെ പേരെന്താ, നരേന്ദ്ര പ്രസാദോ, പുള്ളി പറയുന്ന സീനുണ്ടല്ലോ, അവളൊന്ന് ഉറക്ക കരഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ എന്ന് പറയത്തില്ലേ? ആ സെയിം സാധനം തന്നെ. ഷിയാസ് ബ്രോ പെട്ടെന്നൊരു ചാത്തൻ ഇങ്ങനെ ഉള്ളി വരുന്ന സമയത്ത് ഒരു ഒറ്റ അടി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിടന്നോളും, ഉറങ്ങി കിടന്നോളും. അപ്പൊ എന്താ ചെയ്യേണ്ട? ഒന്നെങ്കിൽ ഈ ചാത്തന്റെ ശബ്ദം കേൾക്കുന്ന സമയത്ത് ട്രേഡ് എടുക്കാൻ ഒരു ഇമോഷൻ തോന്നുക, ഫോമോ വരുക. നമ്മുടെ എൻട്രി പോയിന്റ് ചിലപ്പോൾ മുകളിലായിരിക്കും. അതിന് താഴേന്ന് എടുക്കാൻ തോന്നുന്ന സമയത്ത് ഒരു ഒറ്റ അടി കൊടുക്കുക, അവിടെ ഇരിക്കാന്ന് പറയാ. വേണേ 2 തെറിയും വിളിച്ചോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തെറി വിളിച്ചോ. നിങ്ങളെ അല്ല, ആ ചാത്തനെയാ വിളിക്കുന്നതെന്ന് ഓർത്താ മതി. എന്റെ സുരാജിന്റെ ഇപ്പോഴത്തെ സാധനം എനിക്ക് കൂടുതൽ പണിയുണ്ടല്ലടാ പട്ടി. ചാത്തൻ എന്താ അറിയോ? ക്ലോസ് ആക്കുന്ന ഒരു ചാത്തുണ്ട്. അപ്പൊ എന്താ, എൻട്രി എടുത്ത് റണ്ണിങ്ങാ, അവിടെ ക്ലോസ് ചെയ്യാൻ പോകുന്ന സമയത്ത് തോന്നല് വന്ന്, ഷിയാസെ മോനേടാ നീ ക്ലോസ് ചെയ്യ്, ഇത് ചിലപ്പോ ലോസ് ആയാൽ നിനക്ക് നഷ്ടം വരും. അപ്പൊ അത് പറയുന്ന ആരാ? നമ്മുടെ പ്ലാൻ എന്താ?
നമുക്കൊരു പ്ലാൻ ഉണ്ട്. നമ്മുടെ പ്ലാൻ എന്താ? 1:2 or nothing. അപ്പൊ ബ്രോ പ്ലാൻ നോക്കുക. അപ്പൊ ആ പറയുന്ന ആരാന്ന് മനസ്സിലാവും? ചാത്തനാന്ന് മനസ്സിലാവും. ഒരൊറ്റ അടി കൊടുക്കുക, ഫോൺ ഓഫ് ചെയ്യുക, വേറെ പരിപാടി പിടിക്കുക. ഓക്കെ, നമുക്ക് അതിലോട്ട് വരാം. സോ നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഇന്നത്തെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾ ഇന്ന് എടുത്തിട്ടുള്ള ഡിസിഷൻസ്, നിങ്ങൾ എടുത്തിട്ടുള്ള ഡിസിഷൻസിന്റെയും ഇൻഡിസിഷൻസ്, നിങ്ങൾ എടുക്കാണ്ട് പോയ ഡിസിഷൻസിന്റെയും സമ്മറിയാണ് നിങ്ങളുടെ കറന്റ് ലൈഫ്, നിങ്ങളുടെ ഇന്നത്തെ ലൈഫ്. നിങ്ങളുടെ ഇന്നത്തെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾ എടുത്തിട്ടുള്ള, ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങളും എടുക്കാണ്ട് പോയ തീരുമാനങ്ങളുടെ ആകെത്തുകയാണ് നിങ്ങളുടെ കറന്റ് ലൈഫ് എന്ന് പറയുന്നത്. ഇന്ന് നിങ്ങൾ ഇവിടെ എലൈറ്റ് ക്ലബിൽ സീനിയർ മെമ്പേഴ്സ് ആയിട്ട് 6 മാസത്തോളം നിങ്ങൾ എലൈറ്റ് ക്ലബിൽ വന്ന് നിൽക്കുന്ന സമയത്ത്, അന്ന് ഇൻസ്റ്റാഗ്രാം കണ്ട് അവിടുന്ന് കമ്മ്യൂണിറ്റിയിൽ വന്ന് ഞാൻ കണ്ടക്ട് ചെയ്തിട്ടുള്ള വെബിനാറിൽ വന്ന് ഇവിടെ വരെ എത്തിയത് എന്താ? അന്ന് നിങ്ങൾ എടുത്തൊരു ഡിസിഷൻ ആണ് മെന്റർഷിപ്പിൽ പോകണം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തത്. അവിടെ തൊട്ട് അതിന്റെ ഒരു ഡിസിഷൻസ് തുടങ്ങുവാണ്. ഇൻഡിസിഷൻസ്, നിങ്ങൾ എടുക്കാതെ പോയ പല തീരുമാനങ്ങൾ. ഇപ്പം ഷിയാസ് ബ്രോ ആ ഖത്തറിൽ പോയിട്ട് ആ ജോലി വേണ്ടാന്ന് വെച്ചത്, നാളെ ഒരു സമയത്ത് ബ്രോയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അത് അന്ന് എടുക്കാണ്ട് പോയത് നന്നായെന്ന് തോന്നും. എങ്ങനെ? നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ എടുത്തിട്ടുള്ളയും നമ്മൾ എടുക്കാണ്ട് പോയിട്ടുള്ള ഡിസിഷൻസിന്റെ ആകത്തുകയാണ്. ഗോഡിൻ ബ്രോ 25 വയസ്സിന് മുമ്പ്, ഗോഡിൻ ബ്രോ പലവട്ടം പറയുന്നതാണ്, 25 വയസ്സിന് മുമ്പുള്ള ഗോഡ്വിനും 25 വയസ്സിന് ശേഷമുള്ള ഗോഡ്വിനും ആനയും ഉറുമ്പ് തമ്മിലുള്ള വ്യത്യാസമുണ്ടെന്ന്. 25 വയസ്സിന് മുമ്പുള്ള ഗോഡ്വിൻ ഒരു വീക്കെൻഡ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നെന്നും, അതിനുശേഷം ഇപ്പൊ ഒരു കഴിഞ്ഞ 1 year ആയിട്ട് ഹസ്ൽ ചെയ്യുന്ന ഗോഡ്വിൻ എങ്ങനെയാണെന്നുള്ളത്. സോ അത് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസും ഇൻഡിസിഷൻസും ആണ്. ഗോഡ്വിൻ ബ്രോ അതൊന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ തീരുമാനങ്ങളും നമ്മൾ എടുക്കാണ്ട് പോയ തീരുമാനങ്ങളുമാണ് നമ്മുടെ ലൈഫ് എന്നുള്ളത്. തീർച്ചയായിട്ടും ബ്രദർ. എന്റെ ലൈഫ് എക്സ്പീരിയൻസ് സ്ട്രേറ്റ് പറയാനാണെങ്കിൽ, നന്ദുബ്രോ പറഞ്ഞ പോലെ 25 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഐ വാസ് ലിറ്ററലി എ പാർട്ടി ആനിമൽ. എനിക്ക് ഏറ്റവും ഇഷ്ടം പാർട്ടി ചെയ്യാനായിരുന്നു, ഏറ്റവും ഇഷ്ടം ഈ കള്ളു കുടിക്കാനായിരുന്നു, ഏറ്റവും ഇഷ്ടം പബ്ബിൽ പോകാനായിരുന്നു. അതായിരുന്നു എൻ്റെ ഒരു ലൈഫ്. അതായത് ഫ്രണ്ട്സുമായിട്ട് ചില്ല് ചെയ്യുക, പാർട്ടി ചെയ്യുക, കള്ളു കുടിക്കുക, പബ്ബിൽ പോവുക, ഈ രീതിയിലായിരുന്നു എൻ്റെ ലൈഫ് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷെ ഒരു തരത്തിലുള്ള ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതമായിരുന്നില്ല ആ സമയത്ത്. അപ്പൊ നന്ദുബ്രോ പറഞ്ഞ പോലെ ആ സമയത്തെ ഡിസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം റോങ് ഡിസിഷൻസ് ആയിരുന്നു. ഇപ്പം വളരെ ഈ പറഞ്ഞ പോലെ ജങ്ക് ഫുഡ് മാത്രം കഴിക്കുന്ന, ഈ പറയുന്ന രീതിയിൽ ആവശ്യത്തിലധികം മദ്യപിക്കുന്ന, ആ രീതിയിൽ എടുക്കുന്ന ഡിസിഷൻസ് എല്ലാം വളരെ റോങ് ആയിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ഒരു പോയിന്റ് എത്തി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ തന്നെ ഒന്ന് റിഫ്ലക്ട് ചെയ്തു. ഇപ്പൊ നന്ദുബ്രോ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അതായത് നമ്മളിലേക്ക് നമ്മൾ നോക്കുക എന്ന് പറഞ്ഞൊരു ഒരു പോയിന്റ്. അപ്പൊ ഞാൻ റിഫ്ലക്ട് ചെയ്തപ്പം ഈ ഒരു 2-3 വർഷക്കാലം എന്താണ് എന്റെ ജീവിതത്തിൽ ഒരു ഗ്രോത്ത് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് ഒരു മാറ്റം സംഭവിച്ചത് എന്ന് ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പം ഒന്നും സംഭവിച്ചില്ല. പ്രത്യേകിച്ച് കാര്യമായിട്ട് ഒന്നും സംഭവിച്ചില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓക്കെ, ഇങ്ങനെ പോയാൽ പോരാ, എനിക്ക് ഇതിൽ നിന്നൊരു മാറ്റം വേണം എന്നുള്ള ഒരു ഡിസിഷൻ ഞാൻ എടുക്കുന്നത്. ആ ഡിസിഷനാണ് ടേണിംഗ് പോയിന്റ്. അപ്പൊ അതിനുശേഷമാണ് ഈ പറഞ്ഞ രീതിയിൽ ഓക്കെ, ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യണമെന്നും അല്ലെങ്കിൽ മുന്നോട്ടേക്ക് ഇങ്ങനെ പോയാൽ പോരെന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നു. ലൈഫിൽ മാസീവ് ആയിട്ടുള്ള ചേഞ്ച്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പലർക്കും 10ാം ക്ലാസ്സും പ്ലസ് ടു ഒക്കെയാണ് ടേണിംഗ് പോയിന്റ് എങ്കിൽ എന്റെ ലൈഫിന് ടേണിംഗ് പോയിന്റ് നന്ദുബ്രോ ആണ്. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാനൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ട്രാക്കിലേക്ക് പയ്യെ വന്നതിന് ശേഷമാണ് നന്ദുബ്രോ ആയിട്ട് മീറ്റ് ചെയ്യുന്നത്. നമ്മുടെ ആ ഒരു 1-on-1 സെഷൻസും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പം ആ സമയത്ത് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ തീരുമാനങ്ങൾ, റൈറ്റ് ഡിസിഷൻസ് നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേനും പ്രകൃതി നമ്മുടെ കൂടെ നിൽക്കും, ബാക്കി നമ്മളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പൊ അപ്പോഴാണ് പിന്നെ നന്ദുബ്രോ മങ്ക് മോഡ്, അത് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ, ഇപ്പൊ ആസ് എ പേഴ്സൺ എനിക്ക് മങ്ക് മോഡ് കൊണ്ടുണ്ടായ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ഹോൾ പിക്ചറെ മാറി. ഐ മീൻ, ആൾക്കാരെന്നെ കാണുന്ന രീതി മാറി. അപ്പൊ ഇന്ന് പോലും ഞാനിപ്പോ ഇന്നൊരു ബിസിനസ് പരമായിട്ടുള്ള ഒരു മീറ്റിംഗിന് ചെന്ന് കഴിയുമ്പോൾ ആ പുള്ളിക്ക് എന്നോട് ഭയങ്കര റെസ്പെക്ട്. കാരണം ബ്രോ മറ്റേ മങ്കുകൊണ്ടൊക്കെ വീഡിയോ ഇത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡിങ് തുടങ്ങുന്നതും അതിലൂടെ മങ്ക് മോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഡോക്യുമെന്റ് ചെയ്യുന്നതും ഒക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ ഇറ്റ് ഓൾ സ്റ്റാർട്ട് ഫ്രം എ ഡിസിഷൻ. ഇപ്പൊ നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുക എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും കറക്റ്റ് ഒരു ഡിസിഷൻ എനിക്ക് എടുക്കാൻ പറ്റി. വേണ്ട, ഇതെല്ലാം ക്വിറ്റ് ചെയ്യാം, നമുക്കിനി മുന്നോട്ടേക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ വെച്ച് മുന്നോട്ടേക്ക് നീങ്ങാം, സ്കില്ല് പഠിക്കാം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ഇപ്പം നന്ദുബ്രോ ഉൾപ്പെടെയുള്ള ആളുകൾ എന്റെ ജീവിതത്തിലേക്ക് വരുന്നതൊക്കെ ആ ഡിസിഷനിൽ നിന്നാണ്. അപ്പം എപ്പോഴും നമ്മളിലേക്ക് നോക്കുമ്പോൾ
കറക്റ്റ് ഒരു ഡിസിഷൻ നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ ആരും അവിടുന്ന് ഇവിടുന്ന് ഒന്നും ആകാശത്തുനിന്ന് ഇന്നാ മോനെ നിനക്കുള്ള ഡിസിഷൻ എന്ന് പറഞ്ഞ് ആരും കൊണ്ട് ഇട്ട് തരത്തില്ല. ഇത് നമ്മളിലേക്ക് തന്നെ നമ്മൾ നോക്കുക, റിഫ്ലക്ട് ചെയ്യുക, കറക്റ്റ് ഒരു ഡിസിഷൻ കിട്ടും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ ലൈഫ് ഒന്ന് റിവൈൻഡ് ചെയ്യുക. ഇത്രയും നാളും ട്രാവൽ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത്ര നാളത്തെ എൻ്റെ ജീവിതം കൊണ്ട് എന്ത് മാറ്റമാണ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ എന്ത് ഗ്രോത്ത് ആണ് എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചെന്ന ഒറ്റ ചോദ്യത്തില് എനിക്ക് ഒരു റൈറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റി. അപ്പൊ ആ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ജീവിതത്തിൽ അനാവശ്യമായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നമുക്ക് നിർത്താനും മുന്നോട്ടേക്ക് റൈറ്റ് പാത്തിൽ കൃത്യമായിട്ടുള്ള പാത തെരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാനും സാധിക്കും. ആൻഡ് നന്ദുപോയപ്പോഴുള്ള ആളുകളെ ഇന്റഗ്രേറ്റേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രകൃതി നമുക്ക് അയച്ചു തരും. അവനെ ഒന്ന് പോയി ശരിയാക്കുക എന്ന് പറഞ്ഞ് പ്രകൃതി നമുക്ക് കൃത്യമായിട്ട് അയച്ചു തരും ഇങ്ങനെ നമുക്ക് മെന്റേഴ്സ് ആയിട്ട്. അപ്പം വാട്ട് യു ഓൾ ഹാവ് ടു ഡു ഈസ് നിങ്ങളിലേക്ക് തന്നെ നോക്കുക, കറക്റ്റ് ഡിസിഷൻ എടുക്കുക. താങ്ക് യു സോ മച്ച്. യെസ്. സോ വധു ബ്രോ, നമ്മൾ ഇതുവരെ നോക്കിയ കാര്യങ്ങൾ എന്താ? നമ്മൾ ആദ്യം മനസ്സിലാക്കിയത് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഏറ്റവും ഹൈ ഇൻകം സ്കില്ലാണ്. അതിന്റെ വിജയവും തോൽവിയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളെന്ന് പറയുന്ന വ്യക്തിയാണ്. നമ്മളുടെ ഉള്ളിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഇന്നർ സെൽഫ് ഉണ്ട്. ആ ഇന്നർ സെൽഫിനകത്ത് രണ്ടാൾക്കാരുണ്ട്. ആരൊക്കെയാണ് വധു ബ്രോ? ഹയർ സെൽഫും ലോവർ സെൽഫും. അതെ, ഒരു ലോവർ സെൽഫ് ഉണ്ട്, പിന്നെ ഒരു ഹയർ സെൽഫ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും നേരം നോക്കിയത് ആരെയാണ്? ലോവർ സെൽഫിനെയാണ്. ഈ ലോവർ സെൽഫ് എന്ന് പറയുന്നത് ഒരു വളരെ വൃത്തികെട്ട നമ്മുടെ ഗ്രോത്തിനെ സമ്മതിക്കാത്ത ഒരു ക്രീച്ചറാണ്. ഈ ലോവർ സെൽഫിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്? ബൈ ലിസണിങ് സ്കിൽ. നമ്മുടെ ബ്രെയിനിലോട്ട് നമുക്കൊരു ചിന്ത വരുവാണ്, ഒരു തെറ്റായിട്ടുള്ള ഒരു ലോവർ സെൽഫിലുള്ള ചിന്ത വരുവാണെങ്കിൽ എന്ത് ചെയ്യണം? അത് ലോവർ സെൽഫിന്റെ ആണെന്ന് മനസ്സിലാക്കി നമുക്ക് അവിടെ ആക്ഷൻ എടുക്കാൻ പറ്റണം. പിന്നെ അതേപോലെ 4 തരത്തിലാണ് ഈ ഇമോഷൻസിൽ കൂടാണ് ലോവർ സെൽഫ് നമ്മുടെ ഉള്ളിലോട്ട് കയറുന്നത്. 4 ഇമോഷൻസിൽ കൂടെ ആയിരിക്കും കയറുന്നത്. ഏതൊക്കെയായിരുന്നു മധു ബ്രോ? ഒന്ന് കോവാർഡ്. യെസ്, കോവാർഡ്. റെബൽ. 2 റിബൽ. 3 സ്കെപ്റ്റിക്. പിന്നെ 4 സ്പൈ. ഇതിൽ തന്നെ ഏറ്റവും ഡേഞ്ചറസ്, നമ്മളെ പോലുള്ള ഗ്രോത്ത് മൈൻഡ് സെറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ് അശ്വിൻ ബ്രോ, സ്പൈ. നമ്മളിൽ ഒരാളായിട്ട് നമ്മളെ ഒന്ന് സുഖിപ്പിച്ച് നമ്മളെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നതാണ്. മറ്റേന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്കാൻ കൊല്ലത്തേ ഉള്ളൂ, അത് കുഴപ്പമില്ല. ഈ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്ന പരിപാടിയാണ് ഏറ്റവും പാടെന്ന് പറയുന്നത്. നമ്മളിൽ ഒരാളായിട്ട് ഇന്ന് ചതിച്ചു കൊല്ലുക എന്ന് പറയും. നമ്മുടെ ഉള്ളില് നമ്മുടെ ഗ്രോത്തിനെ കൊല്ലുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോത്തിനെ, നമ്മുടെ സക്സസിനെ ഇല്ലാണ്ടാക്കി മടിയനായിട്ട് കംഫർട്ട് സോണിൽ ഇരുത്തുന്നതാണ് ഈ സ്പൈ ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ പോയാൽ പോരാ. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച്, അപ്പൊ നമ്മളിപ്പം നാളത്തോട് ജസ്റ്റിൻ ബ്രോ ആണെങ്കിൽ സ്വന്തമായിട്ട് കൺട്രോൾ എല്ലാം ചെയ്ത് ബ്രോയുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലോട്ട് വന്ന് ഈ പറയുന്ന ലോവർ സെൽഫിന്റെ ശബ്ദങ്ങളൊന്നും ബ്രോയിനെ അഫക്ട് ചെയ്യാത്തൊരു സ്റ്റേജിലോട്ട് വന്ന്, അവിടാണ് അടുത്ത ചാത്തന്റെ കളി വരുന്നത്. ആൾക്കാരുടെ രൂപത്തിൽ, ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുടെ രൂപത്തിൽ നിങ്ങളുടെ ഗ്രോത്തിനെ ഇല്ലാതാക്കാൻ ചാത്തൻ വരും. അതായത് പ്രജ്വൽ ബ്രോ ബ്രോയിനെ കൺട്രോൾ ചെയ്ത് ബ്രോയുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ച് ഇതെല്ലാം സെറ്റ് ചെയ്തപ്പോഴത്തേന് എന്ത് സംഭവിച്ചു? ഈ നെഗറ്റിവിറ്റി, ഈ ചാത്തൻ എന്ന് പറയുന്നത് ആൾക്കാരുടെ രൂപത്തിൽ വരും. പ്രധാനമായിട്ട് 5 തരത്തിലാണ് ഈ ഒരു ടോക്സിക് ട്രേറ്റ്സ് ഉള്ളത്. ഈ 5 തരം ഞാൻ പറയാം. ഇത് പറയുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി വെച്ചിട്ട്, ഞാൻ ഇത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കറന്റ് ലൈഫിലുള്ള, ഇപ്പൊ നിങ്ങൾ എലൈറ്റ് ക്ലബ്ബിൽ വന്നതിന് ശേഷം നിങ്ങളുടെ സർക്കിള് ഞാൻ വിശ്വസിക്കുന്നത് വളരെ കുറവായിരിക്കും. കാരണം നിങ്ങൾക്ക് മറ്റു പല സർക്കിളിനകത്തും ചേരാത്ത പോലൊക്കെ ഫീൽ ചെയ്യുമായിരിക്കും. ഈ പറയുന്ന നോർമൽ കോൺവെർസേഷൻസ് ഒന്നും പറ്റാണ്ടാവും. എങ്കിലും നിങ്ങളുടെ കറന്റ് ലൈഫിനകത്ത് ഞാൻ ഈ പറയുന്ന ക്യാരക്ടർ സ്വഭാവമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേര് ചാറ്റിൽ ഒന്നും ഇടണ്ട, നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി വെക്കുക. നിങ്ങൾ അതൊന്ന് റീതിങ്ക് ചെയ്യണം. ഓക്കെ, ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ദ എനർജി ഡ്രെയിനർ. ഒന്നാമത്തെ ടോക്സിക് പീപ്പിൾ ആണ് എനർജി ഡ്രെയിനേഴ്സ്. ഈ ഒരു ചില ആൾക്കാരുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് നദീർ ബ്രോ, നമുക്കങ്ങ് ഇപ്പൊ ഈ ഒരു സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് എങ്ങനെ ഇരിക്കുന്നത്? വളരെ എനർജറ്റിക് ആയിട്ട്, വളരെ വെയിറ്റ് ചെയ്ത് ഒരു ഹയർ സെൽഫിലാണ് നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്നത്. പക്ഷെ ചില ആൾക്കാരുടെ കൂടെ ഒരു 10 മിനിറ്റ് സംസാരിച്ചാൽ മതിയായിരിക്കും, നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ എനർജിയൊക്കെ പോയി ഒരു ഉഷാറില്ലാത്ത പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അങ്ങനെ എല്ലാ ദിവസവും അല്ലെങ്കിൽ നിങ്ങളുടെ സർക്കിളിനകത്ത് ഈ എനർജി ഡ്രെയിനേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ എനർജീനെ, കാരണം നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് ആണ് നമ്മുടെ എനർജി. ഹൈ എനർജിയിൽ ഓപ്പറേറ്റ് ചെയ്താലേ നമുക്ക് ആ ഒരു ഹൈ സക്സസ് അല്ലെങ്കിൽ ഈ പൈസ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് നല്ല എനർജി വേണം. ആ എനർജീനെ ഡ്രെയിൻ ചെയ്യുന്ന, നിങ്ങളുടെ എനർജീനെ ഡ്രെയിൻ ചെയ്യുന്ന ക്യാരക്ടർ ഉള്ള ആൾക്കാരാണ് ഒന്നാമത്തെ ടോക്സിക് ആൾക്കാർ. ഇങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അവരുടെ പേരും കൂടെ എഴുതി വെച്ചോ. രണ്ടാമത്തെയാണ് ദ ഫേക്ക് കോംപ്ലിമെന്റർ.
നമുക്ക് നല്ല കോംപ്ലിമെന്റ്സ് നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ചില ആൾക്കാരുണ്ടായിരിക്കും നമ്മളെ വലിയ താല്പര്യമൊന്നും കാണത്തില്ല, പക്ഷെ എന്ത് ചെയ്താലും ഇങ്ങനെ ഫേക്ക് ആയിട്ട് നമുക്കത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ആത്മാർത്ഥമായിട്ടുള്ള ഒരു പുകഴ്ത്തലല്ല, അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള ഒരു കോംപ്ലിമെന്റ് അല്ല നമുക്ക് മനസ്സിലാവും. ഇപ്പം നമ്മളിപ്പോ ജെന്യുവൻലി ഇപ്പൊ നമ്മുടെ ഈ സെഷൻ കഴിയുന്നു, ഇപ്പൊ നമ്മുടെ എലൈറ്റ് ക്ലബിനകത്ത് ഇപ്പൊ ഒരാൾ നല്ല ട്രേഡ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യും. ഇപ്പം ഒരാൾ ഫണ്ടർ അക്കൗണ്ട് പാസ്സായി, നമ്മൾ ജെന്യുവൻലി അപ്രിഷിയേറ്റ് ചെയ്യും. ഇതല്ലാണ്ട് ചില സമയത്ത് നമ്മുടെ ലൈഫിൽ, നമ്മുടെ ചുറ്റുപാടില് നമ്മളെ ചുമ്മാ അങ്ങ് എപ്പോഴും ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അതും ഭയങ്കര ഇതാണ്, വിഷമാണ്. ഇപ്പൊ നമ്മുടെ വടക്കൻ സെൽഫിക്കകത്ത് നിവിൻ പോളി അജു വർഗീസിനകത്തോട്ട് പറയുന്നത് കഴിവില്ലാത്തവന് കഴിവില്ലാന്ന് ആദ്യം തുറന്ന് സമ്മതിക്കണമെന്ന് പറയുന്ന സീൻ ഓർമ്മയുണ്ടല്ലോ. അതേപോലെ നമ്മുടെ ലൈഫിൽ ആ ഫേക്ക് ആയിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. മൂന്നാമത്തത് ദ ക്രിട്ടിസൈസർ. നമ്മൾ എന്ത് ചെയ്താലും ഒരു സപ്പോർട്ടും തരാത്ത, നമ്മളെ എപ്പോഴും ക്രിട്ടിസൈസ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അതായത് ഫേക്ക് കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താലും പുകഴ്ത്തലാണ്. പിന്നുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര നല്ലത് ചെയ്താൽ പോലും ആ നല്ലതിനെ കാണാണ്ട് എപ്പോഴും നമ്മളെ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെ? സോ അതും ഭയങ്കര ടോക്സിക് ആണ്. എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ന്യൂട്രൽ ഉണ്ടല്ലോ, അതായത് നമ്മളോട് ഇഷ്ടമുള്ള, നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയുന്ന, മോശം കണ്ടാൽ നമ്മളോട് ഇഷ്ടം ഉണ്ടെങ്കിലായിരിക്കും ആൾക്കാർ നമ്മൾ ബെറ്റർ ആവും. ഞാനിപ്പം പ്രജ്വൽ ബ്രോ ഒരു മിസ്റ്റേക്ക് ചെയ്ത് ട്രേഡിങ്ങിനകത്ത്, ഞാൻ ചിലപ്പം ബ്രോ അത് തെറ്റാണ്, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ്, അത് ഇമ്പ്രൂവ് ചെയ്ത് അടുത്ത വട്ടം ബെറ്റർ ആവാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മുടെ ജിമ്മിൽ നമ്മുടെ ട്രെയിനേഴ്സ്, ഇപ്പം എന്റെ അടുത്ത് ഇപ്പൊ എന്റെ ട്രെയിനർ ആയിട്ടുള്ള ആശാൻ പറയും, എടാ നീ ഇത്, നമ്മൾ ചിലപ്പോൾ വഴക്ക് പറയായിരിക്കും, അതൊക്കെ എന്താ നമ്മൾ ഇമ്പ്രൂവ് ആവാൻ വേണ്ടി. എനിക്ക് അതിന്റെ ഒരു ന്യൂട്രൽ ഇഷ്ടം. എങ്കിൽ വഴക്ക് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാലോ, അത് ടോക്സിക് ആണ്. നമ്മൾ നല്ലത് ചെയ്യുന്ന സമയത്ത് നല്ലതാണെന്നും പറയണം, മോശം ചെയ്യുന്ന സമയത്ത് അത് മോശമാണെന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്യണം. അല്ലാണ്ട് ഫേക്ക് കോംപ്ലിമെന്ററും ദ ക്രിട്ടിസൈസറും ടോക്സിക് ട്രേറ്റ്സ് ആണ്. നാലാമത്തെയാണ് ദ മാനിപ്പുലേറ്റർ. എന്ത് പ്രശ്നം ഉണ്ടായതിനു ശേഷം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്ന അറിയാലോ, മാനിപ്പുലേറ്റ് ചെയ്യും, അല്ലെ? മാർക്കറ്റിനെ നമ്മളെ കബളിപ്പിക്കാന്ന് പറയും. ഇതേപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഇപ്പൊ നമ്മളുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന ആൾക്കാരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് പിന്നെ അവരതിനെ അങ്ങ് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെ? അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ നിന്ന് രക്ഷപ്പെട്ടോ. അടുത്ത ലാസ്റ്റ് അഞ്ചാമത്തെയാണ് ദ വിക്ടിം പ്ലേ. എരവാദം എന്ന് മലയാളത്തിൽ പറയും, ദ വിക്ടിം പ്ലേ. എന്ത് ചെയ്തിട്ടും അവരായിരിക്കും ചിലപ്പോൾ ആ തെറ്റ് ചെയ്യുന്നത്, പക്ഷെ അവസാനം എരവാദം മുഴക്കാന്ന് മലയാളത്തിൽ പറയും, ദ വിക്ടിം പ്ലേ. ഇതിനകത്ത് എന്തോ ഹലോ ഓക്കെ. സോ 5 ടൈപ്പ് ഓഫ് ടോക്സിക് ട്രേറ്റ്സ് ആണുള്ളത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ചിരികൾ കണ്ടത് നദീർ ബ്രോയിലാണ്. നദീർ ബ്രോ 5 പെട്ടെന്ന് പറഞ്ഞേ. എനിക്ക് എല്ലാത്തിനകത്ത് 2-3 ആൾക്കാരെ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പേരൊന്നും പറയണ്ട. ഫസ്റ്റത്തത് എനർജി ട്രെയിനർ. മീൻസ് നമ്മൾ 5 മിനിറ്റ് സംസാരിച്ച് അല്ലെങ്കിൽ 10 മിനിറ്റ് സംസാരിച്ചാൽ നമ്മളെ മീൻസ് നമ്മളെ ആ ഒരു എനർജി, നമ്മളെ ഒരു ഹയർ സെൽഫ് അല്ലെങ്കിൽ നമ്മളൊരു ഇതുണ്ടാവും, ഒരു പവർ ഉണ്ടാവില്ല, ആ പവർ പട്ട ഇല്ലാതാക്കി തരുന്ന കുറച്ച് ആൾക്കാര്. പിന്നെ ഫേക്ക് കോംപ്ലിമെന്ററി മീൻസ് നമ്മള് ചെറിയ എന്തെങ്കിലും കാര്യം ചെയ്താൽ ഒരു കളിയാക്കുന്ന രൂപത്തിൽ ഇങ്ങനെ ഇതാക്കുമല്ലോ, മൂന്നാമത്തെ ക്രിട്ടിസൈസർ. നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതിൽ നല്ലത് കാണാതെ എപ്പോഴും അതിന്റെ ബാഡ് സൈഡ് മാത്രം പറയാം. മീൻസ് ഒരു നല്ലൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരു 100 കാര്യം ചെയ്ത് കൊടുത്താലും ഒരു ബാഡ് സൈഡ് മാത്രം പുരിച്ചെങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട സ്വഭാവം ക്രിട്ടിസൈസർ ആയിട്ട് എല്ലാം പറയാം. നാലാമത്തെ മാനിപ്പുലേറ്റർ. മീൻസ് പക്ക നമ്മളെ മാർക്കറ്റ് ചെയ്യണ മാതിരി തന്നെ നമ്മളെ എന്താ പറയാ, ഇപ്പൊ ഇങ്ങനെ പറയാൻ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞുതരാൻ പറ്റും, പക്ഷെ മാനിപ്പുലേറ്റ് നമ്മളെ ഓരോ കാര്യങ്ങൾ എന്താ പറയാ മാനിപ്പുലേറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ലാസ്റ്റ് വിക്ടിം പ്ലേ. എന്ത് ചെയ്താലും ഒരു വിക്ടിമായിട്ട് ലാസ്റ്റ് ഇങ്ങനെ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെയാണോ തലക്കിട്ട് എല്ലാം കൂടെ വെച്ച് തരും, അല്ലേ? ആ ഒരു മനുഷ്യത്തിലുള്ള ആൾക്കാർ ആണെന്ന്. ഇതിനകത്ത് എത്ര പേരെ കിട്ടി ലൈഫില് എഴുതി വെച്ച്? പേര് പറയണ്ട, എത്ര പേരെ കിട്ടി? ഒരു 10-15 ആൾക്കാരുണ്ട്. യെസ്. സോ ഉറപ്പായിട്ടും ഈ ക്യാരക്ടർ ട്രൈറ്റ് ഉള്ള ആൾക്കാരെ ഫുള്ള് ടോക്സിക് ആൾക്കാരെ ചുറ്റുപാട് നിൽക്കുന്നത് സത്യം പറയാലോ. ഉറപ്പായിട്ടും അല്ല, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എടുത്ത ഡിസിഷൻസും ഇൻഡിസിഷൻസും ആണ് നമ്മുടെ കറന്റ് ലൈഫ്. ഞാൻ എന്റെ ലൈഫിൽ ഒരുപാട് ആൾക്കാർ, അത് അവര് നല്ലതോ മോശമോ എന്നുള്ളതല്ല, നമ്മുടെ ലൈഫിൽ എന്റെ ഗ്രോത്ത്, നമ്മുടെ എല്ലാം ബേസിക് നീഡ് ഗ്രോത്ത് ആണ്, വളർച്ചയാണ്, നമുക്ക് വളരാനുണ്ട്. അതുള്ള സമയത്ത് നമ്മൾ പല ആൾക്കാരുടെ അടുത്ത് ബൈ ബൈ പറയേണ്ടതായിട്ടുണ്ട്. നമ്മൾ പല ആൾക്കാർ ഇത് ഒറ്റയടിക്ക് ഒഴിവാക്കാന്നുള്ളതല്ല, പക്ഷെ എങ്കിലും
ബുദ്ധിപൂർവ്വം ഈ പറയുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ ഒരു അകലം പാലിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ഇതില് ആണ്. ഞാൻ പറയുകയാണെങ്കിൽ എനിക്കുണ്ടായിരുന്നു. എനിക്കിപ്പോ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴത്തെ ഒരു കൊല്ലായിട്ട് ഒരു സത്യം പറയുകയാണെങ്കിൽ ഇതില് ഈ 5 എഴുതിയാലും എന്റെ സർക്കിളിൽ ഇതുവരത്തെ ആൾക്കാരില്ല ഇപ്പൊ വെരി നിലവിൽ. ഗുഡ്, വെരി ഗുഡ്. ആ രീതിയിലോട്ട് നമ്മൾ മാറി. ഇതിനകത്ത് ഒരാൾ പോലും നമ്മുടെ ഇപ്പൊ എന്റെ സർക്കിൾ എടുക്കുവാണെങ്കിൽ ഞാൻ ഇടപെടുന്ന ആൾക്കാരിൽ ഒരാൾ പോലും ഇതില്ല എന്നുള്ളത് ഞാൻ ഉറപ്പുവരുത്തും. ഇതിൽ മാത്രമല്ല, എന്റെ കമ്മ്യൂണിറ്റിയിൽ, എന്റെ എലൈറ്റ് ക്ലബിൽ, ഇപ്പൊ ഞാനിപ്പോ ഒരാളെ നമ്മുടെ എലൈറ്റ് ക്ലബിലോട്ട് ഇൻവൈറ്റ് ചെയ്തു, ഇപ്പൊ മെന്റർഷിപ്പ് ബാച്ചിൽ, ഞാൻ നിങ്ങളുടെ കഴിവിന്റെ ഒപ്പം തന്നെ ഈ കാര്യങ്ങൾ ഉറപ്പായിട്ടും നോക്കും. കാരണം ഇതിനകത്ത് വന്നിട്ട് ഒരു പോയിസൺ, ഒരു വിഷമുള്ള ഒരാൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊത്തത്തിലുള്ള ഇത് തന്നെ മാറും. സോ ലൈഫിലും നിങ്ങൾ നാളെ എന്ത് ബിസിനസ് ചെയ്താലും വാട്ട് എവർ എന്ത് ചെയ്താലും ഈ ഒരു കാര്യം, ഈ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. സോ അത് മാനേജ് ചെയ്ത് പോവാം. ഓക്കെ. കാരണം ഈ ചാത്തൻ, ഈ ലോവർ സെൽഫ്, ഇപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ ഉള്ളിലാണ് പിടിപിടിക്കുന്നത്. നമ്മളുടെ ഉള്ളിൽ അത് ബെറ്റർ ആയി കഴിഞ്ഞാൽ അടുത്ത ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന ആൾക്കാരുടെ രൂപത്തിലായിരിക്കും നമ്മുടെ ഉള്ളിലോട്ട് വരുന്നത്. അപ്പൊ അതിനെ നിങ്ങൾ മനസ്സിലാക്കാം. സോ ചാത്തനെ നമുക്ക് സൈഡിലോട്ടാക്കാം. ചാത്തനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ചാത്തനെ റെഡ്യൂസ് ചെയ്യേണ്ടത് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. ചാത്തനെ ഇനി റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരാളെ പറ്റി പഠിക്കണം. അതാണ് ഹയർ സെൽഫ് അല്ലെങ്കിൽ പോസിറ്റിവിറ്റി. ഹയർ സെൽഫ് അല്ലെങ്കിൽ പോസിറ്റിവിറ്റി ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, നമ്മുടെയൊക്കെ ഉള്ളിൽ ശരിക്കും നമ്മുടെ പൊട്ടൻഷ്യലിന്റെ ഒരു 10% പോലും നമ്മൾ ആരും, ഇൻക്ലൂഡിങ് മീ, ഇൻക്ലൂഡിങ് യു, ആരും യൂസ് ചെയ്യുന്നില്ല. ഒരു 10% പോലും നമുക്ക് ഉള്ളിലുള്ള പൊട്ടൻഷ്യലിന്, നമ്മുടെ കപ്പാസിറ്റിന്റെ 10% പോലും നമ്മൾ മനുഷ്യന്മാർ യൂസ് ചെയ്യുന്നില്ല. ഹയർ സെൽഫ് എന്ന് പറയുന്നത് എഴുതിക്കോ. ഹയർ സെൽഫ് ഈസ് ദ പാർട്ട് ഓഫ് യു. ഹയർ സെൽഫ് ഈസ് ദ പാർട്ട് ഓഫ് യു. നമ്മുടെ ഉള്ളിലെ പാർട്ടാണ്. ക്യാൻ അച്ചീവ് എനിത്തിങ്. നമുക്ക് എന്തും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഉള്ളിലെ ഒരു പാർട്ടാണ് ഹയർ സെൽഫ് എന്ന് പറയുന്നത്. ഹയർ സെൽഫ് ഈസ് ദ പാർട്ട് ഓഫ് യു, ക്യാൻ അച്ചീവ് എനിത്തിങ്. ഹയർ സെൽഫിന് ഒരു പ്രത്യേകതയുണ്ട്. ഹയർ സെൽഫ് ഭയങ്കര ബാലൻസ്ഡ് ആയിരിക്കും. എല്ലാം ഭയങ്കര ബാലൻസ്ഡ് ആയിട്ടായിരിക്കും ഹയർ സെൽഫ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫോക്കസ്ഡ് ആയിരിക്കും. ഹയർ സെൽഫിലുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ ഇടപെടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഹയർ സെൽഫിൽ കൂടുതൽ നിൽക്കുന്ന, ഹയർ സെൽഫിൽ ഇടപെടുന്ന ആൾക്കാർ എപ്പോഴും അവർ ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും. അവര് ഭയങ്കര ബാലൻസ്ഡ് ആയിരിക്കും. ഈ പറയുന്ന അനാവശ്യ പരിപാടികളിലൊന്നും പോകാണ്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് അവരവരുടെ കാര്യം നോക്കി പോകുന്ന ആൾക്കാരായിരിക്കും കൂടുതലും ഹയർ സെൽഫിലുള്ളത്. ഈ ഹയർ സെൽഫ് എന്ന് പറയുന്ന ആ ഒരു പോസിറ്റിവിറ്റിക്ക് നമ്മുടെ ലൈഫിൽ എന്തും നമുക്ക് നേടിത്തരാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ വിചാരിക്കുന്നത്, എങ്ങനെയാണ് നന്ദു ബ്രോ നമുക്ക് ഒരു ദിവസത്തിൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ഹയർ സെൽഫിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ, അതായത് ഇപ്പം ഗോഡിയം ബ്രോ ഒരു കാര്യം ചെയ്യാൻ വരുവാണ്, ഒരു ക്ലാസ് എടുക്കാൻ വരുവാണ്, അല്ലെങ്കിൽ ഇപ്പം വാട്ട് എവർ എന്തെങ്കിലും, ഇപ്പം ജിമ്മിൽ പോകുന്നത്, അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യുവാണെങ്കിലും 2 രീതിയിൽ ആ കാര്യത്തെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്കൊരു ലോവർ സെൽഫിൽ ഇപ്പം ഒന്ന് പുറത്തു പോവാണ്, ചടഞ്ഞുകൂടി വാഷ് ചെയ്യാത്ത ഉടുപ്പ് എടുത്തിട്ട്, അല്ലെങ്കിൽ ചുളുങ്ങി ഉടുപ്പിട്ട് നമുക്ക് പോവാം. അതല്ലെങ്കിൽ ഗോഡിബ്രോയ്ക്ക് രാവിലെ എണീറ്റ് നന്നായിട്ട് കുളിച്ച് വൃത്തിയായിട്ട് നല്ല അയൺ ചെയ്ത ഉടുപ്പൊക്കെ ഇട്ട് അങ്ങനെ പോവാം. പർപ്പസ് സെയിം ആണ്, പുറത്തു പോകാന്നുള്ളത്. പക്ഷെ 2 രീതിയിൽ നമുക്ക് അതിനെ ഓപ്പറേറ്റ് ചെയ്യാം. ഇതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ട്രേഡിംഗ് ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ എന്ത് കാര്യം നമ്മൾ ചെയ്താലും നമുക്ക് 2 രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. നമുക്കൊരു ഹയർ സെൽഫിൽ നിന്നുകൊണ്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്യാം, ഒരു ലോവർ സെൽഫിൽ നിന്നുകൊണ്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഒരു ദിവസം, നമ്മുടെ ഒരു 24 hours ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്രത്തോളം ഹയർ സെൽഫിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ഇതിന് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ അതാണ് ഇനി ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ഒരു ദിവസത്തിൽ ഈ ചാത്തനെ ഒഴിവാക്കിക്കൊണ്ട് മാക്സിമം ഹയർ സെൽഫിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത് ഞാൻ പേഴ്സണലി ചെയ്യുന്നതാണ്. ഒന്നാമത്തെ കാര്യം, ഒരു പ്രോപ്പർ ആയിട്ടുള്ള മോർണിംഗ് റൊട്ടീൻ എനിക്കുണ്ട്. മോർണിംഗ് റൊട്ടീൻ, ഒരു വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള, വെൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള മോർണിംഗ് റൊട്ടീൻ എനിക്കുണ്ട്. കാരണം ഒരു ദിവസത്തിന്റെ തുടക്കം, നമ്മൾ എഴുന്നേക്കുന്ന തുടക്കം, നമ്മുടെ പ്രജ്വൽ ബ്രോ രാവിലെ എണീക്കുന്നത്, രാവിലെ കണ്ണ് തുറക്കുന്നതിന് മുമ്പ് തന്നെ കട്ടിൽ തപ്പുന്നത് ഫോൺ എവിടാന്നാണെങ്കിൽ, രാവിലെ ഫോൺ എടുത്ത് ഇൻസ്റ്റഗ്രാം എടുത്ത് മറ്റുള്ളവരുടെ ലൈഫ് നോക്കി, മറ്റുള്ള ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നതൊക്കെ ഒരു അരമണിക്കൂർ നോക്കിയതിന് ശേഷമാണ് എണീക്കുന്നെങ്കിൽ അന്നത്തെ ദിവസം പ്രജ്വൽ ബ്രോയുടെ ഉള്ളിൽ ചാത്തനായിരിക്കും കൂടി കയറുന്നത്. കാരണം അന്ന് രാവിലെ എണീക്കുമ്പോ തൊട്ട് ആദ്യത്തെ ആ ഒരു മോർണിംഗ് ഒരു 1 hour, ആ ഒരു 1 hourൽ നമ്മൾ ആ ടൈമിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത് ആ ഒരു ദിവസത്തിന്റെ ഒരു ടോൺ സെറ്റ് ചെയ്യാന്ന് പറയും. സോ ഞാൻ അതിനുവേണ്ടി ചെയ്തൊരു പരിപാടിയാണ്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള മോർണിംഗ് റൊട്ടീൻ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, രാവിലെ എണീക്കുന്ന സമയത്ത് ഒരു ഫിക്സ്ഡ് പ്രോപ്പർ റൊട്ടീൻ നിങ്ങൾക്ക് വേണം. ആ റൊട്ടീനകത്ത് രാവിലെ എണീറ്റ് ആദ്യം തന്നെ ഫോൺ നോക്കുന്നത്, അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഉണ്ടാവാൻ പാടില്ല.
ഹയർ സെൽഫിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോർണിംഗ് റൊട്ടീൻ നിങ്ങൾക്ക് വേണം. ഞാൻ ഇത് സെറ്റ് ചെയ്തപ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ഒരു പ്രോപ്പർ മോർണിംഗ് റൊട്ടീൻ ഒക്കെ കഴിഞ്ഞ് ഒരു നല്ല മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് ജേർണലിങ്ങും, ഞാൻ രാവിലെ ജേർണൽ ചെയ്യാറുണ്ട് ഈ പറയുന്ന പോലെ കഴിഞ്ഞ ദിവസത്തെ പറ്റിയിട്ടും അന്നത്തെ ദിവസത്തെ പ്ലാൻസ് ഒക്കെ ഞാൻ എഴുതും. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഗോഡി ബ്രോ ഉച്ച വരെയുള്ള എനർജി എനിക്ക് രാവിലെ കിട്ടും. അതായത് രാവിലത്തെ മോർണിംഗ് റൊട്ടീൻ കൊണ്ട് ഫുൾ ഡേ ഓടാനുള്ള എനർജി കിട്ടത്തില്ല. പക്ഷെ രാവിലെ ഒരു മോർണിംഗ് റൊട്ടീൻ സെറ്റ് ചെയ്യുമ്പോഴത്തേന് ഉച്ച വരെ ഓടാനുള്ള എനർജി ഒരു ഹയർ സെൽഫ് ദൈവം അല്ലെങ്കിൽ പോസിറ്റിവിറ്റി എന്റെ ഉള്ളിൽ കിട്ടും. പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്, ഉറപ്പായിട്ടും നമുക്ക് ഹയർ സെൽഫ് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്ന സാധനം വളരെ സഹായിക്കും, വളരെ ഫോക്കസ്ഡ് ആയിട്ട്. കാരണം ഈ പറയുന്ന ചാത്തനും ഈ പറയുന്ന ലോവർ സെൽഫും ഹയർ സെൽഫും ഒക്കെ ആരുടെ ഉള്ളിലുള്ളത്? നമ്മുടെ ഉള്ളിലാണ് ഉള്ളത്. നമ്മളിലോട്ട് നോക്കാൻ, ഈ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള വേൾഡിൽ നമ്മളിലോട്ട് നോക്കാനുള്ള ഏറ്റവും നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള മെത്തേഡാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് രാവിലെ മാത്രമൊന്നുമല്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം. രാവിലെ നിങ്ങൾ ഞാൻ എന്റെ മോർണിംഗ് റൊട്ടീനകത്ത് മെഡിറ്റേഷൻ കൊണ്ടുവരാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ ട്രേഡിംഗ് ചെയ്യാൻ വരുന്നതിന് മുമ്പ് ഞാൻ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. അത് രാവിലത്തെ പോലെ ഡീപ്പ് ആയിരിക്കത്തില്ല. ഇപ്പൊ ഞാനിപ്പോ നമ്മുടെ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ എന്താ ചെയ്തത്, ഒരു 2-3 ഡീപ്പ് ബ്രീത്ത് എടുപ്പിച്ച് നിങ്ങളെ ഒന്ന് വിഷൻ ഒക്കെ ചെയ്യിപ്പിച്ച് ഒന്ന് ന്യൂട്രൽ ആക്കി, അല്ലെ, ഒരു ഹയർ സെൽഫിലോട്ട് കയറി. ഇതേപോലെ ട്രേഡിംഗ് ചെയ്യാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മെഡിറ്റേഷൻ ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഈ ചാത്തൻ നിങ്ങളുടെ ഉള്ളിൽ കയറുന്നെന്ന് തോന്നുന്നു, അപ്പൊ ജസ്റ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, നല്ല ഡീപ്പ് ബ്രീത്ത് എടുക്കുക, ഒന്ന് ഫോക്കസ്ഡ് ആവുക. ക്ലിയർ? സോ ഈ പറയുന്ന രണ്ടാമത്തെയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഈ അഫർമേഷൻ ചെല്ലുക. അതിപ്പോ ട്രേഡിംഗ് മാത്രമല്ല, നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണോ പ്രജ്വൽ ബ്രോയ്ക്ക് ഏത് കാര്യത്തിലാണോ ഈ ചാത്തം പിടിവിടുന്നത്, ഇപ്പൊ ട്രേഡിംഗ് റിലേറ്റഡ് ആണെങ്കിൽ എൻട്രിയിലാണോ പ്രശ്നം, എന്താണോ പ്രശ്നം, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് ഒരു എൻട്രി ഫോമയാണ് പ്രശ്നമെങ്കിൽ ഒരു അഫർമേഷൻ പറയാം. ഇഫ് ഐ മിസ് ദ ട്രേഡ്, ഇറ്റ്സ് ഫൈൻ. ദർ ഈസ് ഓൾവേസ് അനദർ മോഡൽ ടുമാറോ. ഐ ഓൺലി എക്സിക്യൂട്ട് പെർഫെക്ഷൻ. ഇത് 2-3 വട്ടം പറയുമ്പോൾ തന്നെ പിന്നെ നമുക്ക് ചാടിക്കേറി എൻട്രി എടുക്കാനുള്ള ഇമോഷൻ വരത്തില്ല. ഇഫ് ഐ മിസ് ദ ട്രേഡ്, ഇറ്റ്സ് ഫൈൻ. ഒരു ട്രേഡ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ഓക്കെ ആണ്. അടുത്ത ചാൻസ് എന്തായാലും മാർക്കറ്റ് നമുക്ക് തരും. ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഈ അഫർമേഷൻ നമ്മൾ ഈ ജപിക്കത്തില്ലേ, നമ്മൾ ഈ അമ്പലങ്ങളിലും ഒക്കെ ഈ പറയുന്ന ജപം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകളെ ഏറ്റവും നല്ല രീതിയിൽ ഫൈൻ ട്യൂൺ ചെയ്തെടുക്കാനാണ്. അപ്പൊ നമ്മുടെ ജപം അല്ലെങ്കിൽ അഫർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മേഖലയായിട്ടുള്ള ട്രേഡിംഗ്, ലേണിംഗ്. സോ ഈ അഫർമേഷൻസ് സെറ്റ് ചെയ്ത് എപ്പോ ചാത്തം കയറിയാലും ഹയർ സെൽഫിലോട്ട് കയറാൻ വേണ്ടി ഈ അഫർമേഷൻസ് എന്നുള്ളത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. സോ നിങ്ങൾക്കും അത് ഉറപ്പായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ എന്തൊക്കെയായിരുന്നു? ഒന്നൊരു ഫിക്സ്ഡ് മോർണിംഗ് റൊട്ടീൻ വേണം. മെഡിറ്റേഷൻ എന്നുള്ളത് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ പാർട്ടായിരിക്കണം. അപ്പൊ ഉച്ചവരെ ഈ മോർണിംഗ് റൊട്ടീന്റെ ബലത്തിൽ പോകും. പിന്നെ ബാക്കി മെഡിറ്റേഷനും അഫർമേഷൻ ചെയ്യുമ്പോൾ ബാക്കി സർക്കിളും കൂടെ കംപ്ലീറ്റ് ആവും. ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട അടുത്തൊരു കാര്യമാണ്, അന്ന് നമ്മുടെ ഗോഡി ബ്രോ പഠിപ്പിച്ച പോലെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരിക്കലും ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടായി ഇവിടം വരെ എത്തിയതല്ല, അല്ലേ? നമുക്ക് ഒരുപാട് പ്രിവിലേജസ് ഉണ്ട്. നമുക്കൊരു റൂമിൽ ഇരുന്ന് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്, ഭക്ഷണം കിട്ടുന്നുണ്ട്. ഇതൊന്നും ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ലോകത്തുണ്ട്, അല്ലെ? സോ നമുക്കുള്ളതിൽ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കണം, നന്ദിയുള്ള ആളായിരിക്കണം. നമ്മുടെ അച്ഛൻ, അമ്മ, നമ്മൾ ഇവിടം വരെ എത്തിച്ച എല്ലാ ആൾക്കാർ, നമ്മുടെ മെന്റേഴ്സ്, നമുക്ക് അറിവ് പകർന്നു നൽകുന്ന ആൾക്കാർ, ഇവരെ എല്ലാം ഒരു ദിവസത്തെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ട്, പിന്നെ പ്രകൃതി, നമ്മുടെ ഇത്രയും നമ്മുടെ വായു അല്ലെങ്കിൽ സൂര്യൻ, ഇതെല്ലാം നമ്മളെ നമ്മുടെ ലൈഫിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിനെയൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ഗോഡി ബ്രോ വന്ന് പ്രോപ്പറായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉണ്ടായിരിക്കണം. പിന്നെ ബാക്കി നിങ്ങളുടെ വിശ്വാസം പോലെ, ഇപ്പം വിശ്വാസമുള്ള ആൾക്കാർ പ്രയർ ചെയ്യുന്നത്, ഇപ്പം റമീസ് ബ്രോ നമ്മൾ ഇപ്പം നിസ്കരിക്കുന്നത് 5 നേരം നിസ്കരിക്കുന്നതൊക്കെ എന്തിനാ? ഈ പറയുന്ന പോലെ വിശ്വാസം എന്നുള്ള എലമെന്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് നമ്മൾ ഒരു ഹയർ സെൽഫിലോട്ട് കയറും. വളരെ പോസിറ്റീവായിട്ട് ദുഷിച്ച ചിന്തകളൊന്നും നമ്മുടെ മനസ്സിൽ വരത്തില്ല. പള്ളിയിൽ പോകുന്നത്, അമ്പലത്തിൽ പോകുന്നത്, ഞാൻ ആ രീതിയിലുള്ള അപ്രോച്ച് ചെയ്യുന്നത്. അതായത് വിശ്വാസം എന്നുള്ളതിനെ മാറ്റിയിട്ട് ഞാൻ ഈ പറയുന്ന പോലെ ഒരു ഹയർ സെൽഫിലോട്ട് എനിക്ക് കയറാൻ പറ്റിയ മാർഗങ്ങളാണ് ഈ പറയുന്ന അമ്പലത്തിൽ പോകുന്നത് അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നത്. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അവിടെ ഇപ്പൊ ഒരാൾ പള്ളിയിൽ പോകുന്നത്, മറ്റൊരാൾക്ക് ദോഷം വരണേന്നും പറഞ്ഞ് ആരും പോകത്തില്ല. നമുക്ക് നല്ലത് വരണം, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എൻവയോൺമെന്റ് ആയിരിക്കും. ഇപ്പൊ നിസ്കരിക്കുന്നതാണെങ്കിലും ഒക്കെ നമുക്കൊരു ഹയർ സെൽഫിലോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. സോ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ, ഞാൻ എന്റെ ലൈഫിൽ ചെയ്യുന്ന കാര്യമാണ്, ഒന്നൊരു പ്രോപ്പർ മോർണിംഗ് റൊട്ടീൻ ഉണ്ടാകും. കാരണം ആ രാവിലത്തെ ടൈം എന്ന് പറയുന്നത് അന്നത്തെ ദിവസത്തെ ടോൺ സെറ്റ് ചെയ്യും. അതിനുശേഷം മെഡിറ്റേഷൻ ഉറപ്പായിട്ടും നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടായിരിക്കണം. അഫർമേഷൻസ്, ഗ്രാറ്റിറ്റ്യൂഡ്, പ്രേയേഴ്സ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഡെയിലിയിൽ ഉണ്ടെങ്കിൽ
ഉറപ്പായിട്ടും ആ ഒരു നെഗറ്റിവിറ്റി നമ്മുടെ ഉള്ളിൽ വരാണ്ട് നമുക്ക് ഹയർ സെൽഫിലോട്ട് കയറാൻ പറ്റും. ഷിയാസ് ബ്രോ ക്ലിയർ ആണോ? നമുക്ക് എന്ത് കാര്യം ചെയ്യുന്ന സമയത്ത് രണ്ട് രീതി ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ലോവർ സെൽഫിന് ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യാം. ഇപ്പൊ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരുന്നു, ഷിയാസ് ബ്രോയ്ക്ക് വേണമെങ്കിൽ പുറത്തു പോയി വേറെ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അതല്ലെങ്കിൽ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ബുക്ക് ഫ്രണ്ടിൽ വെച്ച് പേന വെച്ച് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ക്യാമറ ഓൺ ചെയ്ത് അറ്റൻഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്ത് കാര്യം ചെയ്യും പ്രജ്വൽ ബ്രോ രണ്ട് രീതി ചെയ്യാമെന്ന് മനസ്സിലാക്കുക. ചൂസ് ദ ഫസ്റ്റ് വൺ. ഓൾവേസ് ഓപ്പറേറ്റ് തിങ്സ് ഫ്രം ഹയർ സെൽഫ്. ലോവർ സെൽഫിന്റെ പിടി കൊടുക്കാണ്ടിരിക്കുക. എന്ത് കാര്യം ചെയ്താലും, അതിപ്പോ എന്ത് കാര്യം, ഇപ്പൊ രാവിലെ പ്രജ്വൽ ബ്രോയുടെ റൂം, നമുക്ക് റൂം ആണെങ്കിൽ രാവിലെ എഴുന്നേറ്റതിന് ശേഷം നമുക്ക് നമ്മുടെ റൂം വൃത്തിയാക്കി ഇടാം, അലമ്പാക്കി ഇടാം, ആരും കാണാൻ പോകുന്നില്ല. പക്ഷെ നമ്മൾ ഇടപെടുന്ന സ്ഥലങ്ങൾ, നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ, അതായത് നമ്മുടെ റൂം, നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഏറ്റവും നീറ്റായിട്ടും വൃത്തിയായിട്ടും വെക്കുന്നതെന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ്. കാരണം വാട്ട് യു ഡു എനിത്തിങ് ഈസ് വാട്ട് യു ഡു എവറിത്തിങ്. നമ്മൾ ലൈഫിൽ ഡിസിപ്ലിൻഡ് ആണെങ്കിൽ ട്രേഡിങ്ങിന് ഡിസിപ്ലിൻഡ് ആയിരിക്കും. ലൈഫിൽ ഡിസിപ്ലിൻഡ് അല്ലെങ്കിലായിരിക്കും ട്രേഡിങ്ങിൽ നമ്മൾ ആ ഒരു മിസ്റ്റേക്കുകൾ വരുന്നത്. സോ ലൈഫിൽ എപ്പോഴും ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കുക. ലൈഫിൽ എന്ത് കാര്യം ഓപ്പറേറ്റ് ചെയ്താലും നിങ്ങൾ ചിന്തിക്കുക, ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത് എന്റെ ഹയർ സെൽഫിലാണോ ലോവർ സെൽഫിലാണോ? ഞാനൊരു ഡിസിഷൻ എടുത്തു, ഞാൻ ഇന്ന് മുതൽ ജങ്ക് ഫുഡ് കഴിക്കത്തില്ല, അല്ലെങ്കിൽ ഞാൻ ഇന്ന് മുതൽ ഞാൻ വർക്ക്ഔട്ട് ചെയ്യും, ഞാൻ ഇന്ന് മുതൽ ട്രേഡിങ്ങിൽ എന്റെ റൂൾസ് തെറ്റിക്കത്തില്ല. അത് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ലോക്ക്ഡ് ആയിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ഒരു ചാത്തം വരുവാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരണം, എനിക്കിത് രണ്ട് രീതി ചെയ്യാം. ഒന്നുകിൽ ചാത്തന് പിടികൊടുക്കാം, ഇല്ലെങ്കിൽ എന്റെ വളർച്ചയ്ക്ക് വേണ്ടി, എന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് എനിക്ക് ഹയർ സെൽഫ് പറയുന്നത് കേൾക്കാം. ഇതൊക്കെ നിങ്ങളുടെ ബ്രെയിനിൽ ലൈക്ക് അതൊക്കെ വരണം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഹയർ സെൽഫിലോട്ട് നമ്മളൊരു ദിവസം 24 hours ഹയർ സെൽഫിലോട്ട് എത്തേണ്ട കാര്യങ്ങൾ പഠിച്ചു. ഒരു കാര്യം കൂടെ നമുക്ക് പറയാം. ഹയർ സെൽഫിലോട്ട് കയറാൻ വേണ്ടിയിട്ട് 3 കാര്യങ്ങളിൽ നമ്മൾ ബെറ്റർ ആയിരിക്കണം. 3 കാര്യങ്ങൾ ഫോർ ബെറ്റർ ഹയർ സെൽഫ്. ഒരു നല്ല ഹയർ സെൽഫിലോട്ട് കയറാൻ വേണ്ടിയിട്ട് 3 കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഒന്നാമത്തെ എന്ന് പറയുന്നത് തോട്ട്സ്. എഴുതിക്കോ, തോട്ട്സ്. എന്താ തോട്ട്സ് എന്ന് പറയുന്നത്? നമ്മുടെ ചിന്തകള്. നിങ്ങൾ ഒരു ദിവസത്തിൽ നിങ്ങൾ എപ്പോഴും നല്ല നല്ല ചിന്തകൾ നിങ്ങളുടെ ബ്രെയിനിൽ കൊണ്ടുവരിക. നല്ല നല്ല ചിന്തകളുടെ വിത്ത് നിങ്ങളുടെ ബ്രെയിനിൽ പാകുക. അത് ഉറപ്പായിട്ടും കിളിക്കും. അതായത് നിങ്ങൾ നെഗറ്റീവ്, ചില ആൾക്കാർ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് ആയിരിക്കും ചിന്തിക്കുന്നത്. അത് അങ്ങനെ ആയാലോ ഇങ്ങനെ ആയാലോ, അതൊക്കെ മാറ്റിയിട്ട് നിങ്ങളുടെ ഒരു ദിവസത്തിൽ നിങ്ങൾ എപ്പോഴും നല്ല നല്ല, ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്നെ പറ്റിയിട്ടാണ്. ഞാൻ അങ്ങനെ അനാവശ്യമായിട്ട് മറ്റുള്ള ആൾക്കാരുടെ ലൈഫിലോട്ട് കയറാനും പോകത്തില്ല. ഞാൻ എന്റെ സ്വന്തം കാര്യം നോക്കി, എന്റെ സ്വപ്നങ്ങള്, എന്റെ ചിന്തകൾ. ഞാനിപ്പോ കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും നമ്മളിങ്ങനെ നടക്കുമ്പോൾ കൂടി ബ്രോ അവന്മാര് പറയും നമ്മൾ കിളി പോയ ഐറ്റമാണെന്ന്. പക്ഷെ നമ്മളെപ്പോഴും നമ്മുടെ സ്വപ്നങ്ങള്, ഓക്കെ ഇത് കഴിഞ്ഞിട്ട് അത് ചെയ്യണം, യൂറോ USD ഇന്നലെ എടുത്ത ട്രേഡ്, അത് അടുത്ത ദിവസം കുഴപ്പമില്ല, അടുത്ത ദിവസം നമുക്ക് അങ്ങനെ ചെയ്യാം. നമ്മളെപ്പോഴും ഒരു ചിന്തകളും എപ്പോഴും ഒരു കിളി പോയ പോലെ ആയിരിക്കും നമ്മൾ മറ്റുള്ളവരുടെ കണി നടക്കുന്നത്. പക്ഷെ നമ്മളെപ്പോഴും എന്താ, നമ്മുടെ നല്ല നല്ല ചിന്തകള്, നമ്മുടെ ലക്ഷ്യങ്ങള്, നമ്മുടെ പ്ലാനുകള്, എപ്പോഴും നമ്മൾ നല്ല ചിന്തകൾ മനസ്സിൽ കൊണ്ടുവരിക. ഈ ലോവർ സെൽഫിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരാണ്ടിരിക്കുക നമ്മുടെ ചിന്തകളിൽ. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ മിക്ക ആൾക്കാർക്ക് സമയമില്ല. അവിടാണ് സോഷ്യൽ മീഡിയ വരുന്നത്. ഞാൻ ഉറപ്പ് വരുത്തിയൊരു കാര്യമാണ്, ഞാൻ ലോവർ സെൽഫ് കണ്ടന്റ് കാണത്തില്ല. ഇപ്പൊ ഞാൻ ഇൻസ്റ്റഗ്രാം വളരെ ഇപ്പൊ കുറവാണ് യൂസ് ചെയ്യുന്നത്. ഇൻസ്റ്റഗ്രാമിന്റെ പ്രത്യേകത അറിയാലോ രാഹുൽ ബ്രോ, നമ്മളല്ല കൺട്രോൾ ചെയ്യുന്നത്. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഓരോന്ന് കയറി വരും. ആറാട്ടെണ്ണം വരും, അലൻ ജോസ് പെരേര വരും, മറ്റേ ചേച്ചി വരും, കുറെ പേര്. നമ്മളല്ല കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ നമ്മളിപ്പോ ഞാൻ യൂട്യൂബാണ് ഞാൻ കൂടുതലും, കാരണം നമ്മൾ സെലക്ട് ചെയ്ത് കാണുന്ന കണ്ടന്റുകളാണ്. അവിടെ ഞാൻ സെലക്ട് ചെയ്യുന്ന കണ്ടന്റ് ഞാൻ കോൺഷ്യസ് ആയിട്ട് ഉറപ്പുവരുത്തുന്നത് ഈ ലോവർ സെൽഫിലുള്ള മറ്റുള്ളവന്റെ, ഞാൻ കാണാത്ത പരിപാടിയാണ് ഈ ആൾക്കാരുടെ പേഴ്സണൽ ലൈഫ് വ്ളോഗുകള്, അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റേ ഒരു യൂട്യൂബർ അവന്റെ അച്ഛനെ കുറ്റം പറയുന്നു, അമ്മേനെ കുറ്റം പറയുന്നു, കുറെ ഉണ്ടല്ലോ ട്രോളുകൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതൊന്ന് കാണാണ്ടിരിക്കാന്നുള്ളതാണ് ഞാൻ ആദ്യം ചെയ്ത ഡിസിഷൻ. കാരണം ഇന്നത്തെ സമയത്ത് ചിന്തിക്കാൻ മിക്ക ആൾക്കാർക്ക് സമയമില്ല. അപ്പൊ നമ്മുടെ ചിന്തകൾ എന്താ വരുന്നത്? നമ്മൾ കാണുന്ന കണ്ടന്റുകളാണ്. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം? RJ ഗോഡ്വിനെ പോലെയും നന്ദുവേനെ പോലെയുള്ള നല്ല നല്ല മോട്ടിവേഷണൽ കണ്ടന്റുകൾ നിങ്ങൾ കാണുക. ജസ്റ്റ് കിഡിങ് ഗൈസ്. ഓക്കെ, സോ ലൈക്ക് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കണ്ടന്റ് ഒക്കെ നമുക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ വധു ബ്രോ ചെയ്ത പോലെ ഇൻസ്റ്റഗ്രാമേ ഡിലീറ്റ് ചെയ്യുക, ആ രീതിയിൽ പോവാം. സോ ഒന്നാമത്തെയാണ് നല്ല നല്ല ചിന്തകൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരിക. എപ്പോഴും നല്ല ചിന്തകൾ. നിങ്ങൾ നിങ്ങളെ പറ്റി ചിന്തിച്ചാൽ വേറെ ആരെ പറ്റി ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൗഡ് വൺസിനെ പറ്റിയിട്ടും നിങ്ങളെ പറ്റി, നിങ്ങളുടെ ഗ്രോത്തിനെ പറ്റിയിട്ടും എപ്പോഴും ചിന്തിക്കുക. ഓക്കെ, രണ്ടാമത്തെ കാര്യമാണ് നല്ല ഫീലിങ്സ് കൊണ്ടുവരിക.
നല്ല ഫീലിംഗ് കൊണ്ടുവരാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഇപ്പം ഞാൻ എന്തിനാ നിങ്ങളുടെ അടുത്ത് പേ ഔട്ട് എടുക്കാൻ പറഞ്ഞതെന്ന് അറിയോ? മിഗ്ദാദ് ബ്രോ ആ ഒരു പേ ഔട്ട് എടുത്ത സമയത്ത്, ഗോഡിം ബ്രോ ആ ഫണ്ടഡ് പാസ് ആയ സമയത്ത്, രാഹുൽ ബ്രോ കഴിഞ്ഞ ആഴ്ച പ്രോഫിറ്റ് വാലറ്റിലോട്ട് ചേഞ്ച് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്? നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു നല്ലൊരു ഫീൽ ഉണ്ടായി അല്ലേ? യെസ്, എടാ നീ കഷ്ടപ്പെട്ട് ഇത്രയും പണിയെടുത്തതിന്റെ ഒരു റിസൾട്ട് ആണ് നിനക്ക് കിട്ടിയത്. സ്വന്തമായിട്ട് ഒരു നല്ലൊരു ആത്മാഭിമാനം എന്ന് പറയാൻ ഒരു സെൽഫ് എസ്റ്റീം ഉണ്ടായി. അതായത് നല്ലൊരു ഫീൽ ഉണ്ടായി. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന പേഴ്സണൽ അക്കൗണ്ട് വേണം. പേഴ്സണൽ അക്കൗണ്ടിന് പേ ഔട്ടുകൾ, അത് ചെറുതോ വലുതോ എന്നുള്ളതല്ല, പേ ഔട്ട് വേണം. വലിയ പേ ഔട്ട് നമുക്ക് ഫണ്ടഡിൽ നിന്ന് എടുക്കാം. പക്ഷെ അതിലോട്ടൊക്കെ എത്തുന്നതിന് മുമ്പ് പേഴ്സണലി ചെറുതാണെങ്കിൽ ചെറുത് പേ ഔട്ട് എടുക്കണം. എന്തിനാ? നല്ല ഫീൽ കൊണ്ടുവരാൻ. നമുക്ക് നല്ല ഡ്രസ്സ് ഇടുന്നത്, നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് നമുക്ക് രണ്ട് രീതിയിൽ പോകാം. ഒന്നെങ്കിൽ നമുക്ക് അലമ്പായിട്ടും പോവാം, ഇല്ലെങ്കിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ടും പോവാം. നല്ല ഫീല്, നമ്മൾ നല്ലൊരു ഞാൻ നിങ്ങളുടെ ഞാൻ ഒരു +2 വരെ കായംകുളത്താണ്, നാട്ടിലാണ് പഠിച്ചത്, വളർന്നത്. അപ്പൊ ഞാൻ ഈ എറണാകുളത്ത് വന്ന സമയത്ത് ഇവിടെ വരുമ്പോൾ ഒരുപാട് വലിയ വലിയ ബിൽഡിങ്സ്, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് മിക്കയിടത്തും പോകാനൊരു മടിയായിരുന്നു. ഈ പറഞ്ഞ നമ്മളവിടെ പോയാൽ ഫിറ്റ് ആവും, ശരിയാവും. ഇപ്പൊ ചില ഷോറൂമുകൾ, അല്ലെങ്കിൽ ഇപ്പൊ മാരിയറ്റ് പോലത്തെ, ക്രൗൺ പ്ലാസ പോലത്തെ ഹോട്ടൽ, വലിയ 5 സ്റ്റാർ ഹോട്ടലുകൾ, ഇവിടെയൊക്കെ പോകാനൊരു മടിയായിരുന്നു. അവിടെ പോയി നമ്മളെല്ലാം മണ്ടത്തരം കാണിക്കുമോ, അല്ലെങ്കിൽ നമ്മളവിടെ ഫിറ്റ്. പക്ഷെ വൺസ് നമ്മൾ പോയതിനു ശേഷം നമ്മൾ കാണുന്ന ആൾക്കാര്, നമ്മൾ ഇടപെടുന്ന ആൾക്കാർ, നമുക്ക് അവിടെയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് നമ്മളോട് തന്നെ നല്ലൊരു ഫീൽ തോന്നും. നമ്മൾ ഭയങ്കര ഹയർ സെൽഫിലായിരിക്കും നിൽക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ ഈ പറയുന്ന പോലെ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങുന്നത്, നല്ല ഡ്രസ്സ് വാങ്ങുന്നത്, നല്ല ബാക്കിയുള്ള ഗാഡ്ജറ്റ്സ് വാങ്ങുന്നത്. ഞാൻ ഈ പറയുന്ന പോലെ എപ്പോഴും പൈസ ചെലവാക്കുന്ന ആളല്ല. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കിയിട്ടുള്ളത് ഗാഡ്ജറ്റ്സിലാണ്. ഫോർ എക്സാമ്പിൾ ലാപ്ടോപ്പ്, ക്യാമറ, ഈവൻ ഈ ഒരു ബോർഡിന്റെ ആവശ്യകത സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ക്ലാസ് എടുക്കാനല്ലാണ്ടും പിന്നെ വല്ലപ്പോഴും യൂട്യൂബിൽ ക്ലാസ് എടുക്കാനല്ലാണ്ട് ഈ ബോർഡിന് ഒരു ആവശ്യമില്ല. ഈ ബോർഡിന് പൈസ ചെലവാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് നല്ല ഫീൽ വരണം ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത്. പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വന്നുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് ഞാൻ യൂസ് ചെയ്യുന്ന മാക്ബുക്ക് ഞാൻ വാങ്ങിച്ചതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന മാക്ബുക്കിലായിരിക്കും, ലാപ്ടോപ്പിലാണ്. അപ്പൊ എനിക്ക് അത് കാണുമ്പോൾ തന്നെ ഒരു വെൽത്ത് ട്രിഗർ വരണം, എനിക്ക് നല്ലൊരു ഫീൽ കിട്ടണം. ഞാൻ യൂസ് ചെയ്യുന്ന ഫോണ്, ഞാൻ ഏറ്റവും കൂടുതൽ നമ്മൾ ട്രേഡ് എടുക്കുന്നത് എല്ലാം നമ്മുടെ ഫോണിലാണ് അല്ലെ? സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങളും ആ രീതിയിലോട്ട് നിങ്ങൾക്ക് നല്ല ഫീൽ കൊടുക്കണം. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഡ്രസ്സ് വാങ്ങുന്നതാവാം, ഒരു പെർഫ്യൂം വാങ്ങുന്നതാവാം, വാച്ച് വാങ്ങുന്നതാവാം. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് നല്ലൊരു സെൽഫ് എസ്റ്റീം കൊടുക്കണം. അത് വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, ചെറിയ ഇപ്പം പേ ഔട്ട് എടുക്കുന്നത്, കൺസിസ്റ്റന്റ് ആയിട്ട് ചെറുതെങ്കിൽ ചെറുതൊരു പേ ഔട്ട് എടുക്കുന്നത്, ആ രീതിയിൽ നിങ്ങൾക്ക് നല്ലൊരു ഫീല് നിങ്ങൾ കൊടുക്കണം. സോ പ്രജ്വൽ ബ്രോ 2 കാര്യങ്ങൾ, ഒന്ന് നല്ല ചിന്തകൾ കൊണ്ടുവരിക, ഒന്ന് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ നല്ലൊരു ഫീൽ കൊണ്ടുവരിക. മൂന്നാമത്തതാണ് ആക്ഷൻ, പ്രവൃത്തി. എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നല്ല ചിന്തകൾ കൊണ്ടുവന്ന് നല്ലൊരു ഫീൽ കൊണ്ടുവന്ന് ആക്ഷൻ എടുത്തില്ലെങ്കിൽ എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണമില്ല. നിങ്ങൾക്ക് ഹയർ സെൽഫിലോട്ട് കയറാനുള്ള ഷരുൺ ബ്രോ ഈസിയസ്റ്റ് വേ ഞാൻ പറഞ്ഞുതരാം. പണിയെടുക്കുക, ആക്ഷൻ എടുക്കുക. ഈ എപ്പോഴാ ചാത്തൻ നമ്മുടെ ഉള്ളിൽ കയറുന്നതെന്ന് അറിയാവോ? അപ്പം നമ്മൾ രാവിലെ ഈ പറയുന്ന മോർണിംഗ് റൊട്ടീൻ ഒക്കെ ചെയ്ത് നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് ട്രേഡ് ഒക്കെ ചെയ്ത് പഠിച്ച് അത്രയും നേരം അടിപൊളിയാ. ഇതൊക്കെ കഴിയുമ്പോഴത്തേന് നമുക്കൊരു പണിയില്ലാത്ത സിറ്റുവേഷൻ വരും അല്ലെ? ഇനി ഒന്നും ചെയ്യാനില്ലാത്ത സിറ്റുവേഷൻ വരും. അപ്പൊ എന്ത് ചെയ്യും? നേരെ നിങ്ങൾ കട്ടിലേക്ക് കയറും, ഫോൺ എടുക്കും, ഇൻസ്റ്റാഗ്രാം നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് വേറെ തോന്നലൊക്കെ വരാം, വേറെ സൈറ്റിലോടൊക്കെ പോകും. ഇതൊക്കെ എപ്പോഴാണ് വരുന്നത്? വെറുതെ ഇരിക്കുമ്പോഴാണ് വരുന്നത്. സോ ചാത്തൻ നമ്മുടെ ഉള്ളിലോട്ട്, അല്ലെങ്കിൽ ലോവർ സെൽഫ് നമ്മുടെ ഉള്ളിലോട്ട് കയറുന്നത് നമ്മൾ വെറുതെ ഒരു പണി ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് ഈ ചാത്തൻ കയറുന്നത്. സോ ഈ ചാത്തനെ എലിമിനേറ്റ് ചെയ്ത് ഹയർ സെൽഫ് നമ്മുടെ ഉള്ളിൽ കൂട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ സമയത്തിന്, നിങ്ങളുടെ ടൈമിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് എപ്പോഴും എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ നിങ്ങൾ പണിയെടുക്കുക, ആക്ഷൻ എടുത്തുകൊണ്ടേയിരിക്കുക. അതിപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാ സമയത്തും എന്തെങ്കിലും രീതിയിൽ ലൈക്ക് ബിസി ആയിട്ട് ഇരിക്കുക എന്നുള്ളത് ഞാൻ ശ്രമിക്കുന്ന കാര്യമാണ്. അതിപ്പോ ഒന്നുമില്ലെങ്കിൽ ഈ പറയുന്ന ഒരു നല്ല കോണ്ടന്റ് കാണുന്നതായിരിക്കാം, ഈ പറയുന്ന ലോവർ സെൽഫ് കോണ്ടന്റ് അല്ല, ഹയർ സെൽഫ് നമ്മളെ ഗ്രോത്തിന് സഹായിക്കുന്ന നല്ല കോണ്ടന്റ് കാണുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന നല്ല ലൗഡ് വൺസിനോടുള്ള നല്ല കോൺവെർസേഷൻ, വാട്ട് എവർ. വെറുതെ ഒരു പണിയില്ലാണ്ട് ഫോൺ നോക്കിയിരിക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾ കൊടുക്കരുത്. സോ മാക്സിമം നിങ്ങൾ ഹയർ സെൽഫിലോട്ട് കയറാൻ നിങ്ങൾ പണിയെടുക്കുക, ആക്ഷൻസ് എടുക്കുക. സോ ഈ 3 കാര്യങ്ങൾ, നല്ല ചിന്തകൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ എന്ത് തോന്നും? നല്ലൊരു സെൽഫ് ഇമേജ് തോന്നും. സെൽഫ് ഇമേജ്, നല്ല ചിന്തകൾ വരുമ്പോൾ എന്ത് സംഭവിക്കും? നല്ലൊരു സെൽഫ് ഇമേജ് വരും. നല്ല ഫീലിങ്സ് കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് നല്ലൊരു സെൽഫ് എസ്റ്റീം വരും, ഒരു ആത്മാഭിമാനം വരും, സെൽഫ് എസ്റ്റീം. നല്ല ആക്ഷൻ എടുക്കുന്നത്. പ്രജ്വൽ ബ്രോ ജിമ്മിൽ പോയി കഷ്ടപ്പെട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന എന്താ? ആക്ഷൻ എടുക്കുവാണല്ലേ?
ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ആക്ഷൻ എടുത്ത സമയത്ത് ബ്രോയ്ക്ക് എന്ത് സംഭവിച്ചു? പ്രജ്വൽ ബ്രോയ്ക്ക് എന്ത് സംഭവിച്ചു? സെൽഫ് കോൺഫിഡൻസ്, ഒരു കോൺഫിഡൻസ് തോന്നി. ഷർട്ട് ഒന്നും ഇല്ലാണ്ട് നിൽക്കാൻ ഒരു കോൺഫിഡൻസ് തോന്നി. എന്ത് ചെയ്തപ്പോഴാ? ആക്ഷൻ എടുത്തപ്പം. സോ ആക്ഷൻ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? സെൽഫ് കോൺഫിഡൻസ് സംഭവിക്കും. നല്ല ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നല്ലൊരു സെൽഫ് ഇമേജ് വരും. ഓക്കെ, പ്രതിച്ഛായ എന്ന് മലയാളത്തിൽ പറയും. നല്ലൊരു പ്രതിച്ഛായ വരും, സെൽഫ് ഇമേജ് വരും, നല്ല ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലോട്ട് വരുമ്പോൾ. രണ്ടാമത്, നിങ്ങൾക്ക് നല്ലൊരു ഫീല്, നിങ്ങൾക്ക് നല്ലൊരു ഫീല് കൊടുക്കുവാണെങ്കിൽ, നിങ്ങൾ നല്ല ഡ്രസ്സ് ഇടുന്നത്, നിങ്ങൾ എന്ത് ചെയ്താലും ഹയർ സെൽഫിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നല്ലൊരു ആത്മാഭിമാനം, സെൽഫ് എസ്റ്റീം സംഭവിക്കും. നിങ്ങളുടെ മേഖലയിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ നിങ്ങൾ പണിയെടുക്കുന്നുണ്ടെങ്കിൽ, അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. പ്രജ്വൽ ബ്രോ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യുന്ന പണിയെടുക്കുന്നുണ്ട്. ആ സമയത്ത് എന്ത് സംഭവിക്കും? അത് കോമ്പൗണ്ട് ചെയ്ത് റിസൾട്ട് ആയിട്ട് വരുമ്പോൾ സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം, ഒരു കാര്യത്തെയും പേടിക്കാണ്ട് ആത്മവിശ്വാസം വരും. സോ ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ ഹയർ സെൽഫിലായിട്ട് മാറും. നിങ്ങൾ നിങ്ങളുടെ ലോവർ സെൽഫിനെ റെഡ്യൂസ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് ഹയർ സെൽഫിലോട്ട് മാറും. നല്ല ചിന്തകൾ വേണം, നല്ല ഫീല് വേണം, അതേപോലെ ആക്ഷൻ എടുക്കണം. സോ ഒരു ദിവസത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റൊട്ടീൻ നിങ്ങൾ സെറ്റ് ചെയ്യുക. നിങ്ങൾ ഹയർ സെൽഫിൽ കയറാൻ വേണ്ടിയുള്ള വഴികളാണ് ഞാൻ ചെയ്യുന്ന മോർണിംഗ് റൊട്ടീൻസ് ഉണ്ട്, മെഡിറ്റേഷൻസ്, അഫർമേഷൻസ് തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അതിനോടൊപ്പം നിങ്ങൾ ഒരു ദിവസം എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് നല്ല ചിന്തകള്, നല്ല ഫീല്, നല്ല ആക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ റൂം, രാവിലെ എണീക്കുമ്പോൾ നിങ്ങളുടെ റൂം വൃത്തിയാകും. അവിടെ തൊട്ട് ഇതൊക്കെ കൗണ്ട് ചെയ്യും. നമ്മൾ എപ്പോഴും നല്ല വൃത്തിയായിട്ട് നല്ല ഹയർ സെൽഫിൽ നിൽക്കുവാണെങ്കിൽ ഒരു കാരണവശാൽ ഈ ചാത്തൻ നിങ്ങളുടെ ഉള്ളിലോട്ട് വരത്തില്ല. പിന്നെ ചാത്തൻ ഏറ്റവും കൂടുതൽ വരുന്നൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ചില ആൾക്കാരെ കാണാറുണ്ട് അല്ലെ? എന്ത് ചെയ്താലും ഹാപ്പി അല്ലാത്ത ആൾക്കാർ. നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്താലും അവര് ഹാപ്പി ആയിട്ടിരിക്കാൻ ഭയങ്കര പാടാ. ഞാൻ ഇന്ന് രാവിലെ നിങ്ങളുടെ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ചോദിച്ച കാര്യമുണ്ട്, ഗൈസ് എല്ലാവരും ഹാപ്പി അല്ലേ എന്നുള്ളത്. ചില ആൾക്കാർ എത്ര നല്ലത് ചെയ്താലും അവർക്ക് ഹാപ്പി ആവാൻ പറ്റത്തില്ല. അവരെപ്പോഴും ഡിപ്രഷനിലായിരിക്കും. എന്തുകൊണ്ടാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പണ്ടത്തെ ആൾക്കാരെ വെച്ച് നോക്കുമ്പം ഇന്ന് ഡിപ്രഷന്റെ അളവ് ഭയങ്കര കൂടുതലാണ്. 2030 ആവുന്ന സമയത്ത് ഡിപ്രഷൻ ഒരു 80 to 90% ആൾക്കാരും കംപ്ലീറ്റ് ഡിപ്രസ്ഡ് സ്റ്റേറ്റിലോട്ട് പോകും. എന്തുകൊണ്ടായിരിക്കും പ്രജ്വൽ ബ്രോ? മറ്റുള്ളവരുടെ ലൈഫ് സ്റ്റൈൽ നോക്കുന്നുണ്ടാണോ? ഇതെല്ലാം പറഞ്ഞോ. ഒന്നും ചെയ്യാനില്ലാതാവുമ്പോ എക്സാക്ട്ലി. അതായത് പണ്ടത്തെ കാലം, ഇപ്പൊ നമ്മുടെയൊക്കെ അപ്പൂപ്പന്മാരുടെയൊക്കെ തലമുറയിലുള്ള ആൾക്കാർ, അവര് ദാരിദ്ര്യത്തിലായിരിക്കും ചിലപ്പോൾ ജീവിച്ചത്. ഇന്നത്തെ പോലെ സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. പക്ഷേ അവർക്ക് അന്നന്നത്തെ കാര്യങ്ങൾ നോക്കാനും ഒരുപാട് പണിയെടുക്കാനുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് വന്നപ്പോൾ ഈ ടെക്നോളജി വളർന്ന് ഈ പറയുന്ന നമ്മൾ മറ്റുള്ള ജസ്റ്റിൻ ബ്രോ പറഞ്ഞ പോലെ മറ്റുള്ള ആൾക്കാരുടെ ലൈഫ് നോക്കി ജീവിക്കുന്നത്, നമുക്ക് സ്വന്തമായിട്ടൊരു ഗ്രോത്ത് ഇല്ലാണ്ട് വരുന്നത്. സോ ഇവിടെ ആര് പിടിമുറുക്കും? ഈ ലോവർ സെൽഫ് പിടിമുറുക്കും. നേരത്തെ നമ്മൾ പഠിച്ചല്ലോ, ഈ ലോവർ സെൽഫ് പിടിമുറുക്കുന്നത് എങ്ങനെ? ഇമോഷൻസിൽ കൂടെ ആയിരിക്കും. പലതരം ഇമോഷൻസിൽ കൂടെ ലോവർ സെൽഫ് പിടിമുറുക്കുകയും ഈ ഹയർ സെൽഫ്, ഈ പോസിറ്റിവിറ്റി നമ്മുടെ ലൈഫിൽ നിന്ന് പോകും. പിന്നെ നമുക്ക് എങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റും? അത് ഈ ലോവർ സെൽഫ് ആണ് നമ്മൾ ഉള്ളിലെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയാലും ഈ നെഗറ്റീവ് ഇമോഷൻസ് ആയിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത്. ഈ ചാത്തന്റെ പ്രത്യേകതയാണ്, നമ്മളെ കൊണ്ട് ആ തെറ്റ് ചെയ്യിപ്പിച്ചതിന് ശേഷം ഇവൻ അങ്ങ് പോകും. പിന്നെ കുറെ കഴിയുമ്പോഴായിരിക്കും വരുന്നത്. അത് എന്ത് കാര്യമാണെങ്കിലും, അതിപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു മോശം ട്രേഡ് എടുക്കണം എന്ന് തോന്നുന്ന സമയത്തായിരിക്കും ആ ഒരു ചാത്തൻ കയറുന്നത്. അതിനുശേഷം ഇവൻ പോവും. പിന്നെ നമ്മൾ ഒരു ഡിപ്രസീവ് സ്റ്റേറ്റിലോട്ട് പോകും. കറക്റ്റ് അല്ലേ പ്രജ്വൽ ബ്രോ? ഒരു അക്കൗണ്ട് വാഷ് ഔട്ട് ചെയ്യാനുള്ള ലാസ്റ്റ് മൊമെന്റ് ആയിരിക്കും നിൽക്കുന്നത്. അപ്പൊ ആ ട്രേഡ് എടുക്കരുതെന്നായിരിക്കും നമ്മൾ ഡിസൈഡ് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷെ അവിടെ ആയിരിക്കും ചാത്തൻ പറയുന്നത്, എടാ ഒരു ട്രേഡ് എടുക്ക്. നമ്മൾ അത് മോശം ട്രേഡ് എടുക്കും, എന്നിട്ട് ഇവനങ്ങ് പോവും. നമ്മളൊരു ഡിപ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലോട്ട് പോകും. സോ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ ഒന്നാമത് ചെയ്യണം. നിങ്ങൾ ഇത്രയും ക്ലാസ്സിൽ ഇപ്പൊ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു, ഇതൊക്കെ വിട്ടാൽ പോലും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റൂൾ, നിങ്ങൾ ഹാപ്പി ആയിട്ട് ലൈഫിൽ ഇരിക്കുക. ഇതാണ് ഇപ്പൊ എന്തൊക്കെ പൈസ ഉണ്ടാക്കുന്നതൊക്കെ എന്തിനാ? നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റും? ഞാൻ നിങ്ങളുടെ അടുത്ത് സിമ്പിൾ ആയിട്ട് ചോദിക്കുകയാണ്, എന്താണ് വാട്ട് ഈസ് യുവർ ഹാപ്പിനെസ്? എന്താണ് നിങ്ങളുടെ ഹാപ്പിനെസ്? നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ നോട്ടിനകത്തോടെ ഒന്ന് എഴുതിക്കുക. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ സന്തോഷം? വാട്ട് ഈസ് യുവർ ഹാപ്പിനെസ്? വാട്ട് ഈസ് യുവർ ഹാപ്പിനെസ്? ഇപ്പം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇതെല്ലാം എന്താണ്? ഇതൊക്കെ ഒരു തരം
ഇമോഷൻസ് ആണ് അല്ലെ. സന്തോഷമായിട്ടിരിക്കുന്നത്, സങ്കടപ്പെടുന്നത്, ദേഷ്യപ്പെടുന്നത് എല്ലാം ഇമോഷൻസ് ആണ്. ഇതിനെ ഒന്ന് രാഹുൽ ബ്രോ ഒന്ന് സയന്റിഫിക് ആക്കുവാണെങ്കിൽ ഇതെല്ലാം കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അതായത് നമ്മുടെ ലൈഫിൽ ഞാൻ പറയാൻ വരായിരുന്നു, ഞാൻ ഇതിനെ ഒന്ന് സയന്റിഫിക്കലി പറയുന്ന രീതിയിൽ ഞാൻ പറയാൻ വരായിരുന്നു. ഉറപ്പായിട്ടും ബ്രോ, ഇതെല്ലാം കെമിക്കൽ റിയാക്ഷൻസ് ആണ്. നമ്മുടെ ലൈഫിൽ ഈ പറയുന്ന സന്തോഷമായിട്ടിരിക്കുന്നത് ഇതെല്ലാം കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഇപ്പൊ നമുക്ക് സന്തോഷിക്കാൻ നമ്മൾ വെളിയിൽ കാര്യങ്ങൾ തേടേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലോട്ട് നോക്കിയാൽ മതി. നമുക്ക് സന്തോഷമായിട്ടിരിക്കുക. ഇത് ടു മച്ച് സയന്റിഫിക്കിലോട്ട് പോകുന്നത് അതിന്റെ ജസ്റ്റ് ബേസ് ആണ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് നമ്മുടെയൊക്കെ ഉള്ളിൽ ഹാപ്പി ഹോർമോൺസ് ഉണ്ട്. നമ്മുടെയൊക്കെ ഉള്ളിൽ എന്തുണ്ട്? ഹാപ്പി ഹോർമോൺസ്. ഇതിന്റെ റിയാക്ഷൻസിലായിരിക്കും നമ്മൾ സന്തോഷിയായിട്ടിരിക്കുന്നതൊക്കെ. ഹാപ്പി ഹോർമോൺസ്. സോ നിങ്ങൾ ഒന്ന് വട്ടം വരച്ചോ. ഹാപ്പി ഹോർമോൺസ് 4 തരം, പ്രധാനമായിട്ടും 4 തരം ഹാപ്പി ഹോർമോൺസ് ഉണ്ട്. ഒന്നാമത്തെ ഹാപ്പി ഹോർമോൺ ആണ് എൻഡോഫിൻ. രാഹുൽ ബ്രോ, പ്രൊണൗൺസിയേഷൻ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണേ. ഒന്നാമത്തെയാണ് എൻഡോഫിൻ. രണ്ടാമത്തെയാണ് ഓക്സിറ്റോസിൻ. മൂന്നാമത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡോപ്പമിൻ. നാലാമത്തെ സെറോട്ടോണിൻ. 4 തരം ഹാപ്പി ഹോർമോൺസ് ആണുള്ളത്. നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം. നമ്മൾ നാച്ചുറലി, ചില ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, നാച്ചുറലി അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ആ ഹാപ്പി ആയിട്ടിരിക്കാൻ 4 തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. 4 ഹോർമോൺസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എൻഗേജ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്നാമത്തെ എൻഡോഫിൻ. എൻഡോഫിൻ എന്ന് പറയുന്ന ഹോർമോൺ നിങ്ങൾക്ക് എൻഗേജ് ആവുന്ന എപ്പോഴാണെന്ന് അറിയോ? എക്സസൈസ് ചെയ്യുന്ന സമയത്തായിരിക്കും. നമ്മൾ ജിമ്മിൽ പോകാൻ നമുക്ക് തുടക്കത്തിൽ ഒരു മടിയാണ്, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ജിമ്മിൽ പോകുന്ന ആൾക്കാർ, ഗോളിം ബ്രോ, പ്രജ്വൽ ബ്രോ, നദീർ ബ്രോ, നിങ്ങൾക്ക് അറിയാം, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ജിമ്മിൽ പോകുന്ന സമയത്ത് നമുക്കതൊരു നമ്മുടെ ലൈഫിന്റെ പെർസ്പെക്റ്റീവ് തന്നെ മാറ്റും. നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. നമ്മളൊരു ഒരു 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 പോയിന്റ് കഴിഞ്ഞ് നമുക്ക് ആ ഒരു മടിയുടെ ആ ഒരു പ്രൊക്രാസ്റ്റിനേഷന്റെ പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം എന്തോരം നമ്മുടെ ലൈഫിൽ ഈ പറയുന്ന ജിമ്മിൽ പോകുന്നത് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നത് പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നത്. ശരിയാണോ പ്രജ്വൽ ബ്രോ? സോ ഈ എൻഡോഫിൻ 100% കേട്ടാ, എക്സസൈസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഹോർമോൺ, ഈ ഒരു ഹാപ്പി ഹോർമോൺ, ഈ എക്സസൈസ് ചെയ്യാത്ത വെറുതെ ഫുഡും വലിച്ചു കഴിച്ച് വെറുതെ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഇരിക്കുന്ന ആൾക്കാർ ഒരിക്കലും ഹാപ്പി ആവത്തില്ല. അവർക്ക് ഹാപ്പി ആവുന്ന ഈ ഹോർമോൺ അവർക്ക് ഉണ്ടാവുന്നില്ല. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ജിമ്മിൽ പോകാൻ പറ്റുന്ന ആൾക്കാർ ജിമ്മിൽ പോവുക, ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാർ ക്രിക്കറ്റ് കളിക്കുക, വാട്ട് എവർ, നിങ്ങളുടെ ദേഹം അനങ്ങണം എവറി ഡേ. ജിം എന്നുള്ളത് മാത്രമല്ല, എന്താണെങ്കിലും ബാഡ്മിന്റൺ കളിക്കുന്ന ആൾക്കാർ ബാഡ്മിന്റൺ കളിക്കാൻ പോവുക. കാരണം എന്തിനാ പോകുന്നത്? നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്ന ഹോർമോൺ ആണ്. ആ ഹോർമോൺ എങ്ങനെ ഹാപ്പി ആവുന്നത്? ത്രൂ എക്സസൈസ്. ക്ലിയർ? രണ്ടാമത്തെ നമുക്ക് സെറോട്ടോണിൻ. സെറോട്ടോണിൻ എപ്പോഴാണ് സെറോട്ടോണിൻ എന്ന ഹോർമോൺ എങ്ങനെ വർക്ക് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കുന്ന സമയത്ത്, നമ്മൾ നമ്മുടെ വിഷൻ സെറ്റ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞാണ് ഗിവിംഗ് ബാക്ക് ടു ദ സൊസൈറ്റി അല്ലെങ്കിൽ ഹെൽപ്പിംഗ് അതേഴ്സ് എന്നുള്ളത് നമ്മുടെ ഒരു ഗോളാണ്. നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. റമീസ് ബ്രോ, നമ്മൾ മറ്റൊരാൾക്ക് നമ്മളൊരു സഹായം ചെയ്യുന്ന സമയത്ത്, മിഗ്ദാദ് ബ്രോ, നമ്മൾ മറ്റൊരാൾക്ക് ഒരു സഹായം ചെയ്യുന്ന സമയത്ത് അവർക്ക് സന്തോഷമാവുന്നതിനെക്കാട്ടിലും നമ്മളത് ചെയ്തതിനു ശേഷം അവരുടെ ഒരു മുഖത്തെ സന്തോഷം കാണുമ്പോൾ നമുക്ക് അതിനേക്കാളും വലിയൊരു സന്തോഷവും പോസിറ്റിവിറ്റിയും തോന്നാറില്ലേ? നമ്മൾ ഒരാൾക്കൊരു സഹായം, ഉറപ്പായിട്ടും നമ്മൾ മറ്റൊരാൾക്ക് സഹായം ചെയ്യുന്ന സമയത്ത് അവർക്കത് ഓക്കെ, അവർക്ക് സന്തോഷമായി അല്ലെങ്കിൽ അവർക്കത് ഹെൽപ്പായി, അതിനേക്കാട്ടിലും നമുക്കായിരിക്കും ഒരു ഹാപ്പിനെസ് വരുന്നത്. അതിപ്പം പൈസ കൊടുത്ത് സഹായിക്കുന്നതാവാം, അതല്ലെങ്കിൽ വാട്ട് എവർ, ചിലപ്പോൾ ഒരു നല്ല വാക്ക് പറയുന്നതാവാം, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് ഒന്നുമില്ലെങ്കിൽ നമ്മളിപ്പോ ബൈക്കിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ലിഫ്റ്റ് കൊടുക്കുമല്ലോ നമ്മള്, അത് ഒരു തരം ഹെൽപ്പിംഗ് ആണ്. അപ്പൊ അവര് ഇറങ്ങാൻ നേരത്ത് താങ്ക്സ് ചേട്ടാന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സന്തോഷം. സോ നിങ്ങളുടെ ലൈഫിൽ എല്ലാ ദിവസവും ചെറിയ രീതിയിലെങ്കിലും ഈ പറയുന്ന സെറോട്ടോണിൻ എന്ന ഹാപ്പിനെസ് ഹോർമോൺ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ, അത് പൈസ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ അങ്ങനെ, വാട്ട് എവർ, നമ്മുടെ ആ ഒരു ഹാപ്പിനെസ് ഹോർമോൺ എൻഗേജ് ആവും. ഓക്കെ. മൂന്നാമത്തെ ഡോപ്പമിൻ. ഡോപ്പമിൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള സാധനമായിരിക്കും. റിവാർഡ് ഹോർമോൺ ആണ്, റിവാർഡ് ഹോർമോൺ. ഈ ഡോപ്പമിൻ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഡോപ്പമിൻ ഡീടോക്സ് എന്ന് പറഞ്ഞത്. അതായത് ഇന്നത്തെ കാലത്ത് ഈ ഡോപ്പമിൻ ഏറ്റവും കൂടുതൽ റിലീസ് ആവുന്നത് ചീപ്പ് ഡോപ്പമിന്റെ രൂപത്തിലാണ്. ഫോർ എക്സാമ്പിൾ, ഇൻസ്റ്റാഗ്രാം റീല് കാണുന്നത് നമുക്ക് സന്തോഷം വരും, പക്ഷെ അതൊക്കെ ചീപ്പ് ഡോപ്പമിൻ ആണ്. കാരണം ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ മാത്രമേ കിട്ടത്തുള്ളൂ. അതായത് ആ മൊമെന്റിൽ ഒരു സന്തോഷം കിട്ടും. ഒരു ചോക്ലേറ്റ് കഴിക്കുമ്പം, ഞാൻ എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ ആണ്, നമുക്ക് ഒരു സൈഡിൽ ചോക്ലേറ്റും അല്ലെങ്കിൽ ഐസ്ക്രീമും മറ്റേ സൈഡിൽ ഒരു ക്യാരറ്റും, നമ്മൾ ഏതായിരിക്കും എടുക്കുന്നത്? സ്വാഭാവികമായിട്ട് നമ്മൾ ചോക്ലേറ്റ് ആയിരിക്കും എടുക്കുന്നത്. കാരണം എന്താ? നമുക്ക് ആ സമയത്ത് സന്തോഷം കിട്ടുന്നത് ചോക്ലേറ്റ് കഴിക്കുമ്പോഴായിരിക്കും, പക്ഷെ ആ ക്യാരറ്റിനകത്തായിരിക്കും ഗുണം കൂടുതൽ. ഇത് തന്നെയാണ് നമുക്ക്
ഡോപ്പമിൻ എന്ന് പറയുമ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ചീപ്പ് ഡോപ്പമിൻ ആണ് ഒരുപാടുള്ളത്. പക്ഷെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ചീപ്പ് ഡോപ്പമിൻ അല്ലാതെ റിയൽ ഡോപ്പമിൻ. റിയൽ ഡോപ്പമിൻ എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ ഒരു നേച്ചറുമായിട്ട് കണക്ട് ആവുന്നതായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ ലൗഡ് വൺസുമായിട്ടുള്ള നല്ല കോൺവെർസേഷൻ ആവാം. സോ ഈ ചീപ്പ് ഡോപ്പമിനെ മാറ്റിയിട്ട് റിയൽ ഡോപ്പമിനെ നിങ്ങൾ കണ്ടുപിടിക്കാം. അതോടൊപ്പം തന്നെ ഈ ഡോപ്പമിൻ എന്ന് പറയുന്നത് റിവാർഡ് ഹോർമോൺ എന്ന് അതിനൊരു പേരുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ മറ്റൊരാൾ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ജസ്റ്റിൻ ബ്രോ ആണെങ്കിൽ ഒരു ട്രേഡ് എടുത്തു, അല്ലെങ്കിൽ ജസ്റ്റിൻ ബ്രോ ഫണ്ടഡ് അക്കൗണ്ട് പാസ്സായി, ജസ്റ്റിൻ ബ്രോനെ എല്ലാവരും അഭിനന്ദിക്കുവാണ്. ജസ്റ്റിൻ ബ്രോയ്ക്ക് അപ്പൊ എന്താ ഫീൽ ആവുന്നത്? ഒരു സന്തോഷം തോന്നത്തില്ല. അതായത് നമ്മൾ ചെയ്തൊരു കാര്യത്തിൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നമുക്ക് വേണ്ടി കൈയടിക്കുന്നത്, നമ്മുടെ അച്ഛനും അമ്മയും പറയാണ്, ഷിയാസ് ബ്രോയുടെ വാപ്പ പറയാണ്, എടാ നീ ആ ചെയ്തത് നന്നായിട്ടുണ്ട്, നമുക്ക് അവിടെ സന്തോഷം വരും അല്ലെ? സോ റിവാർഡ് ഹോർമോൺ നമുക്ക് ഡോപ്പമിനെ പറയാൻ പറ്റും. ഇത് നമ്മൾ റിസീവ് ചെയ്യുന്നു. ഇപ്പൊ ഗോഡി ബ്രോ ഒരു സെഷൻ എടുത്ത്, ആ സെഷൻ എടുത്ത് നമ്മുടെ ബാക്കിയുള്ള സെഷൻ അറ്റൻഡ് ചെയ്ത ആൾക്കാർ ബ്രോയിനെ അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ ബ്രോയ്ക്ക് എന്താ ഒരു ക്ലൗഡ് 9 സന്തോഷം കിട്ടും അല്ലെ? ഈ ഹോർമോണ് നമുക്ക് അപ്രിസിയേഷൻ കിട്ടുമ്പോൾ മാത്രമല്ല, നമ്മൾ ഒരാളെ അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ പോലും നമുക്കത് നമുക്ക് സന്തോഷം വരുന്നത്. ഇപ്പം വധു ബ്രോ ആണെങ്കിൽ മനസ്സറിഞ്ഞ് ഒരാളെ അപ്രിഷിയേറ്റ് ചെയ്യുകയാണ്, മനസ്സറിഞ്ഞാണ് അപ്രിഷിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ബ്രോയ്ക്ക് എന്ത് സംഭവിക്കും? വധു ബ്രോയ്ക്കും അതിലൂടെ ഒരു സന്തോഷം കിട്ടത്തില്ലേ? സെയിം, അത്രേ ഉള്ളൂ. സോ വലിയ പൈസ ചെലവൊന്നും ഉള്ള കാര്യമൊന്നുമല്ല, നിങ്ങൾ അത്യാവശ്യം ചെയ്യുന്ന കാര്യമാണ്. നമ്മുടെ എലൈറ്റ് ക്ലബിലാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒരാൾ നല്ല ട്രേഡ് എടുത്ത് അപ്രിഷിയേറ്റ് ചെയ്യുക, മനസ്സറിഞ്ഞ് അപ്രിഷിയേറ്റ് ചെയ്യുക. എന്തിനാ? അവർക്ക് സന്തോഷം കിട്ടുന്നതന്നെയല്ല, നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട്. മാർക്കറ്റ് ടോക്സിൽ അത്യാവശ്യമുള്ള കാര്യം അത് ആണല്ലേ? മാർക്കറ്റ് ടോക്സില് മിക്കപ്പോഴും ഇപ്പൊ ഒരു മിസ്റ്റേക്ക് വന്നാലും അതിപ്പോ എന്താണെന്ന് സംസാരിച്ചിട്ട് അപ്പോട്ടെ കുഴപ്പമില്ല, അപ്രിസിയേഷൻ ചെയ്യും, കുഴപ്പമില്ല, അത് ഇന്ന പോലെ നല്ല കാര്യങ്ങൾ ചെയ്തല്ലോ, ഇന്ന പോലെ ഐഡന്റിഫൈ ചെയ്ത രീതി, അവർ ആ രീതിയിൽ അപ്രിസിയേഷൻ ചെയ്തിട്ടാന്ന് വിടത്തുള്ളൂ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് വധു ബ്രോ. കാരണം അത് വേറെ ഒന്നിനും അല്ല. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒരു നല്ല ട്രേഡ് എടുത്താൽ ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യാം, ബ്രോ അടിപൊളി ട്രേഡാണ്. എന്തുകൊണ്ടാ? അത് എനിക്കൊരു പോസിറ്റിവിറ്റിയിലോട്ട് ഞാൻ സന്തോഷിക്കാൻ അതിന് കാരണമുണ്ട്. സോ അപ്രിഷിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ആൾക്കാരെ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് സന്തോഷം ഉണ്ടാവും. നാലാമത്തെയാണ് ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ റിലീസ് ആവുന്നത് ഇത് കൈൻഡ് ഓഫ് ഈ പറയുന്ന, ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ, ഇപ്പൊ നിങ്ങൾ ഗേൾ ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് ആവാം, ഹസ്ബൻഡ് ആവാം, പാർട്ണർ ആവാം, വാപ്പ, ഫാമിലി ആവാം. നദീർ ബ്രോയ്ക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ മണിക്കൂറുകൾ സംസാരിച്ചാലും മടുക്കത്തില്ല അല്ലെ? അത് എന്തുകൊണ്ടാണെന്നറിയാം? ഈ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ അവിടെ കൂടുതൽ റിലീസ് ആവുന്നുണ്ടാ. അതായത് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ, ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ ലൈക്ക് അവരുടെ കണ്ണി നോക്കിയിരിക്കുമ്പോൾ, കെട്ടിപ്പിടിക്കും, ഹഗ് ചെയ്യുന്ന സമയത്ത്, ഉമ്മ വെക്കുന്ന സമയത്ത്, ഇതൊക്കെ ഏറ്റവും കൂടുതൽ റിലീസ് ആവുന്ന ഓക്സിറ്റോസിൻ ആണ്. സോ ഇപ്പം നമ്മൾ ഇച്ചിരി വലുതാവുന്ന സമയത്ത് നമ്മൾ പേരൻസുമായിട്ട് ഒരു പൊടിക്കൊന്ന് നമുക്ക് ചിലപ്പോൾ അവരൊന്ന് ഹഗ് ചെയ്യാനോ ഒന്നും നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് പേഴ്സണലി ഒരു സമയത്ത് അത് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന പോലെ അച്ഛനെ ആണെങ്കിലും അമ്മയാണെങ്കിലും നമുക്കൊരു ഹഗ് ചെയ്യാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അത് ചെയ്യാണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു നെഗറ്റിവിറ്റി അവിടെ വരും. സോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ഓക്സിറ്റോസിൻ എന്നുള്ള ഹോർമോൺ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അച്ഛനും അമ്മേനെ ഗോഡി ബ്രോ ഇടയ്ക്ക് അടുത്തില്ലെങ്കിൽ ഫോണിൽ വിളിച്ചിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നത്, അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുക്കുന്നത്, നമ്മൾ ഫോണിൽ കൂടെ ആണെങ്കിലും പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൗഡ് വൺസിന്റെ കൂടെ, അതിപ്പോ പാർട്ട്ണർ ആവാം, വാട്ടെവർ, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങളാണ്. നദീർ ബ്രോ, ലിമിറ്റ് ഉണ്ടെന്ന് മാത്രം, എല്ലാത്തിനും ഒരു ലിമിറ്റ് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്തെ പോയിന്റ്. ഇപ്പൊ 4 തരത്തിൽ നമുക്ക് ഇത് സയന്റിഫിക്കലി നിങ്ങളെ ഹാപ്പി ആക്കി വെക്കാൻ പറ്റുന്ന 4 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ ഡെയിലി ഫിസിക്കൽ എക്സസൈസ് ചെയ്യുക. 2, മറ്റുള്ളവരെ സഹായിക്കുക. മറ്റുള്ളവരെ ജെന്യുവൻ ആയിട്ട് അപ്രിഷിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. ഈ 4 കാര്യങ്ങൾ ചെയ്താൽ പോലും നിങ്ങളുടെ ലൈഫിൽ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ബ്രോ പോകാൻ പറ്റും. ഇതിലൊരു കാര്യം കൂടി പറയട്ടെ. അതായത് ഇപ്പൊ ഈ ഡോപ്പമീൻ എന്ന് പറഞ്ഞല്ലോ, ഡോപ്പമീൻ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളൊരു ഗോള് സെറ്റ് ചെയ്തിട്ട് ആ ഗോളിലേക്ക് നമ്മൾ പോണൊരു സംഭവം ഉണ്ടല്ലോ, അപ്പൊ നല്ല രീതിയിൽ റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. അതായത് ആ ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടല്ല, മറിച്ച് ആ ഗോളിലേക്ക് നമ്മൾ ഇങ്ങനെ എത്തി പോണ സമയത്തുണ്ടല്ലോ, അപ്പൊ കിട്ടുന്ന ഒരു സംഭവം. അപ്പൊ അതിന് ഏറ്റവും നല്ലത് നമ്മൾ ഈ ഗോൾ വെച്ചിട്ട് അതിന് പിന്നാലെ നടക്കാൻ പറയില്ലേ, അത് ആക്ച്വലി ഡോപ്പമിൻ റിലീസ് ചെയ്യും. നമ്മള് ചെറിയ ചെറിയ ഗോൾ, അതായത് ഇപ്പോ നമ്മൾ ഈ ഡെയിലി ടാസ്ക് എന്ന് പറഞ്ഞിട്ട് ചെയ്യണല്ലോ, അതായത് നമ്മൾ മോർണിംഗ് എണീറ്റിട്ട് രാത്രി ഇന്ന ദിവസത്തിനുള്ളിൽ വലിയ സംഭവമൊന്നുമില്ല, ചുമ്മാ ഇത്ര ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവസാനമായിട്ട് അത് നോക്കുന്ന സമയത്ത്, അത് അച്ചീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡോപ്പമിൻ കിട്ടും. അതാണ് ആക്ച്വലി കുറച്ചുകൂടി നല്ല രീതിയിൽ ഡോപ്പമിനെ കുറച്ചുകൂടി പറയാം.
നമുക്ക് ചെറിയ പക്ഷെ ചെറിയ വിൻസ് അവിടെ വേണം. ബ്രോ പറഞ്ഞ സമയത്ത് യെസ്, അവിടെ പക്ഷെ ബ്രോ പറഞ്ഞ സമയത്ത് നമുക്ക് ചീപ്പ് ഡോപ്പമിൻ കിട്ടുന്ന സമയത്ത് നമുക്ക് ഇത്ര ഈ ഒരു ലെവലിൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിന്റെ സമയത്ത് ഈ ഒരു ലെവലിൽ ഒരു 5 ലെവലിൽ ഡോപ്പമിൻ കിട്ടി, ചീപ്പ് ഡോപ്പമിൻ കിട്ടി. നമ്മൾക്ക് എൻഡ് ഓഫ് ദി ഡേ നമ്മൾക്ക് ഈ അച്ചീവ് ചെയ്തിട്ട് കിട്ടുന്ന ഡോപ്പമിൻ എന്ന് പറയുന്നത് ചിലപ്പോൾ 10 ആയിരിക്കും. അപ്പൊ നമ്മൾക്ക് അതെ അതിന്റെ അതെ. എഫക്ട് അറിയുന്നത് ഈ 5ന്റെയും 10ന്റെയും ഒരു ഡിഫറൻസ് ആയിരിക്കും. ഈ ചീപ്പ് ഡോപ്പമിൻ അപ്പോഴാണ് ഒരു നമ്മൾക്ക് എക്സാമ്പിള് ഈ അല്ല ഈ ചീപ്പ് ഡോപ്പമിൻ ഒരു എക്സാമ്പിൾ ബ്രോ, ഇപ്പം നമ്മൾ മോട്ടിവേഷൻ വീഡിയോസ് കാണാറില്ലേ നമ്മള്? മോട്ടിവേഷൻ അല്ല, ഇപ്പൊ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ജനറലൈസ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നു, അപ്പൊ നമ്മൾക്കൊരു ഡോപ്പമിൻ കയറി. അത് കഴിഞ്ഞിട്ട് ബ്രോ പറഞ്ഞ പോലെ ചോക്ലേറ്റ് കഴിച്ചു, ഒരു ഡോപ്പമിൻ കയറി. അപ്പൊ മൊത്തം നമുക്ക് രാത്രി നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ഡെയിലി ടാസ്കിന്റെ സമയത്ത് നമുക്ക് ഓൾറെഡി കുറച്ച് കയറിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുകൊണ്ട് നോക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ചെറുതാണ്. അപ്പൊ നമ്മൾക്ക് ആ ഒരു ഡോപ്പമിൻ, ഒരു ഹാപ്പിനെസ് കിട്ടൂല. നമ്മൾ പണ്ടൊക്കെ സ്കൂളിലേക്ക് പോണ സമയത്ത് എല്ലാ ഹോംവർക്കും ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു സുഖമുണ്ട്. അത് നമ്മൾ പല ആൾക്കാരും ഇപ്പൊ അനുഭവിക്കാറില്ല, ടു ബി ഓണസ്റ്റ്. അത് കിട്ടണമെങ്കിൽ ഇതൊക്കെ കുറച്ചിട്ട് അവസാനത്തെ ടാസ്കിന്റെ സമയത്ത് നമുക്ക് കിട്ടുമ്പോഴാണ് ആ ഡോപ്പമിൻ എന്താണെന്ന് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. ഞാൻ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അനുഭവിക്കുന്നുണ്ട്. രാഹുൽ ബ്രോ, ഞാൻ ഒരു അതിനകത്തൊന്ന് ഇത് ചെയ്യാണ്. എനിക്ക് പക്ഷെ ഹോംവർക്ക് ചെയ്ത് കഴിയുമ്പോഴല്ലായിരുന്നു, ഹോംവർക്ക് ചെയ്യാണ്ട് ക്ലാസ്സിൽ പോയിട്ട് മിസ് വരാണ്ടിരിക്കുമ്പോഴായിരുന്നു ഏറ്റവും ഹൈ ഡോപ്പമിൻ കിട്ടുന്നത്. അത് ഡോപ്പമിൻ അല്ല, അത് അഡ്രിനലിനാ. അത് ഡോപ്പമിൻ അല്ല. രാഹുൽ ബ്രോ പഠിക്കുന്ന കുട്ടി ആയതുകൊണ്ടാണ് അത്. അല്ലല്ല, അതിനൊരു വ്യത്യാസമുണ്ട്. അത് വ്യത്യാസമുണ്ട്. അത് ഡോപ്പമിൻ അല്ല. അത് ഹോംവർക്ക് ചെയ്യാണ്ട് മാം പിറ്റേ ദിവസം ക്ലാസ്സിലേക്ക് പോണത് അത് ഡോപ്പമിൻ അല്ല, അത് വേറെ. ഡോപ്പമിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ടാസ്കുകൾ ചെയ്യണം. നമ്മൾ ഡോപ്പമിൻ ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണോ നമ്മൾ ചെയ്യുന്ന ടാസ്ക്, ആ ടാസ്ക് ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ അതിലേക്ക് എത്തുന്ന സമയത്താണ് ഡോപ്പമിൻ കിട്ടുക. റിവാർഡ്, അതെ, ആ സമയത്ത് കിട്ടുന്ന റിവാർഡാണ് നമുക്ക് ഡോപ്പമിൻ. അപ്പൊ അതിന്റെ ഇടയിൽ ചീപ്പായിട്ട് കിട്ടുന്ന സമയത്ത് അത് നമുക്ക് ഫീൽ ചെയ്യാത്തുണ്ട്. ഇപ്പൊ ബ്രോ പറഞ്ഞത് അതായത് ചീപ്പ് ഡോപ്പമിൻ കിട്ടില്ലോ, അത് കഴിഞ്ഞിട്ട് റിയൽ ഡോപ്പമിൻ കിട്ടുന്ന സമയത്ത് അതിന്റെ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യില്ല. ആ ഡിഫറൻസ് ഫീൽ ചെയ്യിപ്പിക്കണം നമുക്ക്. ആ ഡിഫറൻസ് എപ്പോഴാണോ ഫീൽ ചെയ്യുന്നത് അപ്പോഴാണ് നമ്മൾ ഡിസിപ്ലിൻ ആവുള്ളൂ. റിയൽ ഡോപ്പമിൻ എന്ന് പറയുന്നത് ഡിലേഡ് ആയിരിക്കും, ഇൻസ്റ്റന്റ് ആയിരിക്കത്തില്ല. അതായത് ട്രേഡിംഗ് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആ മൊമെന്റിലായിരിക്കും ഓവറോൾ റിസൾട്ട് വരുന്നത്. ഇപ്പൊ ജിമ്മിൽ പോകുന്നത് ആ മൊമെന്റിൽ നിങ്ങൾക്ക് ഒറ്റ ദിവസം പോയാൽ ഒന്നും കിട്ടുന്നത്. പക്ഷേ ഈ ഇൻസ്റ്റാഗ്രാം നോക്കുന്നത്, ചോക്ലേറ്റ് കഴിക്കുന്നത്, അല്ലെങ്കിൽ ജങ്ക് ഫുഡ് കഴിക്കുന്നത്, ഇതൊക്കെ അല്ലെങ്കിൽ വാട്ട് എവർ ചീപ്പ് തിങ്സ് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടും, പതുക്കെ പതുക്കെ നമ്മളെ കൊല്ലും. റിയൽ ഡോപ്പമിൻ നമ്മൾ നോക്കുമ്പോ മൊത്തം നമുക്ക് എല്ലാം കിട്ടണം. യെസ്. ഗോഡിബ്രോ എന്തോ പറയാൻ വന്നായിരുന്നല്ലോ? അല്ല, അതൊന്ന് ഏറ്റവും കൂടുതൽ മറ്റേ ഡോക്ടറിന് കിട്ടുന്നേ പുള്ളി മറ്റേ സ്കൂളിൽ പോകാതെ വായക്കെട്ട് കല്ലേറുന്നു കൊണ്ട് ആ ഭാഗം താഴെ പോലും പുള്ളിക്ക് ഭയങ്കര ഹൈ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എറിയുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ട്, അത് ഹൈ ലെവൽ ഡോപ്പമിനാണ്. അത് വേറെ ആൾക്കാരെ തലമുണ്ട്, അതിനേക്കാൾ വേറൊരു സാധനം വരും. അപ്പൊ ഓടുന്ന ഒരു ഡോപ്പമിൻ ഉണ്ട്, അതും അടിപൊളിയാ. അത് ഓടുന്ന ഡോപ്പമിൻ ഇല്ല, ഓടുന്ന അഡ്രിനലിൻ. രാഹുൽ ബ്രോയുടെ ചില സാധനങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ ഗോഡി ബ്രോ? ഇപ്പോൾ ഒരു സാധനം കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം നമ്മള് അങ്ങനെയൊന്നും അല്ലായിരുന്നു. നമ്മള് അങ്ങനെയൊന്നും അല്ലായിരുന്നു. അല്ലല്ല, അത് കണക്ട് ചെയ്യാൻ പറ്റാത്തത് അത് നിങ്ങളെല്ലാം ഡോപ്പമിൻ ആയിട്ട് ചിന്തിക്കരുത്. ഇപ്പൊ അതുബ്രോ പറഞ്ഞപ്പോ ഓടുന്നത് ഡോപ്പമിൻ, അത് ഓടുന്ന ഡോപ്പമിൻ, അത് അഡ്രിനലിനാ. ഒരാളുടെ മേത്ത് കല്ലിട്ട് തിരിച്ചടിക്കാൻ വരുന്ന സമയത്ത് നമ്മൾ ഓടുന്നത് ഡോപ്പമിൻ അല്ല. അന്ന് ആ ലെവലിൽ ഇല്ല. പ്രജ്വലിന്റെ കേസ് എന്താ ബ്രോ, പ്രജ്വലിന്റെ കേസ് വെച്ച് കഴിഞ്ഞാൽ പ്രജ്വൽ ഇപ്പൊ ഇരിക്കുന്നില്ലേ, ഇങ്ങനെ ഒറ്റ ഇരുപ്പ പുള്ളി ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാവില്ല, ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, പുള്ളി കോൺഫിഡൻസ് പിടിക്കാതെ വരുമ്പോഴത്തേനും പുള്ളി ഇങ്ങനെ കോൺഫിഡന്റ് ആയിട്ടിരിക്കും, പിടിക്കാതെ വരുമ്പോഴത്തേനും പുള്ളിക്ക് എടുത്തൊരു ഡോക്യുമെന്റ്. ഓ പോലെ സത്യമാണ്. സത്യം. ഇപ്പൊ ഇതിനകത്തൊക്കെ ഇരിക്കുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് വധൂത് ബ്രോനെയും ഗോഡി ബ്രോനെയൊക്കെ കണ്ടറിയാം ഹോംവർക്ക് ചെയ്തിട്ടില്ലെന്ന്. രാഹുൽ ബ്രോനെ കണ്ടറിയാം രാഹുൽ ബ്രോ ചെയ്തിട്ടുണ്ടെന്ന്. പ്രജ്വൽ ബ്രോ നോക്കുമ്പോ അവൻ കൊള്ളാം, അവൻ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്, അവൻ ചെയ്യുന്നത് മാനിപ്പുലേറ്റർ ആണെന്ന്. അതല്ല, വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നന്ദു ബ്രോ ക്വസ്റ്റ്യൻ ചോദിക്കും, അപ്പൊ എന്നോട് ചോദിച്ചു ശേഷം കേട്ടോ, എന്നോട് ചോദിച്ചില്ല, പിന്നെ അടുത്തവനായിരിക്കും പിടിക്കേണ്ടത്, അപ്പൊ കിട്ടുന്നത് എന്നോട് ചോദിച്ചത്. ഒരു കാര്യം സാലറി എല്ലാവർക്കും ഉണ്ടാവും അങ്ങനത്തെ ഒരു മാഷ്. നമ്മളെ മുഖത്ത് നോക്കി അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും, നമ്മളെല്ലാം താഴോട്ട് കേൾക്കാറാ. ആമിഷ് എന്റെ അടുത്ത് ഇപ്പോഴും ചോദിക്കാറുണ്ടെന്ന് ആമിഷ്. ഓക്കെ യെസ്,
ലാസ്റ്റ് ഒറ്റ പോയിന്റും കൂടെ, ഇപ്പൊ നേരത്തെ രാഹുൽ ബ്രോ പറഞ്ഞ ആ ഒരു റിവാർഡ് എന്നുള്ള സാധനം, ഈ ഡിസിപ്ലിൻ ഉണ്ടാവുക അല്ലെങ്കിൽ ഹയർ സെൽഫ്, ഇപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നോക്കി നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. ആദ്യം നമ്മൾ പഠിച്ചത് നമ്മൾ ചെയ്യുന്ന മേഖല ട്രേഡിംഗ് എന്നുള്ള മേഖലയാണ് നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ. അതിൽ നമ്മളെന്ന് പറയുന്ന വ്യക്തിനെ കൺട്രോൾ ചെയ്താലാണ് അതിനകത്ത് സക്സസും എല്ലാം നമ്മൾ തീരുമാനിക്കുന്നത്. നമ്മുടെ ജയമാണെങ്കിലും തോൽവിയാണെങ്കിലും നമ്മളെന്ന് പറയുന്ന വ്യക്തിനെയാണ് നമ്മൾ നോക്കേണ്ടത്. സോ നമ്മളെന്ന് പറയുന്ന വ്യക്തിനെ നോക്കിയപ്പോൾ നമുക്കൊരു ഇന്നർ സെൽഫ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഈ ഇന്നർ സെൽഫിൽ തന്നെ രണ്ടാൾക്കാരാണ് ഉള്ളത്. ഒന്നൊരു ലോവർ സെൽഫും അല്ലെങ്കിൽ ചാത്തൻ ഒരു നെഗറ്റിവിറ്റി ലോവർ സെൽഫും ഒരു ഹയർ സെൽഫും നമുക്ക് കിട്ടി നമ്മളോട് നോക്കിയപ്പോൾ. ഈ ലോവർ സെൽഫിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് എന്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ, റെഡ്യൂസ് ചെയ്യാനേ പറ്റത്തുള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി. എങ്ങനെ റെഡ്യൂസ് ചെയ്യാം? നമ്മുടെ ലിസണിങ് സ്കിൽ, നമ്മളൊരു കാര്യം നമ്മുടെ ബ്രെയിനിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് ലോവർ സെൽഫ് ആണോ പറയുന്നതെന്ന് മനസ്സിലാക്കി അതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പഠിച്ചു ഇമോഷൻസിൽ കൂടാണ് ഈ ലോവർ സെൽഫ് നമ്മുടെ ഉള്ളിലോട്ട് കയറുന്നത്. 4 ടൈപ്പ് ഓഫ് ഇമോഷൻസ് നമ്മൾ പഠിച്ചു, 4 ടൈപ്സ്. അതിനോടൊപ്പം നമ്മൾ പഠിച്ചത് 5 തരം ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ പറ്റി നമ്മൾ പഠിച്ചു, ടോക്സിക് പീപ്പിൾ. ഓക്കെ ആണല്ലോ. അതിനുശേഷം നമ്മൾ ഹയർ സെൽഫിലോട്ട് കയറിയപ്പോൾ നമ്മൾ പഠിച്ചു നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമ്മുടെ ലൈഫിന്റെ ഹയർ സെൽഫിലോട്ട്. ഇപ്പൊ നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമുക്കത് ഹയർ സെൽഫിൽ ഇരുന്നും ചെയ്യാം, ലോവർ സെൽഫിൽ ഇരുന്നും ചെയ്യാം. നമ്മൾ അത് പഠിച്ചു. അതിനുശേഷം നമ്മൾ പഠിച്ചത് മധു ബ്രോ, അതിനുശേഷം നമ്മൾ എന്താ പഠിച്ചേ? ഹയർ സെൽഫിനെ പറ്റി നമ്മൾ പഠിച്ചപ്പോ ഒരു ദിവസത്തിൽ 24 അവേഴ്സിൽ 24 അവേഴ്സിൽ നമുക്കൊരു പ്രോപ്പർ റൊട്ടീൻ ഫിക്സ് ചെയ്ത്, അതായത് നമുക്ക് മെഡിറ്റേഷൻ പോലത്തെ, അഫർമേഷൻസ് പോലത്തെ, ഗ്രാറ്റിറ്റ്യൂഡ് പോലത്തെ, മോർണിംഗ് റൊട്ടീൻ പോലത്തെ ഒരു പ്രോപ്പർ റൊട്ടീൻ ഉണ്ടെങ്കിൽ 24 അവേഴ്സ് നമുക്ക് കൂടുതലും ഹയർ സെൽഫിൽ കയറാൻ നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ 3 കാര്യങ്ങൾ, നമ്മുടെ ഹയർ സെൽഫിലോട്ട് കയറാനുള്ള 3 ടൈപ്സ് അല്ലെങ്കിൽ 3 വേസ് നമ്മൾ പഠിച്ചു. നമ്മുടെ തോട്ട്സ്, ഫീലിങ്സ്, ആക്ഷൻ, അത് പഠിച്ചു. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് പഠിച്ചത് എന്താണ്? ഹാപ്പി ഹോർമോൺസിനെ പറ്റി. നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ പോസിറ്റിവിറ്റി ആണ് വരുന്നതെന്ന് നമ്മൾ പഠിച്ചു. സോ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ. സോ ഇത് എങ്ങനെ നടപ്പാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ട്രേഡിംഗ്, ഇതിപ്പോ നമ്മൾ ചെയ്യുന്ന എന്താ? ട്രേഡിംഗ് ആണ്. അപ്പൊ നമ്മുടെ പെർസ്പെക്റ്റീവിൽ ഞാൻ ഇതിനൊന്ന് സമ്മറൈസ് ചെയ്യുവാണെങ്കിൽ, ഞാൻ എന്തിനാ നിങ്ങളുടെ അടുത്ത്, നിങ്ങളുടെ എല്ലാം പ്രശ്നം ഇതാണ്, നിങ്ങൾക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ 2 വട്ടം കൺട്രോൾ ചെയ്യും, 3ാമത്തെ വട്ടം കയ്യിൽ നിന്ന് പോകും, പിന്നെ വീണ്ടും ഒന്നേന്നും പറഞ്ഞു തുടങ്ങും, വീണ്ടും പ്രശ്നമാവും. ഇതാണ് മിക്ക ആൾക്കാരുടെയും പ്രശ്നം. ടെക്നിക്കലി നിങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട്, പക്ഷെ എന്താണ് വീണ്ടും വീണ്ടും ഗ്രോത്ത് വരാത്തത്? ഒറ്റ കാരണമേ ഉള്ളൂ, ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇതിനെ ഞാൻ ടാക്കിൾ ചെയ്ത വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ അടുത്ത് എന്തിനാ എപ്പോഴും വിജയോന്മുഖം തുടക്കം തൊട്ടുള്ള ആൾക്കാർക്കറിയാം, ഞാൻ എപ്പോൾ ക്ലാസ് എടുക്കാൻ വന്നാലും നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കുന്ന ഒരു സാധനം, നിങ്ങളുടെ A++ സെറ്റപ്പ്, നിങ്ങളുടെ A+ സെറ്റപ്പ്, നിങ്ങളുടെ A സെറ്റപ്പ് എപ്പോഴും എഴുതിപ്പിക്കത്തില്ലേ? എന്തിനാ? എനിക്ക് ഭ്രാന്താണോ നിങ്ങളെ കൊണ്ട് ചുമ്മാ എഴുതിപ്പിക്കാൻ? അല്ല, നിങ്ങൾക്കൊരു വ്യക്തമായിട്ടുള്ള പ്ലാൻ, നമുക്ക് ഓർമ്മ വേണം. ഓർമ്മേനെക്കാളും നമുക്ക് കൃത്യമായിട്ട്, ഇപ്പം എപ്പോഴാണ് ഇമോഷൻസ് വരുന്നത്? നമുക്കൊരു പ്ലാൻ ഇല്ല, ഒരു കൃത്യമായിട്ടുള്ള ധാരണ, ഒരു ഫോക്കസ് ഇല്ലാത്തപ്പോഴാണ് നമുക്ക് ഇമോഷൻസ് വരുന്നത്. ഞാൻ ഭയങ്കര മടിയനായിട്ടുള്ള, വളരെ ലേസി ആയിട്ടുള്ള ആളാണ്. ഞാൻ എന്നെ എപ്പോഴും എൻ്റെ ഒരു ഡെയിലി ലൈഫിൽ, എനിക്ക് ട്രേഡിങ്ങും പേഴ്സണലും 2 കാര്യങ്ങളാണ്. ഡെയിലി ലൈഫിൽ എനിക്ക് നോൺ നെഗോഷ്യബിൾസ് ഉണ്ട്, നോൺ നെഗോഷ്യബിൾ ചെക്ക് ലിസ്റ്റുകളുണ്ട്. നേരത്തെ ഞാൻ രാഹുൽ ബ്രോ പറഞ്ഞ പോലെ തന്നെ എന്റെ വിഷൻ ബോർഡിൽ ഞാൻ എഴുതി വെച്ചിട്ടുള്ള എനിക്ക് 10 നോൺ നെഗോഷ്യബിൾ ആണുള്ളത്. അതായത് ഈ ദിവസം ഞാൻ എന്തൊക്കെ ചെയ്താലും, ഞാൻ ട്രാവൽ ചെയ്യുമായിക്കോട്ടെ, എനിക്ക് അത്ര എനർജി ഇല്ലാതായിക്കോട്ടെ, എനിക്ക് ഒരു മോട്ടിവേഷൻ ഇല്ലാത്ത ദിവസം ആയിക്കോട്ടെ, എന്താണെങ്കിലും എന്റെ നോൺ നെഗോഷ്യബിൾസ് ഞാൻ കംപ്ലീറ്റ് ചെയ്യണം. നദീർ ബ്രോ ഒരു വട്ടം എൻ്റെ അടുത്ത് പേഴ്സണൽ മെസ്സേജ് ചോദിച്ചില്ലേ, ബ്രോ ഇന്ന് RCBയുടെ മാച്ച് ഉണ്ട്, അതുകൊണ്ട് ഞാൻ നോട്ട് റെഡ് ആക്കും. അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ? ബ്രോ വാട്ട് എവർ നമ്മൾ ചെയ്യാനുള്ള നോൺ നെഗോഷ്യബിൾസ് നമ്മൾ ചെയ്യാം. നിങ്ങൾക്ക് എത്ര പേർക്കുണ്ട് ഒരു നോൺ നെഗോഷ്യബിൾ ഉള്ളത്? എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യേണ്ട വാട്ട് എവർ, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഈ കാര്യം ഞാൻ ചെയ്തിരിക്കണം എന്നുള്ള നോൺ നെഗോഷ്യബിൾ എന്നുള്ള എത്ര പേരുണ്ട്? ഒരാള്, 2 പേര്, വളരെ കുറച്ചുള്ളൂ. അപ്പൊ നിങ്ങൾ ബാക്കിയുള്ളവർ ചെയ്യേണ്ടത്, ഇപ്പൊ എന്റെ അതിപ്പോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ മെഡിറ്റേഷൻ എന്റെ നോൺ നെഗോഷ്യബിൾ ആണ്. എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് എനർജി ഉണ്ട്, വാട്ട് എവർ, ഇത് ഞാൻ ചെയ്തിരിക്കണം. ഡെയിലി ലേണിംഗ്, എല്ലാ ദിവസം പഠിക്കുന്നത്, ട്രേഡ് എടുക്കുന്നതല്ല, പഠിക്കുന്നത്, ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത്, മാർക്കറ്റിൽ ഉണ്ടാവുന്നത് എന്റെ നോൺ നെഗോഷ്യബിൾ ആണ്. അതേപോലെ ബാക്കി എന്റെ വർക്കൗട്ട്, ഡയറ്റ്, ബുക്ക് റീഡിങ്, അങ്ങനെ എനിക്കൊരു 10 എണ്ണം ഉണ്ട്. പക്ഷെ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ചെറുതാക്കി വെക്കുക തുടക്കത്തില്. കാരണം എല്ലാം കൂടെ ഒരു ആവേശം കയറിയിട്ട് 10 എണ്ണം ഒക്കെ എഴുതി വെക്കും, നടക്കത്തില്ല. എന്റെ ഒരു അഭിപ്രായത്തില് നിങ്ങൾ ഒരു 2, 3, 4 മാത്രം നോൺ നെഗോഷ്യബിൾ സെറ്റ് ചെയ്യുക. അതിനകത്ത് ആ നോൺ നെഗോഷ്യബിളിനകത്ത്
ഈ ലോവർ സെൽഫ് കയറാൻ നിങ്ങൾ സമ്മതിക്കരുത്. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഇപ്പൊ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചാത്തനൊന്നും വരാണ്ട് നിൽക്കത്തില്ല. എന്നെ സംബന്ധിച്ച് എന്റെ ബ്രെഡ് ആൻഡ് ബട്ടർ ആയിട്ടുള്ള ട്രേഡിങ്ങിനകത്ത് ചാത്തൻ വരാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ പഠിക്കുന്ന സമയത്ത്, ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത്, പഠിപ്പിക്കാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഫോൺ എടുക്കാനോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം നോക്കാനോ അല്ലെങ്കിൽ അവിടെ ഫോക്കസ് വിടാണ്ട് ഞാൻ ഡീപ്പ് വർക്ക് എന്നുള്ള സാധനം ഞാൻ ഫോക്കസ് ചെയ്യും. അതായത് എല്ലാ കാര്യങ്ങളിലും അല്ല, എന്റെ ഏറ്റവും ഫോക്കസ് വേണ്ട എന്റെ മേഖലകളിൽ ഞാൻ ഡീപ്പ് വർക്ക് ചെയ്യും. സോ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ നോൺ നെഗോഷ്യബിൾ സെറ്റ് ചെയ്യുക, വളരെ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. ആ കാര്യങ്ങളിനകത്ത് ഒരു കാരണവശാലും ആര് കയറരുത് കൂടി ബ്രോ? ലോവർ സെൽഫ് കയറരുത്. കയറാണ്ട് എന്ത് ചെയ്യണം? ഡീപ്പ് വർക്ക് ചെയ്യുക. ഡീപ്പ് വർക്ക്, ഇവിടെ മാജിക് സംഭവിക്കും. ഇപ്പം പ്രജ്വൽ ബ്രോ സെറ്റ് ചെയ്ത് വർക്ക്ഔട്ട്, ട്രേഡിങ് അല്ലെങ്കിൽ വേറെന്തെങ്കിലും, ഈ ട്രേഡിങ് ചെയ്യാൻ വരുന്ന സമയത്ത് ഒരു കാരണവശാലും ലോവർ സെൽഫിന് അവിടെ സ്ഥാനമില്ല. ഞാൻ പഠിക്കുന്ന സമയത്ത്, ഞാൻ ട്രേഡിങ് പഠിക്കുന്ന സമയത്ത് അവിടെ ലോവർ സെൽഫിന് സ്ഥാനമില്ല. മതി, അത് മതി. ഇപ്പൊ എല്ലാ കാര്യങ്ങളിലും എല്ലാവർക്കും പെർഫെക്റ്റ് ആവാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങളുടെ നോൺ നെഗോഷ്യബിൾസിനകത്ത് ഈ ചാത്തം കയറാണ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ട്രേഡിംഗ് സ്ക്രീനിൽ വരുന്ന സമയത്ത് എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്. എന്റെ സെറ്റപ്പ് 1, ഇന്ന കാര്യങ്ങൾ വേണം. 2, ഇന്ന കാര്യങ്ങൾ വേണം. 3, ഇന്ന കാര്യങ്ങൾ വന്നാലേ ഞാൻ ഈവൻ 5 മിനിറ്റിൽ എൻട്രി എടുക്കത്തുള്ളൂ. ഹയർ സെൽഫിൽ എനിക്ക് ബയാസ് കിട്ടി, അല്ലെങ്കിൽ ഡയറക്ഷൻ കിട്ടി, അടുത്തത് ഇന്റർമീഡിയറ്റ് ടൈം ഫ്രെയിമിൽ എനിക്ക് സ്ട്രക്ചർ കിട്ടി, ബയാസ് കിട്ടി, എങ്കിൽ പോലും എന്റെ 5 മിനിറ്റിൽ എന്റെ പ്ലാൻ എന്താണോ, എന്റെ പ്രീ പ്ലാൻ, ഈ പ്ലാൻ എപ്പോഴാണ് നിങ്ങൾ സെറ്റ് ചെയ്തത്? ഗോഡിം ബ്രോ ഈ പ്ലാൻ എപ്പോഴാണ് സെറ്റ് ചെയ്തത്? ഒരു ഹയർ സെൽഫിൽ നിന്നപ്പോഴാണ് ഈ പ്ലാൻ സെറ്റ് ചെയ്തത്. സോ ഈ പ്ലാൻ എപ്പോഴും നിങ്ങളുടെ കൈ വേണം. ഒരു ട്രേഡ് എടുക്കാൻ വരുന്ന സമയത്ത് ചിലപ്പോൾ ചാത്തൻ നിങ്ങളുടെ ഉള്ളിൽ കയറും. പക്ഷെ ഈ പ്ലാൻ നിങ്ങൾ എപ്പോഴാണ് സെറ്റ് ചെയ്തത്? ഒരു ഹയർ സെൽഫിൽ നിൽക്കുമ്പോഴാണ്. സോ ഈ പ്ലാൻ നിങ്ങളുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ട്രേഡ് എടുക്കാൻ വരുമ്പോൾ പല ചിന്തകളും വരും. ആ ചിന്തകൾ വരുന്ന സമയത്ത് പറയാ, ആ ചിന്തകളെ 2 തെറിയും വിളിച്ച് ഓടിച്ചിട്ട് പറയാ, എന്റെ പ്ലാൻ ഇതാണ്, ഞാൻ ഇത് മാത്രം എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഇത് മാത്രം നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്താൽ മതി. നിങ്ങൾ പോയി ബാക്ക് ടെസ്റ്റ് ചെയ്യും നമ്മുടെ സെറ്റപ്സ് എത്രമാത്രം ഹൈലി മാർക്കറ്റിൽ വരുന്നുണ്ടെന്നുള്ളത്. ആ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മൾ 1:2 എടുത്താൽ പോലും 40% മതി ലിറ്ററലി നമുക്ക് പ്രോഫിറ്റ് ആവാൻ. ഇത്രയും സിമ്പിൾ ആണ്. പക്ഷെ എന്നിട്ടും നമുക്ക് വരാത്തതിന്റെ റീസൺ നമ്മുടെ പ്ലാനിനകത്ത് നമ്മൾ സ്റ്റിക്ക് ചെയ്യാത്തത് തന്നെയാണ്. നിങ്ങൾ ഹയർ സെൽഫ് നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം? എടുത്തോ, ഇപ്പൊ എഴുതിക്കോ. നമ്മുടെ സെഷൻ കഴിയുമ്പോഴത്തേനും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ A++ സെറ്റപ്പ്, നിങ്ങൾ ഏതൊക്കെ ട്രേഡ്സ് ആണ് എടുക്കുന്നതെന്ന് ആദ്യം ഫിക്സ് ചെയ്യുക. നിങ്ങൾ A++ മാത്രം എടുക്കുന്നവരാണെങ്കിൽ A++ മാത്രം എഴുതുക. A++ഉം A+ഉം എടുക്കുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യുക? 2 എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം? അത് നിങ്ങൾ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യാൻ വരുന്ന സമയത്ത് അത് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ഒരു ട്രേഡിനകത്ത് ഈ ചാത്തം വരുന്ന സമയത്ത് നിങ്ങളുടെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള നിങ്ങൾ എഴുതി വെച്ചത് നിങ്ങൾ വായിക്കുക, അതിനകത്തുള്ളത് മാത്രം എക്സിക്യൂട്ട് ചെയ്യുക. ഞാൻ ഒരു ടാസ്ക് തരട്ടെ. അടുത്ത 30 ട്രേഡ്സ് നിങ്ങൾ ജേർണൽ ചെയ്യണം. അതായത് നിങ്ങൾ ഇന്ന് തൊട്ട് അല്ലെങ്കിൽ നാളെ തൊട്ട് നിങ്ങൾ ഇനി എടുക്കാൻ പോകുന്ന 30 ട്രേഡ് നിങ്ങളുടെ A++ സെറ്റപ്പ്. അപ്പൊ എന്ത് ചെയ്യണം? ഇന്നത്തെ സെഷൻ കഴിയുമ്പോഴത്തേന് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ A++ എടുക്കുന്ന ആളാണെങ്കിൽ ബുക്കിന്റെ ഇടതുവശത്ത് ഒന്നും കൂടെ A++ എഴുതുക, വലതുവശത്ത് A+ എഴുതുക, ഫോട്ടോ എടുക്കുക, എനിക്ക് അയച്ചു തരിക. എന്നിട്ട് നിങ്ങൾ നോഷൻ യൂസ് ചെയ്യുന്ന ആൾക്കാർ നോഷനകത്ത്, അല്ലെങ്കിൽ ബുക്കിനകത്ത് യൂസ് ചെയ്യുന്ന ആൾ ബുക്കിനകത്ത്, നിങ്ങൾ ഇനി എടുക്കാൻ പോകുന്ന 30 ട്രേഡ് ബുക്കിനകത്ത് എഴുതണം. ഒന്നാമത്തെ ട്രേഡ് യൂറോ USD ഫ്രൈഡേയിൽ ട്രേഡ് എടുത്ത്, ഇത് നിങ്ങളുടെ A++ സെറ്റപ്പിനകത്താണോ എടുത്തത്? അതായത് നിങ്ങളുടെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള റൂൾ ബുക്ക് ഉണ്ടല്ലോ, അതിന് നമുക്ക് റൂൾ ബുക്ക് എന്ന് വിളിക്കാം. ആ റൂൾ ബുക്കിനകത്തുള്ള 100% കാര്യങ്ങൾ ഉണ്ടായിട്ടാണോ എടുത്തത്? 100%. അങ്ങനല്ലെങ്കിൽ ഈ ഒന്നാമത്തെ ട്രേഡ് നിങ്ങൾ ടിക്ക് വീഴത്തില്ല. രണ്ടാമത്തെ ദിവസം ട്രേഡ് എടുത്ത് യൂറോ USD, നിങ്ങളുടെ റൂൾ ബുക്കിനകത്തുള്ള കാര്യങ്ങൾ 100% നിങ്ങൾ ഫോളോ ചെയ്തിട്ടാണ് ട്രേഡ് എടുത്തത്, ടിക്ക് ഇടുക. പ്രോഫിറ്റോ ലോസോ അല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ റൂൾ ബുക്കിനകത്തുള്ള കാര്യങ്ങൾ എടുക്കുന്ന ട്രേഡ്സിനകത്ത് 100% എക്സിക്യൂട്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. 100ന് താഴെ പോവാണെങ്കിൽ ആ ട്രേഡ് നിങ്ങൾക്കുള്ളതല്ല. സനീഫ് ബ്രോ ക്ലിയർ ആയോ? അതായത് സനീഫ് ബ്രോയ്ക്ക് ഒരു A++ സെറ്റപ്പ് ആണ്, സെറ്റപ്പ് ആണ്, എന്താണെങ്കിലും ഒരു റൂൾ ബുക്ക് ഉണ്ടല്ലോ, ആ റൂൾ ബുക്കിനകത്തുള്ള ട്രേഡ്സ് മാത്രം നിങ്ങൾ അടുത്ത 30 ട്രേഡ്സിൽ എടുക്കുക. 30 ദിവസം അല്ല, 30 ട്രേഡ്സ്. ഈ 30 ട്രേഡ്സിന്റെ ജേർണൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഇനി എടുക്കാൻ പോകുന്ന ഇന്ന് തൊട്ട് അല്ലെങ്കിൽ നാളെ തൊട്ട് നിങ്ങൾ എടുക്കുന്ന 30 ട്രേഡ് നിങ്ങളുടെ റൂൾ ബുക്കിനകത്തുള്ള 100% നിങ്ങളുടെ റൂൾ ബുക്കിൽ വരുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. അത്
A++ ആണെങ്കിലും A+ ആണെങ്കിലും A കാറ്റഗറി ട്രേഡ് ആണെങ്കിലും നിങ്ങളുടെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള റൂൾ ബുക്കിനകത്തുള്ള സാധനം മാത്രം നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞ മനസ്സിലായി. അതായത് A++ ട്രേഡ്സ് മാത്രം എടുക്കണമെന്നല്ല, നിങ്ങളുടെ റൂൾ ബുക്കിനകത്ത് നിങ്ങളുടെ A++, നിങ്ങളുടെ A കാറ്റഗറി അതിനകത്തുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ നടപ്പാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 30 ട്രേഡ് നമുക്ക് നോക്കാം. നിങ്ങളുടെ പ്രശ്നം ഇമോഷൻസ് ആണ്. നമ്മുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്തത് മാത്രമാണ്. നമ്മുടെ നല്ല ട്രേഡ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച. ഞാൻ അല്ലാണ്ട് വേറെ ആരും എനിക്കൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. 15 മിനിറ്റിലെ ട്രേഡ് അത്രയും സിമ്പിൾ സെറ്റപ്പ്. 1:10 ആണ് മാർക്കറ്റ്. അതായത് DOയിൽ വരെ മാർക്കറ്റ് പോയി. അത്രയും സിമ്പിൾ സെറ്റപ്പ് പോലും ആർക്കും എടുക്കാൻ പറ്റിയില്ല. പല കൺഫ്യൂഷൻസ് വരുന്നു. ഞാൻ അവിടെ ഒറ്റ കാര്യം ചെയ്തുള്ളൂ, എന്റെ റൂൾ ബുക്ക് നോക്കി, എന്റെ പ്ലാൻ നോക്കി, അതേപോലെ സെറ്റപ്പ് ഒന്നും എടുത്തു. സിമ്പിൾ ആസ് ദാറ്റ്. അതിനകത്ത് വേറെ തല പോഹഞ്ഞ് ആലോചിക്കേണ്ട ആവശ്യമില്ല. കീപ് തിങ്സ് സിമ്പിൾ. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ മാർക്കറ്റിനെ കാണുക. നിങ്ങളുടെ റൂൾ ബുക്ക് എന്താണോ അത് ആദ്യം നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ആണ് ആ റൂൾ ബുക്കിനകത്തുള്ള സാധനങ്ങൾ പൊട്ടത്തരങ്ങളല്ല, അത് പക്കയാണെന്ന് ഉറപ്പുവരുത്തുക. ആ റൂൾ ബുക്ക് സെറ്റ് ചെയ്തതിനു ശേഷം ആ റൂൾ ബുക്കിൽ പറയുന്ന പോലെ ഇമോഷൻസിന്റെ അടുത്ത് പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് എന്താണോ നിങ്ങളുടെ പ്ലാൻ അടുത്ത 30 ട്രേഡിൽ എക്സിക്യൂട്ട് ചെയ്യുക. നോക്കട്ടെ. എന്നിട്ടും പറ്റാത്ത ആൾക്കാർ ആരാണോ എന്റെ അടുത്ത് ഞാൻ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തരാം. പക്ഷെ ഈ റൂൾ ബുക്കിനകത്തുള്ളത് 100%, പ്രജ്വൽ ബ്രോ 99 അല്ല, എനിക്ക് 100% ബ്രോഡർ റൂൾ ബുക്കിനകത്തുള്ള എന്താണോ അത് മാത്രം അടുത്ത 30 ദിവസം എക്സിക്യൂട്ട് ചെയ്യണം. 30 ദിവസമല്ല, 30 ട്രേഡിനകത്ത്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഗൈസ്, ഒറ്റ പ്രശ്നം നിങ്ങൾക്കുള്ളൂ. ഈ ചാത്തൻ, ഈ ലോവർ സെൽഫ്, ഇമോഷൻസ്, ഇത് മാത്രമാണ് നിങ്ങളുടെ പ്രശ്നം. ഹയർ സെൽഫിലോട്ട് നിങ്ങളുടെ ഡിസിപ്ലിൻ, പേഴ്സണൽ ലൈഫ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അതാണ് ഇന്ന് ഇത്രയും നേരം, എനിക്ക് തോന്നുന്നു ഇത്രയും കുറച്ചധികമായി. നമ്മൾ 3 മണിക്ക് തുടങ്ങിയതാണ്. 4, 5, 5:30 എത്ര 1, 2, 2.5 മണിക്കൂറോളം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തു. വെറുതെ സെഷൻ കേട്ട് പോവാന്നുള്ള ആറ്റിറ്റ്യൂഡ് അല്ല ഇത്. റിയൽ ലൈഫിൽ നിങ്ങൾ ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റ് വെറുതെ അവിടെ ഇരുന്ന് നടപ്പാക്കേണ്ട കാര്യങ്ങൾ എഴുതുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഇൻസൈറ്റ്സ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലോട്ട് എടുക്കുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിനേക്കാളും നടപ്പാക്കുക. ചുമ്മാ പറഞ്ഞു പോവാണ്ട് നിങ്ങളുടെ ലൈഫിൽ അത് നടപ്പാക്കുക. അവസാനമായിട്ട് ഞാൻ പറയുന്നത്, അടുത്ത 30 ട്രേഡ്സ് നിങ്ങളുടെ പ്ലാൻ എന്താണോ അതിൽ നിന്ന് 1% പോലും താഴോട്ട് വരാണ്ട് അത് മാത്രം ഒന്ന് എക്സിക്യൂട്ട് ചെയ്യുക. എന്നിട്ട് റിസൾട്ട് വരുന്നില്ലെങ്കിൽ നിങ്ങൾ നമുക്ക് സെറ്റാക്കാന്നല്ല, അടുത്ത കാര്യങ്ങൾ നോക്കാം. അപ്പൊ നമ്മുടെ റൂൾ ബുക്കിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, കോൺസെപ്റ്റ് ആണോ പ്രശ്നം, ഞാൻ ശരിയാക്കി തരാം. പക്ഷെ ഒരു കാര്യം ഉറപ്പുവരുത്തുക, ഇതിൽ നിന്ന് 100ൽ നിന്ന് താഴോട്ട് 1% പോലും അല്ലെങ്കിൽ 0.1 പോലും പോകാൻ പാടില്ല. ഓക്കെ ആണോ? കേൾക്കുന്നില്ല? സോ അത്രേ ഉള്ളൂ. ഒറ്റ പ്രശ്നമുള്ളതാണ് ഇമോഷൻസ്. അതിനെ നിങ്ങളൊന്ന് പിടിച്ചാൽ മാത്രം മതി. നമ്മുടെ മുമ്പിൽ ഇനി 6 മാസമുണ്ട്. ഞാൻ ഉറപ്പ് വരുവാണ് നിങ്ങൾ അവിടെ എത്തിയിരിക്കും. പക്ഷെ ഞാൻ തരുന്ന ഉറപ്പ്, നിങ്ങളുടെ ഭാഗത്തു നിന്ന് എനിക്ക് തിരിച്ചു കിട്ടണം. എങ്ങനെ? വാക്കിലല്ല, പ്രവൃത്തിയില്. ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ഒരാളുടെ വാക്കിനേക്കാളും ഞാൻ അവരുടെ പ്രവൃത്തിനെ കൂടുതൽ നോക്കിക്കാണുന്നതാണ്. അപ്പൊ നിങ്ങളുടെ പ്രവൃത്തിയിൽ അടുത്ത 30 ദിവസം ഇമോഷൻസിനെ തെറി വിളിച്ചോടിച്ചോ, അടിച്ചോടിച്ചോ, നിങ്ങളുടെ പ്ലാൻ എന്താണോ, നിങ്ങളുടെ പ്രീ പ്ലാൻ, അത് സ്റ്റിക്ക് ചെയ്യുക, വർക്ക് ചെയ്യുക. റിസൾട്ട് കിട്ടിയിരിക്കും ഗൈസ്. നമ്മുടെ മുമ്പിൽ ഇനി 6 മാസമുണ്ട്. കഴിഞ്ഞത് കഴിഞ്ഞു, അതിനെപ്പറ്റി വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. മുമ്പിലോട്ടുള്ള ലക്ഷ്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യണം. ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, അതിലോട്ടൊക്കെ പോകണം. സോ അതിനു വേണ്ടിയിട്ടുള്ള സെഷൻ, ഇതൊരു വഴിത്തിരിവായിട്ടുള്ള സെഷൻ ആവട്ടെ. എനിക്കൊരു 6 മാസം അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 30 ട്രേഡിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ട് എനിക്ക് നിങ്ങൾ പറയണം, ബ്രോ ഈ സെഷൻ ആയിരുന്നു എനിക്ക് വഴിത്തിരിവായുന്നത്. അപ്പോഴായിരിക്കും എനിക്ക് സന്തോഷം വരുന്നത്. ഇന്നത്തെ സെഷന്റെ ഫീഡ്ബാക്ക് കേൾക്കുന്നതിനേക്കാളും ഇത് പ്രവൃത്തിയിൽ വന്ന് നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് ഫണ്ടഡ് അക്കൗണ്ട് പാസ് ആവുകയും പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് പേ ഔട്ടുകൾ എടുക്കുമ്പോഴായിരിക്കും എനിക്ക് സന്തോഷം വരുന്നത്. ഓക്കെ, സോ താങ്ക് യു ഗൈസ്. അപ്പൊ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് എടുക്കുക. പിന്നെ അതേപോലെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എലൈറ്റ് ക്ലബ് ജൂലൈ ബാച്ച്. സോ നിങ്ങളുടെ റെഫറൽ ത്രൂ വരുന്ന ആൾക്കാരെ ക്ലോസ് ചെയ്യുക. നമുക്ക് എന്നായിരുന്നു മധുപ്രോ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞത്? 10 ദിവസം, അതായത് ജൂലൈ 27th ജൂലൈ 27th 28th. ഓക്കെ, 27th വരെ വെക്കാം. 27th വരെ സമയമുണ്ട്. സോ നിങ്ങളുടെ റെഫറൽ ത്രൂ വരുവാണെങ്കിൽ 20% നിങ്ങൾക്കായിരിക്കും. സോ നമുക്ക് പേഴ്സണൽ അക്കൗണ്ട് ബിൽഡ് ചെയ്യാനാണെങ്കിലും ഒക്കെ ആ എമൗണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ പേഴ്സണൽ അക്കൗണ്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതും കൂടെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക, ഏത് രീതിയിലാണെങ്കിലും. അപ്പൊ എന്തായാലും ഗൈസ്, എന്തോ ജൂൺ 27th അല്ലേ? യെസ് ജൂൺ. നമ്മൾ ജൂലൈയിലാണ് ബാച്ച് എടുക്കുന്നത്. അപ്പൊ ജൂൺ 27th ആണ്. സോ ആ രീതി വർക്ക്ഔട്ട് ചെയ്യാം.
ഫില്ല് ചെയ്യാനുള്ള ഇത് അയക്കുവോ? ഞാനത് ഗ്രൂപ്പിൽ ഇട്ടേക്കാം ബ്രോ, ഫിൽ ചെയ്യാനുള്ളത് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓക്കെ, സോ അപ്പൊ എന്തായാലും നിങ്ങൾ അടിപൊളിയായിട്ടിരിക്കുക, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക, പ്ലാൻ അനുസരിച്ച് വർക്ക്ഔട്ട് ചെയ്യുക, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, മാക്സിമം മാർക്കറ്റ് ടോക്സിൽ പങ്കെടുക്കുക. കാരണം എല്ലാ ദിവസവും ഹയർ സെൽഫിൽ കയറാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് മാർക്കറ്റ് ടോക്സ്. നമ്മൾ ലോസ് അടിച്ചു, വധൂർ ബ്രോ ലോസിൽ നിൽക്കുക, നദീർ ബ്രോ ലോസിൽ നിൽക്കുക, മാർക്കറ്റ് ടോക്സിൽ വന്ന് ഒരു ഹയർ സെൽഫിലോട്ട് കയറി കിടന്ന് ഉറങ്ങുവാണെങ്കിൽ ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും. അധികം ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്നാണ് ക്യാപ്റ്റൻ ആയിട്ടുള്ള വധൂർ ബ്രോ അല്ലെങ്കിൽ ബാക്കി നദീർ ബ്രോ അവരൊക്കെ പറഞ്ഞത്. സോ മാക്സിമം നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, വലിയ ചിലവുള്ള പരിപാടിയൊന്നുമില്ല. ആ 1 hour പഠിച്ചാൽ പോലും അത് പ്രൊഡക്റ്റീവ് ആണ്. സോ ആ രീതിയിൽ ബെറ്റർ ആവുക. താങ്ക് യു ഗൈസ്. അപ്പൊ എന്തായാലും എല്ലാവരും ടേക്ക് കെയർ, സീ യു, ബൈ. ഓക്കെ ബൈ ബ്രോ, ബൈ. ഓക്കെ.